NR ടാക്സേഷൻ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല അമെൻമെന്റ് ഉള്ള ചാപ്റ്ററുകളിൽ ഒരെണ്ണമാണ്. നമ്മുടെ ഫൈനൽ ലെവൽ ഓഫ് എക്സാമിനേഷന് സ്ഥിരമായി ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കുമാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം, ടൈം വേസ്റ്റ് ചെയ്യാതെ. ചാപ്റ്ററിന്റെ പേര് നോൺ റെസിഡന്റ് ടാക്സേഷൻ. ഈ ചാപ്റ്ററിൽ ഒരു കുഴപ്പമല്ല, ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു ഡയറക്ട് ടാക്സിന്റെ ഒരു ചാപ്റ്റർ പഠിക്കുന്ന പോലെ അല്ല. സാധാരണ ഇപ്പൊ നമ്മളൊരു PGBP എടുക്കുകയാണെങ്കിൽ സെക്ഷൻ 28 എന്തായിരിക്കും? ഇൻകം ആയിരിക്കും. സെക്ഷൻ 30 തൊട്ട് 37 വരെ ഡിഡക്ഷൻ ആയിരിക്കും. അപ്പൊ അതിനൊരു ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും അല്ല, ഒരു സെക്ഷനും തൊട്ടടുത്തൊരു സെക്ഷനും തമ്മിൽ നമുക്കൊരു കണ്ടിന്യൂറ്റി നമുക്ക് എപ്പോഴും എല്ലാ ഒരു ചാപ്റ്ററിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു ടോപ്പിക്കിന്റെ കുഴപ്പം എന്താ വെച്ചാൽ, ഒരു നോൺ റെസിഡന്റിന് ഇൻകം ടാക്സ് ആക്ടിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ പ്രൊവിഷനോടും നമ്മൾ എന്ത് ചെയ്തിട്ടേക്കുക? ഈ ചാപ്റ്ററിൽ ക്ലബ് ചെയ്തിട്ടേക്കാണ്. അതാണ് ഈ ചാപ്റ്ററിന്റെ പേരും അങ്ങനെ തന്നെയാണ്, NR ടാക്സേഷൻ. അപ്പോൾ ഈ ചാപ്റ്ററിൽ കുറച്ച് PGBP ഉണ്ട്, കുറച്ച് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, പിന്നെ കുറെ ഫ്ലാറ്റ് റേറ്റ് ഓഫ് ടാക്സസ് ഉണ്ട്. അപ്പൊ ഇത് ഒരു സെക്ഷനും വേറൊരു സെക്ഷനും തമ്മിൽ ചിലപ്പോൾ എന്തുണ്ടാവില്ല, ഒരു ഡയറക്റ്റ് കണക്ട് ഉണ്ടാവില്ല. പക്ഷെ ഓരോരോ സെക്ഷൻസും പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ചിലപ്പോൾ അത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതെന്താണ്, ആദ്യത്തെ കുറച്ച് PGBP ആണല്ലോ, പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ആണല്ലോ, ഇങ്ങനെ നമുക്ക് തോന്നാം. അത് അങ്ങനെ തന്നെയാണ്, അതൊരു തോന്നലല്ല, അതൊരു റിയാലിറ്റിയാണ്. വൈ? ബിക്കോസ് നോൺ റെസിഡൻസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്തിട്ടിരിക്കുകയാണ്? ക്ലബ് ചെയ്ത് കൊണ്ടിട്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത. ഇനി ഇത് എക്സാമിന് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ, ഇന്റർ ലെവലിൽ ഈ ചാപ്റ്റർ, ഇങ്ങനെ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനില്ല. ഇതൊരു ഫൈനൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. തന്നെയല്ല, സ്ഥിരം നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററുകളിൽ ഒരെണ്ണമാണ്. ഒരു 5 തൊട്ട് ഒരു 4 തൊട്ട് 6 മാർക്ക് വരെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. കൺസിസ്റ്റന്റ് പെർഫോമർ ആണ്, നമ്മളെ ചതിക്കാത്ത ചാപ്റ്ററുകളിൽ ഒരെണ്ണമാണിത്. അപ്പൊ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ ഈ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം ബേസിക്കലി നമുക്ക് ഇവിടെ കാണുന്നത് എക്സംഷൻസ് ആണ്. എക്സംഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ അറിയത്തില്ല, ഇപ്പൊ സെക്ഷൻ 10 സബ്സെക്ഷൻ 1 ഏത് അഗ്രികൾച്ചറൽ ഇൻകത്തിന് നമുക്ക് ക്ലെയിം ചെയ്യാവുന്ന എക്സംഷൻ ആണ് 10 സബ്സെക്ഷൻ 1. അതായത് ഈ ഒരു ഫസ്റ്റ് ടോപ്പിക് എന്താന്ന് പറഞ്ഞാൽ, നോൺ റെസിഡന്റിന് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ക്ലെയിം ചെയ്യാവുന്ന എക്സംഷൻസ് ആണ് ആദ്യം ഈ ക്ലബ് ചെയ്തുകൊണ്ടിട്ടിരിക്കുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഉദ്ദേശം ആദ്യം പറഞ്ഞു, NRന് ഇൻകം ടാക്സ് ആക്ടിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാം നമ്മൾ കൊണ്ടിട്ടേക്കുകയാണ്, സ്റ്റാർട്ടിംഗ് വിത്ത് എക്സംഷൻസ്. ഈ എക്സംഷൻസ് പഠിക്കണോ എന്നാണ് ചോദ്യം. വേണ്ട എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താ നോക്കൂ, എത്ര എക്സംഷൻ ഉണ്ടെന്ന് നോക്ക്. ഇതെല്ലാം നോൺ റെസിഡൻസിന്റെ എക്സംഷൻ ആണ്. ഓരോരോ സെക്ഷൻസും ഓരോരോ ഇൻകങ്ങൾ അവർ എക്സംപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു എക്സാം പെർസ്പെക്ടീവില് ഇത് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു എക്സാം പെർസ്പെക്ടീവിൽ ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം. ഇനിയിപ്പോ ഇത് നിങ്ങൾക്ക് പഠിച്ചേ മതിയാവുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം പഠിച്ച് ഓർത്ത് വെക്കണം എന്നില്ല, ഇത് അങ്ങനെ എക്സാമിന് ചോദിച്ചിട്ടേ ഇല്ല. ബട്ട് സ്റ്റിൽ നമ്മൾ നമ്മുടെ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മൾ ഒരു സാധനം സ്കിപ്പ് ചെയ്തിട്ടില്ല, എല്ലാം അതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എക്സംഷൻ അതിൻ്റെ അകത്ത് എടുത്ത് കൊടുത്തത്. അല്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക, ആവശ്യമില്ലാത്ത കളയാന്നുള്ളതല്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നും സ്കിപ്പ് ചെയ്യാത്ത മെറ്റീരിയലിനകത്ത് പ്രൊവൈഡ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എക്സംഷൻ കഴിഞ്ഞിട്ടുള്ള അങ്ങോട്ടുള്ള ഓരോ ടോപ്പിക്കും നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം. ഇതിൽ ഏത് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകളാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒഫീഷ്യലി ഈ ചാപ്റ്ററിന്റെ ഡിസ്കഷൻ തുടങ്ങാൻ പോകുന്നത് ഈ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഫോർ നോൺ റെസിഡൻസ് എന്നാണ്. അപ്പോ വിൽ സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ ഫ്രം പ്രിസംപ്റ്റീവ് ടാക്സേഷൻ. സോ ടെൽ മീ ഫ്രണ്ട്സ്, എന്താ ബേസിക്കലി പ്രിസംപ്റ്റീവ് ടാക്സേഷൻ? പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി. എന്താ മറുപടി? ഇപ്പൊ നമ്മള് സാധാരണ ഒരാൾ അയാളുടെ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന എങ്ങനെയാണ്? അയാളുടെ സെയിൽസ് മുഴുവൻ എടുക്കുക, അയാളുടെ എക്സ്പെൻസസ് എല്ലാം കുറയ്ക്കുക, ബാക്കി വരുന്ന ബാലൻസിങ് ഫിഗർ ആയിരിക്കും അയാളുടെ പ്രോഫിറ്റ്. അത് പ്രോഫിറ്റ് ആവാം, ലോസ് ആവാം. ഇങ്ങനെയല്ലേ സാധാരണ ഒരാൾ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. എന്നാൽ പ്രിസംപ്റ്റീവ് ടാക്സേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. അതായത് ഇത്രയാണ് നിങ്ങളുടെ പ്രോഫിറ്റ് എന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ട. പകരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ഒരു മിനിമം പെർസെന്റേജ് നിങ്ങൾ നിങ്ങളുടെ എന്തായിട്ട് ഡിക്ലെയർ ചെയ്താൽ മതി, പ്രോഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ മതി. അതാണ് നമ്മുടെ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിന്റെ ഏറ്റവും വലിയ ഗുണം. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് നോൺ റെസിഡൻസിന് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എടുക്കാവുന്ന പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. PGBPയിലെ അവസാനത്തെ ഒരു പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്ന് പറയുന്നത് നോർമലി 44AE ആണ്. ഗുഡ്സ് ട്രാൻസ്പോർട്ടേഴ്സിന് എടുക്കാൻ പറ്റുന്ന പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ആണ് 44AE. ശരിക്കും അത് കഴിഞ്ഞ അടുത്ത സെക്ഷൻ ആണ് ഇത് 44B. ഇത് ശരിക്കും ഇൻകം ടാക്സ് ആക്ട് എടുത്ത് നോക്കിയ PGBPയുടെ കണ്ടിന്യൂഷൻ ആണ്. പക്ഷെ നമ്മളിത് PGBPയിലല്ല പഠിക്കുന്നത്, NR ടാക്സേഷനിലാണ്. കാരണം ഇത് ആർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, നോൺ റെസിഡൻസിന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ ഇവിടെ. അല്ലാതെ വേറെ ഇതിന് വേറെ പ്രത്യേകത ഒന്നും തന്നെ നമുക്ക് പറയാൻ ഇല്ല. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, നോൺ റെസിഡൻസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഈ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവാം. ശ്രദ്ധിച്ചേ,
ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 44B, ദാറ്റ് ഇസ് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ കമ്പ്യൂട്ടിംഗ് ദ പ്രോഫിറ്റ്സ് ഓഫ് ഷിപ്പിംഗ് ബിസിനസ് ഓഫ് എ നോൺ റെസിഡന്റ്. അതായത് നിങ്ങൾ ഷിപ്പിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരു നോൺ റെസിഡന്റ് ആണെങ്കിൽ, നിങ്ങൾ ആരാണ്? ഷിപ്പിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരു നോൺ റെസിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന പ്രിസംപ്റ്റീവ് പ്രൊവിഷൻ ആണ് 44B. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു അമെൻമെന്റ് വന്നിട്ടുണ്ട്. ഷിപ്പിംഗ് ബിസിനസ് എന്ന് പറയുമ്പോഴേ പല രീതിയിലുള്ള ഷിപ്പിംഗ് ഉണ്ടല്ലോ. ഒന്ന് പാസഞ്ചേഴ്സിന്റെ ട്രാൻസ്പോർട്ട് ഉണ്ടാവും, പിന്നെ ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ട് ഉണ്ടാവും, ലൈവ് സ്റ്റോക്കിന്റെ ട്രാൻസ്പോർട്ട് ഉണ്ടാവും, പിന്നെ മെയിൽ, നമ്മുടെ മെസ്സേജസ് എന്നൊക്കെ പറയുന്നത് മെയിൽ, പേപ്പേഴ്സും ബാക്കിയുള്ള ഡോക്യുമെന്റ്സും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. അത് കൂടാതെ ഒരു ലക്ഷറി ക്രൂയിസ് ട്രിപ്പിനെ നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് വിളിക്കാം? നമ്മള് ശരിക്കും പറഞ്ഞ ഒരു ലക്ഷറി ഒരു ക്രൂയിസ് ലൈനറെ നമ്മൾ ഇത്രയും നാളും വിളിച്ചുകൊണ്ടിരുന്നത് നോൺ റെസിഡന്റ് എൻഗേജിങ് ഇൻ ഷിപ്പിംഗ് ബിസിനസ് തന്നെയാണ്. എന്ത് ലക്ഷറി ക്രൂയിസ് ലൈനർ? അപ്പൊ നമ്മൾ ചില ഷിപ്പുകൾ ഉണ്ടാവും, നമ്മൾ ഒരു ടൂർ പർപ്പസിനായിട്ട് നമുക്ക് ആ ഷിപ്പിൽ എന്ത് ചെയ്യാം, ഒരു ഓൾ അറൌണ്ട് ദ ഗ്ലോബ് ഒരു വോയേജിന് പോവാം. യൂറോപ്പ് ഒക്കെ പോയി പസഫിക് ഒക്കെ പോയി തിരിച്ച് എവിടെ വരിക, കൊച്ചി വരിക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ ഒരു ഷിപ്പ് ഒരു ലക്ഷറിയസ് ക്രൂയിസ് ഓഫർ ചെയ്യുന്ന ഷിപ്പുകൾ ഉണ്ടാവും. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ ഇത്രയും നാളും ഈ ലക്ഷറി ക്രൂയിസ് ഓഫർ ചെയ്യുന്ന ഷിപ്പുകളും അവർ 44B തന്നെയായിരുന്നു അവര് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ കഴിഞ്ഞ 2024 ജൂലൈ ബഡ്ജറ്റ് വന്നപ്പോ ഗവൺമെന്റ് ഡിസൈഡ് ചെയ്തു ഈ ലക്ഷറി ഈ ഷിപ്പിംഗ് ലൈനർ, ക്രൂയിസ് ലൈനർ ബിസിനസ് നമ്മൾ പറയും, ഈ ക്രൂയിസ് ലക്ഷറി ക്രൂയിസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ നോൺ റെസിഡന്റ് ഷിപ്പിംഗ് ബിസിനസ്സുകൾക്ക് 44B പറഞ്ഞിരിക്കുന്നേക്കാളും കൂടുതൽ എന്ത് കിട്ടുന്നുണ്ട്? ശരിക്കും പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവരെ നമ്മൾ 44B എന്ത് ചെയ്യണ്ട, കൺസിഡർ ചെയ്യണ്ട. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു അമെൻമെന്റ് കിടക്കുന്നത്. എന്താണ് കിടക്കുന്നത്? അതർ ദാൻ ക്രൂയിസ് ഷിപ്പിംഗ് ഇൻ ദ കേസ് ഓഫ് നോൺ റെസിഡൻസ്. അപ്പൊ നിങ്ങൾ ലക്ഷറി ക്രൂയിസ് ബിസിനസ് ചെയ്യുന്ന ഒരു നോൺ റെസിഡന്റ് ഷിപ്പിംഗ് ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് 44B എന്തല്ല, ആപ്ലിക്കബിൾ അല്ല. ഇവർക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് പ്രൊവിഷൻ 44BBC എന്ന് പറയുന്ന സെക്ഷനിൽ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലക്ഷറി ക്രൂയിസ് ഷിപ്പിംഗ് ബിസിനസ്, ലക്ഷറി എന്നില്ല ക്രൂയിസ് ഷിപ്പിംഗ് ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 44B പ്രിസംപ്റ്റീവ് ടാക്സേഷൻ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ നമുക്ക് പറയാം അതർ ദാൻ ക്രൂയിസ് ഷിപ്പിംഗ് ഇൻ ദ കേസ് ഓഫ് നോൺ റെസിഡൻസ്. ക്രൂയിസ് ഷിപ്പ് ലൈനേഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് പ്രിസംപ്റ്റീവ് പ്രൊവിഷൻ ഇൻകം ടാക്സ് ആക്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം. അപ്പൊ തൽക്കാലത്തേക്ക് 44B ആർക്ക് മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ? അതർ ഷിപ്പിംഗ്, ക്രൂയിസ് ഷിപ്പിംഗ് അല്ലാതെ ബാക്കിയുള്ള പാസഞ്ചേഴ്സോ ലൈഫ് സ്റ്റോക്കോ ഗുഡ്സോ പോലുള്ള സാധനങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യുക. ട്രാൻസ്പോർട്ടേഷൻ മാത്രമാണ് ഇതിന്റെ അകത്ത് എലമെന്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 44B പ്രകാരമുള്ള പ്രിസംപ്റ്റീവ് ടാക്സേഷൻ വേണം എന്ത് ചെയ്യാൻ, ഓപ്റ്റ് ചെയ്യാൻ. അപ്പൊ നോക്കൂ, amounts paid or payable to assessee on account of carriage of passengers, livestock, mail, goods shipped at any port in India. നിങ്ങൾ ആളുകളെയോ ലൈഫ് സ്റ്റോക്കോ മെയിലോ ഗുഡ്സോ ഇന്ത്യയിൽ ഒരു പോർട്ടിലേക്ക് നിങ്ങൾ ഷിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് കാരണം നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? എമൗണ്ട് കിട്ടുന്നുണ്ടാവും. അതും ദാറ്റ് പ്ലസ് എമൗണ്ട് റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. എമൗണ്ട് received or deemed to be received in India for carriage of passengers, livestock, email or not email, mail, goods shipped outside India. സിമ്പിൾ ആയിട്ട് പറഞ്ഞാലേ ഒരു നോൺ റെസിഡന്റിന് ഇന്ത്യയിൽ ഒരു ഇൻകം ടാക്സബിൾ ആവണമെങ്കിൽ ഐദർ ആ ഇൻകം ഇന്ത്യയിൽ എന്താവണം? അക്രൂഡ് ആവണം, അല്ലെങ്കിൽ ആ ഇൻകം ഇന്ത്യയിൽ എന്താവണം? ഫസ്റ്റ് റിസീവ്ഡ് ആവണം. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ ഈ ബോക്സിലെ ആ ഫസ്റ്റ് ബോക്സ് ഒന്ന് നോക്കിയാൽ നിങ്ങൾ, വാട്ട് ഇസ് ദാറ്റ്, വാട്ട് ഇസ് ദെയർ ഇൻ ദ ഫസ്റ്റ് ബോക്സ്? അതായത് നിങ്ങൾ ആൾക്കാരെയോ ഗുഡ്സിനെയോ മെയിലിനെയോ പാസഞ്ചേഴ്സിനെയോ ഇന്ത്യയിൽ ഒരു പോർട്ടിലേക്ക് ഷിപ്പ് ചെയ്യുന്നത് കാരണം എന്തെങ്കിലും എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും, ഇന്ത്യയുടെ പുറത്തേക്ക് ഷിപ്പ് ചെയ്യുന്ന കാരണം നിങ്ങൾക്ക് എമൗണ്ട് ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെയും ടോട്ടൽ എടുത്ത് അതിന്റെ 7.5% ആണ് നിങ്ങൾ എന്തായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രോഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടത്. 7.5% ടാക്സ് റേറ്റ് അല്ല. അതെന്താ? നിങ്ങളുടെ ഈ മൊത്തം ഫ്രൈറ്റ്, ഒരു ഷിപ്പിംഗ് ബിസിനസിന്റെ വരുമാനം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രൈറ്റ് ആയിരിക്കും അല്ലേ? എന്താ ഫ്രൈറ്റ്? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് കിട്ടുന്ന പേയ്മെന്റ്, നമ്മളിപ്പോ ബസ് ടിക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഷിപ്പിങ്ങിന് നമ്മൾ ഫ്രൈറ്റ് എന്നാണ് പറയുക, ഓഷ്യൻ ഫ്രൈറ്റ് എന്ന് നമ്മൾ പറയും. ഈ ഓഷ്യൻ ഫ്രൈറ്റ് ആയിരിക്കും അവരുടെ മെയിൻ റവന്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് ഓഷ്യൻ ഫ്രൈറ്റ് ആയിരിക്കും. അപ്പൊ ഈ ആൾക്കാരെ ഇന്ത്യയിലേക്ക് ഷിപ്പ് ചെയ്യുക അല്ലെങ്കിൽ പുറത്തേക്ക് ഷിപ്പ് ചെയ്യുന്ന കാരണം പൈസ ഇന്ത്യയിൽ കിട്ടുക, ഈ രണ്ട് ഫ്രൈറ്റിനും കൂടെ ടോട്ടൽ എടുക്കുക. എന്നിട്ട് അതിന്റെ അകത്ത് എത്ര അപ്ലൈ ചെയ്യുക? 7.5% അപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻകം കിട്ടും. ആ ഇൻകം ആണ് നിങ്ങളുടെ എന്ത്? പ്രോഫിറ്റ്. നിങ്ങൾ മിനിമം ആ 7.5% പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്താൽ മതി. നിങ്ങൾക്ക് 44B എന്ന് പറയുന്ന ബെനിഫിഷ്യൽ ആണ്. ഇനി ഇതിനകത്തൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ആക്ച്വൽ എക്സ്പെൻസസ് എത്രയാണെന്നോ
നിങ്ങളുടെ ആക്ച്വൽ പ്രോഫിറ്റ് എത്രയാണെന്നോ ഡിപ്പാർട്ട്മെന്റ് കുത്തിപ്പൊക്കാൻ വരില്ല. പകരം എന്ത് ചെയ്താൽ മതി, ഗ്രോസ് റെസിപ്റ്റ്സിന്റെ 7.5% നിങ്ങൾ പ്രോഫിറ്റ് ആയിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. യു ഡോണ്ട് ഹാവ് ടു മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, യു ഡോണ്ട് ഹാവ് ടു പ്രൂവ് ദാറ്റ് യുവർ ആക്ച്വൽ പ്രോഫിറ്റ് ഇസ് 7.5%. ഇതിലൊന്നും ആവശ്യം ഇല്ല. അപ്പൊ അതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ ഓർത്ത് വെക്കുക, ഏതൊക്കെ ആഡ് ചെയ്യേണ്ടേ? എമൗണ്ട് പെയ്ഡ് ഓർ പേയബിൾ ടു ദി അസസി ഓൺ അക്കൗണ്ട് ഓഫ് കാരേജ് ഓഫ് പാസഞ്ചേഴ്സ്, ലൈഫ് സ്റ്റോക്ക്, ഇമെയിൽ, നോട്ട് ഇമെയിൽ എന്ന് ഇപ്പൊ വരുള്ളൂ, മെയിൽ ഓർ ഗുഡ്സ് ഷിപ്ഡ് അറ്റ് എനി പോർട്ട് ഇൻ ഇന്ത്യ. യു ആർ ഷിപ്പിംഗ് സംതിങ് ടു ദി ഇന്ത്യൻ പോർട്ട്. ഓക്കെ, അത് കിട്ടുന്ന ഓഷ്യൻ ഫ്രൈറ്റ് മുഴുവൻ ആ നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഷിപ്പിംഗ് ബിസിനസ് ഇന്ത്യയിൽ എന്തടക്കണം? ടാക്സ് അടയ്ക്കണം. ബിക്കോസ് യു ആർ പ്രൊവൈഡിംഗ് ദ സർവീസസ് ഇൻ ഇന്ത്യ. പ്ലസ് അത് മാത്രം മതിയോ? പോരാ. യു ആർ പ്രൊവൈഡിംഗ് ദ സർവീസസ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് യു ആർ റിസീവിംഗ് ദ പേയ്മെന്റ് ഇൻ ഇന്ത്യ. നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ് എന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾ ഇന്ത്യയിൽ തീർച്ചയായിട്ടും എന്തടക്കണം? ടാക്സ് അടയ്ക്കണം. സോ അത് രണ്ടിനെയും കൂടെ ടോട്ടൽ എടുത്ത് പ്രിസംപ്റ്റീവ് ഇൻകം ഷാൽ ബി 7.5% ഓഫ് സച്ച് എമൗണ്ട്. അതിന്റെ 7.5% നിങ്ങൾ നിങ്ങളുടെ പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? ഡിക്ലെയർ ചെയ്താൽ മതി. ഓൾറൈറ്റ്. അപ്പൊ നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടുകളൊക്കെ ഒന്ന് നോക്കാം. നോട്ട് നമ്പർ 1 എന്താ? എലിജിബിൾ ബിസിനസ് ദാറ്റ് ഇസ് എ നോൺ റെസിഡന്റ് എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ഷിപ്സ് അതർ ദാൻ ക്രൂയിസ് ഷിപ്സ് റെഫേർഡ് ടു ഇൻ സെക്ഷൻ 44 BBC. ഇവിടെ ക്രൂയിസ് ഷിപ്പ് അല്ലാതെ ബാക്കിയുള്ള എല്ലാ ഷിപ്പിംഗ് ബിസിനസ്സുകാർക്കും 44B എന്തായിരിക്കും? എലിജിബിൾ ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ ഷിപ്പിംഗ് ബിസിനസ്സുകാർക്കും 44B എന്ത് ചെയ്യാം? ഓപ്റ്റ് ചെയ്യാം. 44BBC പറയുന്ന ആളുകൾ മാത്രം എന്ത് ചെയ്യാൻ പാടില്ല? 44B ഓപ്റ്റ് ചെയ്യാൻ പാടില്ല. എന്താ 44BBC? അത് അടുത്ത സെറ്റാണ് നമുക്ക് പഠിക്കാം. ക്രൂയിസ് ഷിപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 7.5% ഒന്നും അല്ല, അവർക്ക് അതിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രിസംപ്റ്റീവ് പ്രൊവിഷൻ എന്ത് ചെയ്തിരിക്കുകയാണ്? പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് പിന്നീട് നോക്കാം. ദാറ്റ് ഇസ് നോട്ട് നമ്പർ 1. വാട്ട് ഇസ് നോട്ട് നമ്പർ 2? The above total amount shall include demurrage charges or handling charges or any other amount of similar nature. ഇനി അടുത്തത്, ചിലപ്പോഴേ നമുക്ക് ഓഷ്യൻ ഫ്രൈറ്റ് മാത്രമായിരിക്കില്ല കിട്ടുന്നത്, കൂടെ എന്ത് കിട്ടും? ഡെമറേജസ് കിട്ടും. എന്താ ഡെമറേജ്? നമ്മളിപ്പോ ഈ ടാക്സി ഒക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കില്ലേ എന്ന് പറയുന്ന പോലെ ചില സമയത്ത് ഷിപ്പ് നമ്മുടെ ഇന്ത്യൻ പോർട്ടിലേക്ക് അടുക്കാതെ വരിക എന്ന് വെച്ചാൽ ഇന്ത്യൻ പോർട്ടിലേക്ക് നമുക്ക് കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ പോർട്ട് വളരെ ചെറിയ പോർട്ടാണ്, ഷിപ്പ് വളരെ വലിയ ഷിപ്പാണ്, ട്രാൻസ്ഷിപ്മെന്റിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ വെയിറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഷിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഷിപ്പിംഗ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ എന്ത് കൊടുക്കേണ്ടി വരും? എമൗണ്ട് കൊടുക്കേണ്ടി വരും. ആ എക്സ്ട്രാ കൊടുക്കുന്ന, അതായത് വെയിറ്റിംഗ് ചാർജസ് പോലെ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡെമറേജസ്. നമ്മൾ ഡെമറേജസ് എന്നാണ് സാധാരണ അതിനെ വിളിക്കുക. നമുക്ക് അതിന് വേണമെങ്കിൽ വെയിറ്റിംഗ് ചാർജസ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാം. ഒരു തരം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ വെയിറ്റിംഗ് ചാർജ് ദാറ്റ് വി ഗിവ് ടു ദ ഷിപ്പിംഗ് ബിസിനസ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന വെയിറ്റിംഗ് ചാർജ് തീർച്ചയായിട്ടും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? 44B ടാക്സബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യണം. ശ്രദ്ധിക്കുന്നുണ്ടോ? അതൊന്ന്. അതുപോലെ ഹാൻഡ്ലിംഗ് ചാർജസ്. എന്താ ഹാൻഡ്ലിംഗ് ചാർജ്? നമ്മൾ ചിലപ്പോൾ ഈ ലൈഫ് സ്റ്റോക്ക് ഒക്കെയാണ്, നമ്മുടെ മറ്റേ ജീവനുള്ള മൃഗങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ഫുഡും ബാക്കിയുള്ള അവരുടെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയാൻ പറ്റില്ല, അവരുടെ ഹൈജീൻ നമ്മൾ നോക്കേണ്ടി വരും അല്ലേ? അവര് മറ്റേ അറിയാമല്ലോ, വൃത്തികേടാക്കും. അപ്പൊ നമ്മളത് ക്ലീൻ ഒക്കെ ചെയ്ത് വൃത്തിയാക്കി ഇടണം. ഈ ഷിപ്പ് എന്ന് പറഞ്ഞാലേ ഇത് വൈകിട്ട് പുറപ്പെട്ടു 20 മിനിറ്റിനുള്ളിൽ മറ്റേ പോർട്ടിൽ എത്തില്ല, സമയം എടുക്കും. ഭക്ഷണമൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി വേണം കൊണ്ടുവരാൻ. അപ്പൊ ഇതിനൊക്കെ ചിലപ്പോൾ എന്ത് മേടിക്കും? അവർ എക്സ്ട്രാ ഹാൻഡ്ലിംഗ് ചാർജസ് മേടിക്കും. ഈ ഫ്ലൈറ്റ് കൂടാതെ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടാതെ ഹാൻഡ്ലിംഗ് ചാർജസ് മേടിക്കും. അത് മേടിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്തിന്റെ ഭാഗമാക്കണം? 44B ടാക്സബിൾ ആയിട്ടുള്ള ഒരു ഇൻകത്തിന്റെ ഭാഗം ആക്കണം. അതുപോലെ എനി അതർ ചാർജസ് ഓഫ് സിമിലർ നേച്ചർ. അതുപോലെ ഷിപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ചാർജസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ആഡ് ചെയ്തിട്ട് വേണം. എല്ലാത്തിന്റെയും കൂടെ 7.5% ആണ് നിങ്ങൾ എന്തായിട്ട് കാണേണ്ടത്? നിങ്ങളുടെ പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടത്. അല്ലാതെ ഫ്ലൈറ്റിന്റെ മാത്രം 7.5 ബാക്കിയുള്ള മൊത്തം എടുക്കണം എന്നൊന്നും ഒരിക്കലും ഡിപ്പാർട്ട്മെന്റ് പറയുന്നില്ല. എല്ലാം കൂടെ കൂട്ടി ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ എമൗണ്ടിന്റെ 7.5% നിങ്ങൾ നിങ്ങളുടെ പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? ഡിക്ലെയർ ചെയ്താൽ മതി എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ശരി, അപ്പൊ ഒരു സംശയം, ശരിക്കും ഈ ഷിപ്പിംഗ് ബിസിനസ്സിന് ലോസ് ആയിരുന്നു? ശരിക്കും ഈ ഷിപ്പിംഗ് ബിസിനസ്സിന് എന്തായിരുന്നു? ലോസ് ആയിരുന്നു. അപ്പൊ ലോസ് ആണെങ്കിലും അവരുടെ ഗ്രോസ് റെസിപ്റ്റിന്റെ 7.5% അവര് പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടി വരില്ല ഈ പ്രൊവിഷൻ പ്രകാരം. ലോസ് ആണെങ്കിലും ആക്ച്വൽ എക്സ്പെൻസസ് ഡിസ്റിഗാർഡ് ചെയ്തേക്കാനല്ല ഡിപ്പാർട്ട്മെന്റ് ഇവിടെ പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് ആണെങ്കിലും നിങ്ങളുടെ ഗ്രോസ് റെസിപ്റ്റിന്റെ 7.5% നിങ്ങൾ നിങ്ങളുടെ പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഡിക്ലെയർ ചെയ്യേണ്ടി വരും. അപ്പൊ അസസി ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരിക്കും, എനിക്ക് ലോവർ പ്രോഫിറ്റ് കാണിക്കാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ആൻസർ ഇസ് നോ. 44B അസസി ഡസ് നോട്ട് ഹാവ് എൻ ഓപ്ഷൻ ടു ക്ലെയിം ലോവർ പ്രോഫിറ്റ്. ഇത് മാൻഡറ്ററി ആണ്. ഗ്രോസ് റെസിപ്റ്റ്സിന്റെ 7.5% ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നവനൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലെ നീ ഒന്നും ഇങ്ങോട്ട് വരണ്ട.
എന്നവർ പറയുന്നില്ലെങ്കിലും ഇതിന്റെ ഏതാണ്ട് ഒരു അർത്ഥം അത് തന്നെയാണ്. അത് നിങ്ങൾക്ക് ലോവർ പ്രോഫിറ്റ് കാണിക്കാൻ എന്തില്ല, ഓപ്ഷൻ ഇല്ല. നഷ്ടമാണെങ്കിലേ ആരും നിർബന്ധിച്ചില്ല ഇങ്ങോട്ട് വരണമെന്ന്, വരണ്ട, അത്രേ ഉള്ളൂ. ഇവിടെ ഉള്ളവന്മാരെ കൊണ്ട് നമുക്ക് പറ്റുന്നില്ല, പിന്നെയാണ് ഒരുത്തൻ നഷ്ടമായിട്ട് പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് ദിസ് പ്രൊവിഷൻ ഇസ് ആക്ച്വലി മാൻഡേറ്ററി. SSC ഡസ് നോട്ട് ഹാവ് an ഓപ്ഷൻ ടു ക്ലെയിം ലോവർ പ്രോഫിറ്റ്. ലോവർ പ്രോഫിറ്റ് ക്ലെയിം ചെയ്യാൻ ഇവിടെ ഒരു ഓപ്ഷൻ SSCക്ക് ഇല്ല. ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? അപ്പോ 44B എന്ന് പറയുന്ന പ്രൊവിഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊവിഷൻ. എന്താണത്? നോൺ റെസിഡന്റ് ആണ് നിങ്ങൾ പ്രിസംപ്റ്റീവ് പ്രൊവിഷൻ, നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് നോൺ റെസിഡന്റ് ഷിപ്പിംഗ് ബിസിനസ്സുകാരൻ മാൻഡേറ്ററി ആയിട്ട് ഓപ്റ്റ് ചെയ്യേണ്ട പ്രൊവിഷൻ ആണ് 44B. നോൺ റെസിഡന്റ് ആണ്, ഷിപ്പിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലേക്ക് പോർട്ട് ചെയ്യുന്ന എമൗണ്ടിന്റെ ടോട്ടൽ, ഇന്ത്യയുടെ പുറത്തേക്ക് നിങ്ങൾ ഇന്ത്യയിലേക്ക് ഷിപ്പ് ചെയ്യുന്ന ഇന്ത്യൻ പോർട്ടിലേക്ക് ഷിപ്പ് ചെയ്യുന്ന എമൗണ്ടിന്റെ ടോട്ടൽ, ഇന്ത്യൻ പോർട്ടിന്റെ പുറത്തേക്ക് നിങ്ങൾ ഷിപ്പ് ചെയ്യുന്ന എമൗണ്ടിന്റെ പേയ്മെന്റ് കിട്ടുന്ന ഇന്ത്യൻ ആണെങ്കിൽ അതിന്റെ ടോട്ടൽ, അതിന്റെ അത് ഡെമറേജസും ഹാൻഡ്ലിംഗ് ചാർജും ബാക്കിയുള്ള എമൗണ്ടുകളും എല്ലാം കൂടെ കൂട്ടിയുള്ള ടോട്ടൽ റെസിപ്റ്റിന്റെ 7.5% നിങ്ങൾ നിങ്ങളുടെ പ്രസന്റ് പ്രോഫിറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? മിനിമം ഡിക്ലെയർ ചെയ്യണം. ഇത് നിങ്ങൾക്ക് ശരിക്കും ലോസ് ആണെങ്കിൽ മാൻഡേറ്ററി ആയിട്ടും ഈ പ്രൊവിഷൻ തന്നെ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് മറ്റേ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്ത് ലോവർ പ്രോഫിറ്റ് കാണിക്കാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഇല്ല. യു ഡോണ്ട് ഹാവ് an ഓപ്ഷൻ ടു ഷോ ടു മെയിൻറ്റെയിൻ യുവർ ആക്ച്വൽ ബുക്സ് ആൻഡ് ഷോ ലോവർ പ്രോഫിറ്റ്. ബുക്ക് വേണേ മെയിൻറ്റെയിൻ ചെയ്തു, ലോവർ പ്രോഫിറ്റ് പറഞ്ഞുകൊണ്ട് വരാൻ പാടില്ല. ഈ പ്രൊവിഷൻ എന്താണ്? മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ ഇത് ക്രൂയിസ് ഷിപ്പിംഗ് ബിസിനസ് ചെയ്യുന്ന അസറ്റുകൾക്ക് എന്തുമല്ല, ബാധകവും അല്ല. ശരി, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെങ്കിൽ ഇനിയിപ്പോ എല്ലാവർക്കും ഇവിടെ വരാൻ പോകുന്ന അടുത്തൊരു സംശയം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിക്കുക, ഞാനൊരു നോൺ റെസിഡന്റ് ആണ്. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്നു. കുറച്ച് ഗുഡ്സുമായിട്ട് വന്നു. അങ്ങനെ ഇന്ത്യയിൽ ഞാൻ കുറച്ച് ഗുഡ്സ് എന്ത് ചെയ്തു? ഷിപ്പ് ചെയ്തു. എനിക്കൊരു 10 ലക്ഷം രൂപ ഫ്രൈറ്റ് കിട്ടി. 10 ലക്ഷം രൂപ എനിക്ക് എന്ത് കിട്ടി? ഫ്രൈറ്റ് കിട്ടി. ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് നമുക്ക് ചുമ്മാ ഒരു ഡേറ്റ് പറയാം. ഒരു 15th ജൂലൈ 2024, ഒരു 15ാം തീയതി ജൂലൈ 2024 ഞാൻ ഇന്ത്യയിലേക്ക് വന്നത്. അപ്പൊ എന്റെ ചോദ്യം, ഇന്ത്യയിലേക്ക് വന്ന പ്രീവിയസ് ഇയർ ഏതാണ്? ഞാൻ ഏത് പ്രീവിയസ് ഇയറിലാണ് ഇന്ത്യയിലേക്ക് വന്നത്? 24-25 പ്രീവിയസ് ഇയറിലാണ് ഞാൻ ഇന്ത്യയിലേക്ക് വന്നത്, അല്ലേ? ശരി, ഇവിടെ ആർക്കും പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. 24-25 ഞാൻ ഇന്ത്യയിലേക്ക് വന്നു. അപ്പൊ അടുത്തൊരു പ്രശ്നം ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്, ഞാൻ എന്റെ ഈ 10 ലക്ഷം രൂപ ഇൻകത്തിന് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണ്ടേ? ബിക്കോസ് ഐ ഷിപ്പ് സംതിങ് ടു ദി ഇന്ത്യൻ പോർട്ട്. ടാക്സ് അടയ്ക്കണം. 44B ഓപ്റ്റ് ചെയ്യണം. എപ്പോഴാണ് പക്ഷെ റിട്ടേൺ ഫയൽ ചെയ്യണ്ടേ? റിട്ടേൺ ഫയൽ ചെയ്യേണ്ട എപ്പോഴാ? സാധാരണ ഒരു SSC റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റിൽ, അല്ലേ? അതായത് 31 ജൂലൈ അല്ലെങ്കിൽ 31 ഒക്ടോബർ അല്ലെങ്കിൽ 30th നവംബർ, വാട്ട് എവർ ദ ടൈം. ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഡിറ്റ് ആണെങ്കിൽ 30th നവംബർ, അല്ലാത്ത കേസ് ആണെങ്കിൽ 31 ജൂലൈ അല്ലെങ്കിൽ 31 ഒക്ടോബർ. അപ്പൊ ഇവനൊരു 31 തീയതി ജൂലൈ ഇന്ത്യൻ പോർട്ട് വിട്ട് പോവാണ്. 31 ജൂലൈ 2024 ഇവൻ ഇന്ത്യൻ പോർട്ട് വിട്ട് ദുബായിക്ക് പോവാണ്. ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പൊ അസിസ്റ്റിംഗ് ഓഫീസർ മറ്റേ തീരത്ത് പോയി നിന്നിട്ട് പറയാണ്, മോനെ റിട്ടേൺ ഫയൽ ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ SSC പറയാണ്, ചെയ്തിരിക്കും. 31 ജൂലൈ 2025 ആകുമ്പോ സാറ് നോക്കിക്കോ, പോർട്ടലിൽ എന്റെ എന്തുണ്ടാവും? റിട്ടേൺ ഉണ്ടാവും. ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് ഇവനങ്ങ് പോകും. ഇവനങ്ങ് പോയാൽ പിന്നെ ഇവനെ മൈഷീട്ട് നോക്കിയാൽ കിട്ടുക, അല്ലേ? ഇവൻ ചിലപ്പോ ഇനി മുതൽ ഇന്ത്യയിലേക്ക് വരികയേ ഇല്ല. കാരണം ഇതിപ്പോ എന്തോ ഒരു ഷിപ്മെന്റ് വന്നുകൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ട് തട്ടിയിട്ട് പോയതാണ്. ഇനിയിപ്പോ ഭാവിയിൽ വരുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും അസിംഗ് ഓഫീസർ എന്താണ്, മറ്റേ ദുബായ് പോർട്ട് ആസ്പദമാക്കി ഒരു ബോട്ട് മറ്റേ വാടകയ്ക്ക് എടുത്ത് പുറകെ പോയി ചേസ് ചെയ്ത് പിടിച്ച് ഇവനെ പിടിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമോ? അതൊക്കെ ഇമ്പോസിബിൾ ആണ്. സിനിമ മാത്രം നടക്കും. മറ്റേ സിംഗം പടങ്ങളിൽ സാധാരണ അങ്ങനെയാണ്. സിംഗം പടത്തിൽ സിംഗം എത്ര വലിയ കൊലയാളിയാണെങ്കിലും ഇന്ത്യ വെച്ച് ഒന്നും ചെയ്യില്ല. എന്ത് വൃത്തിയോട് കാണിച്ചാലും ഇന്ത്യ വിട്ട് പോകുന്ന മൊമെന്റ് തൊട്ട് സിംഗം ഇറങ്ങും. പിന്നെ അവൻ ഏത് രാജ്യത്ത് പോയാലും അവൻ അവിടെ പോയി വേട്ടയാടി പിടിച്ച് തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ പറയുന്ന പോലെ അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇവിടെ ഉള്ള ഒരു എളുപ്പമാർഗം എന്താ? ഇവനെ കൊണ്ട് പോകുന്നതിന് മുമ്പേ ടാക്സ് അടപ്പിക്കുക എന്നുള്ളതാണ്, അല്ലേ? നീ ഇന്ത്യയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം എന്നുള്ളതല്ലേ ഇവിടെ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം. അതുകൊണ്ട് ഒക്കേഷണൽ ഷിപ്പിംഗ് ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, എന്ത് ബിസിനസ്സാ? ഒക്കേഷണൽ ഷിപ്പിംഗ് ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ 44B നിങ്ങൾ ഫോളോ ചെയ്യണ്ട. നിങ്ങൾ വെട്ടരുത് കേട്ടോ. ഇത് 44B ഫോളോ ചെയ്യണ്ട എന്ന് സിംബോളിക് ആയിട്ട് ഞാൻ വെട്ടിയതാണ്. നിങ്ങൾ ബുക്കിൽ കയറി വെട്ടരുത്. 44B നിങ്ങൾ ഒക്കേഷണൽ ഷിപ്പിംഗ് ബിസിനസ് ആണെങ്കിൽ എന്ത് ചെയ്യണ്ട? ഫോളോ ചെയ്യണ്ട. പകരം എന്ത് ചെയ്യണം? സെക്ഷൻ 172 ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾ ആരാണെങ്കിൽ ഒക്കേഷണൽ ഷിപ്പിംഗ് ബിസിനസ് ആണെങ്കിൽ സെക്ഷൻ 172 ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിച്ചേ, ഒക്കേഷണൽ ഷിപ്പിംഗ് ബിസിനസ് എന്താണെന്ന് ചോദിച്ചാൽ, ഫ്രീക്വന്റ് ആയിട്ട് ഇന്ത്യയിൽ ഒരു ബേസ് ഇല്ലാതെ, ഫ്രീക്വന്റ് ആയിട്ട് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാത്ത, വല്ലപ്പോഴും മാത്രം വന്നു പോകുന്ന നോൺ റെസിഡന്റ് ഷിപ്പിംഗ് ബിസിനസ്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഒക്കേഷണൽ. വന്നാ വന്നു,
പോയാ പോയി എന്ന് പറയുന്ന പോലെയാണ്. ചിലപ്പോൾ വരും, അടുത്ത കൊല്ലം വരാം, വരാതിരിക്കാം. അപ്പൊ ഇങ്ങനെ അൺസർട്ടൺ ആയിട്ടുള്ള വന്നു പോകുന്ന ആൾക്കാർക്ക് ഇൻകം ടാക്സ് ആക്ടിൽ ഒരു സെപ്പറേറ്റ് കോഡ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു സംശയം, അപ്പോ കേട്ടെ, നിങ്ങൾ സ്ഥിരമായി ഇന്ത്യയിൽ ബേസ് ഉള്ള ഒരു നോൺ റെസിഡന്റ് ഷിപ്പിംഗ് ബിസിനസ് ആണെന്ന് വിചാരിക്കുക. ഇന്ത്യയിൽ സ്ഥിരമായിട്ട് ബേസ് ഉള്ള ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ ഒരു ഓഫീസോ ഒക്കെ ഉള്ള സ്ഥിരമായി ബേസ് ഉള്ള ഒരു നോൺ റെസിഡന്റ് ഷിപ്പിംഗ് ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് 44B ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. 7.5% ഡിക്ലെയർ ചെയ്യുക. സാധാരണ അസസ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുക, ടാക്സ് അടയ്ക്കുക. നിങ്ങളുടെ അസസ്മെന്റും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം സാധാരണ ഒരു അസസിയുടെ കേസിൽ നടക്കുന്ന പോലെ തന്നെയാണ് നടന്നു പോകുന്നത്. അപ്പൊ പല പല പ്രൊവിഷൻസ് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിരിക്കും. എന്നാൽ ഒക്കേഷൻ ഷിപ്പിംഗ് ബിസിനസ് ആണെങ്കിൽ ആ ഒക്കേഷൻ ഷിപ്പിംഗ് ബിസിനസ് ചെയ്യുന്ന അസസി വേറെ ഒരു പ്രൊവിഷനും എന്ത് ചെയ്യണ്ട, ഫോളോ ചെയ്യണ്ട. അവർക്ക് ഒരൊറ്റ പ്രൊവിഷൻ ഫോളോ ചെയ്താൽ മാത്രം മതി. അതായത് 172. ഇതൊരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. അതിന്റെ സൂപ്പർ മാർക്കറ്റിലെ പ്രത്യേകത എന്താ? അപ്പൊ നിങ്ങൾ സാധാരണ ഒരു ഷോപ്പിൽ പോകുന്നു, സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സൂപ്പർ മാർക്കറ്റിൽ പോയാൽ എല്ലാം എടുക്കാം. പച്ചക്കറി, വെജിറ്റബിൾസ് രണ്ടും ഒന്നാണ്. വെജിറ്റബിൾസും ദെൻ നമ്മുടെ മീറ്റും പിന്നെ എന്താണ് ഫ്രൂട്ട്സും പിന്നെ നമുക്ക് അല്ലറ ചില്ലറ വേണ്ട നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസും പിന്നെ അരി സാധനങ്ങളും എല്ലാം നമുക്ക് അവിടെ തന്നെ കിട്ടും അല്ലേ. തുണി വരെ സെല് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഓൾ ഇൻ വൺ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സ്വർണം തുണിയും വരെ കിട്ടും. സ്വർണം ഉണ്ടായിരിക്കില്ല, തുണി കിട്ടുന്ന സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. നിങ്ങൾ പിന്നെ പുറത്തേക്ക് പല പല സ്ഥലങ്ങളിൽ പോയി വണ്ടി നിർത്തി പാർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ഷോപ്പ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് പറയുന്ന പോലെ ഇതൊരു ഷോപ്പിംഗ് മാളാണ് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റാണ് ഈ ഒക്കേഷൻ ഷിപ്പിംഗ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക്. അതെന്താ വെച്ചാല് അവര് പല പല പ്രൊവിഷൻ തുറന്നു നോക്കി പല പല പ്രൊവിഷൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫോളോ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? അവരൊരൊറ്റ പ്രൊവിഷൻ മാത്രം ഫോളോ ചെയ്താൽ മതി. ഏതാണ് പ്രൊവിഷൻ? 172. ദാറ്റ് ഈസ് പ്രോഫിറ്റ്സ് ഓഫ് NR ഫ്രം ഒക്കേഷണൽ ഷിപ്പിംഗ് ബിസിനസ്. നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറയും. കാരണം ഈ 172 പ്രകാരമാണ് നിങ്ങൾ നിങ്ങളുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. 172 പ്രകാരം നിങ്ങൾ സെപ്പറേറ്റ് റേറ്റ് ഓഫ് ടാക്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 172 പ്രകാരമാണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ഫയൽ ചെയ്യപ്പെട്ട റിട്ടേണിന്റെ ഡിപ്പാർട്ട്മെന്റ് അസസ് ചെയ്യുന്നത് 172 പ്രകാരം തന്നെയായിരിക്കും. സോ ഇതൊരു കംപ്ലീറ്റ് കോഡാണ്. നിങ്ങൾ ഇൻകം ടാക്സ് ആക്ടിലെ വേറെ പ്രൊവിഷൻസ് ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫോളോ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഫുൾ ആൻഡ് ഫൈനൽ ആയിട്ട് 172 മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ റെഫർ ചെയ്താൽ മതി എന്നുള്ളതാണ് ഇതിന്റെ കൺക്ലൂഷൻ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ എത്ര പറഞ്ഞത് മനസ്സിലായി എന്താണെന്ന്? അപ്പൊ 44Bയും 172 കൺഫ്യൂസ് ചെയ്യരുത്. 44B എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ് ആയിട്ട് ഷിപ്പിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരു NR ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രൊവിഷനും 172 ഇസ് എ കൈൻഡ് ഓഫ് ഒക്കേഷണൽ ഷിപ്പിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരു NR എന്നുള്ള പ്രൊവിഷനുമാണ്. ദിസ് ഇസ് എ ഫുൾ ആൻഡ് ഫൈനൽ കോഡ് വേർ ദിസ് അസസി ഡസ് നോട്ട് റിക്വയർ ടു റെഫർ എനി അതർ പ്രൊവിഷൻസ് ഓഫ് IT Act. വേറെ ഒരു പ്രൊവിഷനും അയാൾ റെഫർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. 172 വരാം. പ്രോഫിറ്റ് ഓഫ് NR ഫ്രം ഒക്കേഷണൽ ഷിപ്പിംഗ് ബിസിനസ് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് നമ്മൾ ഇതിനെ വിളിക്കാറ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഈ ബോക്സ് ആണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താ? പ്രിസംപ്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 7.5% ഓഫ് ദ ഗ്രോസ് എമൗണ്ട് ടാക്സബിൾ ഇൻ ഇന്ത്യ. അപ്പൊ നിങ്ങൾക്ക് ഇന്ത്യയിൽ ടാക്സബിൾ ആവുന്ന ഗ്രോസ് എമൗണ്ട് എടുക്കുക. അതിന്റെ 7.5% ആണ് നിങ്ങൾ എന്തായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടത്? പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരും? 44B ഓർമ്മ വരും. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്നാ പിന്നെ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. അത് ആ 7.5% മാത്രമേ സെയിം ഉള്ളൂ. ബാക്കി ഇവിടെ റിട്ടേൺ ഫയലിംഗും ഇവിടെ തന്നെയാണ് നിങ്ങളുടെ അസസ്മെന്റും ഇവിടെ തന്നെയാണ് റേറ്റ് ഓഫ് ടാക്സും എല്ലാം തന്നെ അവർ എന്ത് ചെയ്തിരിക്കുന്നത്? പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ 44B പോലെ തന്നെ പ്രിസംപ്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? ഗ്രോസ് എമൗണ്ട് ടാക്സബിൾ ഇൻ ഇന്ത്യയുടെ 7.5%. ശരി, ഇനി അടുത്തൊരു സംശയം. ഇവിടെ ഈ ഷിപ്പിംഗ് ബിസിനസ്സിലെ ശരിക്കും പറഞ്ഞാൽ ആ ഷിപ്പിംഗ് കമ്പനിയുടെ മുതലാളി വരുമോ ഷിപ്പിന്റെ കൂടെ? ഷിപ്പിംഗ് കമ്പനിയുടെ ഒറിജിനൽ മുതലാളി വരുമോ ഷിപ്പിന്റെ കൂടെ? ഒരിക്കലും വരില്ല. അപ്പൊ ഷിപ്പ് ഇന്ത്യയിൽ വരുന്നു. ആ ഷിപ്പിലെ ഏറ്റവും ഹയസ്റ്റ് റാങ്കിങ് ഓഫീസർ എന്ന് പറയുന്നത് ആരായിരിക്കും? ക്യാപ്റ്റൻ ആയിരിക്കും. നമ്മൾ മാസ്റ്റർ ഓഫ് ദ ഷിപ്പ് എന്ന് പറയും. ആരായിരിക്കും? ക്യാപ്റ്റൻ ആയിരിക്കും. അപ്പോ ആക്ട് പറയാണ് ദ മാസ്റ്റർ ഓഫ് ദ ഷിപ്പ് ഇസ് ലയബിൾ ഫോർ ദ പേയ്മെന്റ് ഓഫ് ദ ടാക്സ്. കറക്റ്റ് സമയത്ത് പേ ചെയ്യുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ്? മാസ്റ്ററുടെ ഉത്തരവാദിത്വമാണ്. മാസ്റ്റർക്ക് 2 ഉത്തരവാദിത്തങ്ങളുണ്ട്. 1, ടാക്സ് കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യണം? പേ ചെയ്യണം. 2, റിട്ടേൺ എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം. സാധാരണ അസസി എന്ന് പറയുന്നത് ഇൻകത്തിന്റെ യഥാർത്ഥ ഓണറിലെ അസസി. ഇവിടെ മാസ്റ്റർ ആണ് സിംബോളിക് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. അതായത് മാസ്റ്ററിനോട് പറഞ്ഞിരിക്കുകയാണ്, താനല്ലേ ഈ ഷിപ്പിന്റെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ. അപ്പൊ താൻ ഒരു കാര്യം ചെയ്യണം, ഇന്ത്യയിൽ പോകുന്നതിന് മുമ്പ് റിട്ടേൺ ഫയൽ ചെയ്യണം, ടാക്സ് അടയ്ക്കണം.
മൂന്നാമത്തെ കാര്യം, ടാക്സ് അടയ്ക്കാം. റേറ്റ് എത്രയാണെന്നുള്ളതാണ്. ടാക്സ് അടയ്ക്കാൻ എന്ത് വേണം? റേറ്റ് ഓഫ് ടാക്സ് വേണ്ടേ? അതും 172 തന്നെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വേറൊന്നും ഫോളോ ചെയ്യണ്ട, 172 തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ റേറ്റ് എത്രയാണ്? റേറ്റ് ഓഫ് ടാക്സ് ആപ്ലിക്കബിൾ ടു ഫോറിൻ കമ്പനി അറ്റ് 35% പ്ലസ് സർചാർജ് ഇഫ് എനി പ്ലസ് സെസ്. ശ്രദ്ധിച്ചേ, ഫോറിൻ കമ്പനിയുടെ റേറ്റ് അല്ല അവിടെ കൊടുത്തേക്കുന്നത്. അവിടെ എന്താ കൊടുത്തേക്കുന്നത്? നിങ്ങൾ എന്ത് തരം അസസ് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ഫോറിൻ കമ്പനിക്ക് വരുന്ന 35 സർചാർജ് സെസ് ആയിരിക്കും നിങ്ങളുടെ റേറ്റ് ഓഫ് ടാക്സ്. എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളൊരു നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണെന്ന് വിചാരിക്കുക. ഒക്കേഷണൽ ഷിപ്പിംഗ് ആണ് നിങ്ങളുടെ പരിപാടി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ സ്ലാബ് റേറ്റ് അല്ലേ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവുന്നത്? ഏതാ 2.5 വരെ ഇല്ല, 2.5 to 5%, 5 to 10, 20, 10 above 30 ഇതല്ലേ വരേണ്ടത്. എന്നാൽ ഇതല്ല വരാൻ പോകുന്നത്. പിന്നെന്താ വരാൻ പോകുന്നത്? ഒക്കേഷണൽ ആണെങ്കിലേ നമ്മൾ ഫോറിൻ കമ്പനിക്ക് വരുന്ന റേറ്റ് ഏതോ ആ റേറ്റിൽ തന്നെ നിങ്ങൾ ഇന്ത്യയിൽ എന്തടക്കണം? ടാക്സ് അടയ്ക്കണം. ഫോറിൻ കമ്പനിയുടെ ലേറ്റസ്റ്റ് റേറ്റ് എത്ര? 35% അല്ലേ ഫോറിൻ കമ്പനിയുടെ ലേറ്റസ്റ്റ് റേറ്റ്? പ്ലസ് സർചാർജ് വരില്ലേ? വരാതിരിക്കാൻ ഡിപ്പെൻസ് അപ്പോൺ ദ സൈസ് ഓഫ് ടോട്ടൽ ഇൻകം. പ്ലസ് 4% സെസ്സും വരില്ലേ? അപ്പൊ ഫോറിൻ കമ്പനിയുടെ റേറ്റ് ഓഫ് ടാക്സ് ആയത് 35% പ്ലസ് സർചാർജ് പ്ലസ് സെസ്. ഈ റേറ്റിലാണ് നിങ്ങൾ എന്തടയ്ക്കേണ്ടത്? ടാക്സ് അടയ്ക്കേണ്ടത്. ക്ലിയർ ആണോ? നിങ്ങൾ എന്ത് തരം അസസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അത് അറിയേണ്ട ആവശ്യമില്ല. 35% ഞങ്ങളുടെ കയ്യിൽ എന്ത് കിട്ടണം? ടാക്സ് കിട്ടണം. നമ്മൾ സാധാരണ ഈ ഫോറിനേഴ്സ് ഒക്കെ വരുമ്പോൾ ചെയ്യുന്ന ഒരു സ്ഥിരം പരിപാടി ഉണ്ടല്ലോ. എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ ഫോറിനേഴ്സ് ഒക്കെ വരുന്ന ഒരു ഷോപ്പിൽ നിങ്ങൾ പോയാൽ കാണാം ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും സാധനങ്ങൾ. അല്ല, ഇപ്പൊ നമ്മൾ വർക്കല അല്ലെങ്കിൽ ഗോവ, കോവളത്തൊക്കെ പോയിട്ട് അവിടുത്തെ ഷാക്ക് ഉണ്ട്, ചെറിയ ചെറിയ കടകളുണ്ട്. ഈ ഷാക്സിലൊക്കെ പോയിട്ട് നിങ്ങളൊരു സാധനം മേടിച്ചാൽ നല്ല വില ഉണ്ടാവും. ഞാൻ പറഞ്ഞ എല്ലായിടത്തും ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നല്ല, എന്നാലും പൊതുവെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം എന്താ? ആ സായിപ്പും മദാമയും വരുന്നു, അവർ സാധനങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അവർ മേടിക്കുന്നു. അവർ വീണ്ടും വന്ന് ഈ കടയിൽ വന്ന് മറ്റേ യൂറോപ്പിൽ നിന്ന് വീണ്ടും ഫ്ലൈറ്റ് പിടിച്ച് വന്ന് ഈ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമോ? ഇല്ല. കസ്റ്റമേഴ്സ് എല്ലാം ആരായിരിക്കും? വൺ ടൈം കസ്റ്റമേഴ്സ് ആയിരിക്കും. മേടിക്കണം തോന്നി അവർ മേടിച്ചങ്ങ് പോകും. അവർ ആ ഒരു റേറ്റ്, ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പം വല്ലപ്പോഴും വരുമ്പോൾ മാക്സിമം അറുത്ത് വിടുക എന്ന് പറയുന്നല്ലേ, അതേ പരിപാടി തന്നെയാണ് ഇവിടെ ഡിപ്പാർട്ട്മെന്റ്. എന്താണത്? ഒക്കേഷണൽ എന്ന് പറഞ്ഞാൽ ഇന്ന് വരും, നാളെ വരുമോ വരില്ലോ നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അറുത്ത് വിട്ടേക്ക്. ഇൻകം ടാക്സ് ആക്ടിലെ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഏതാണ്? 35 അല്ലേ? കൊടുത്തോ. അവൻ നോൺ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഒന്നും നമ്മുടെ വിഷയമല്ല, ഒക്കേഷൻ അല്ലേ? അടിച്ചോ, 35 കൊടുത്തു. സർചാർജ് ഫോറിൻ കമ്പനി ഇട്ടാൽ മതി. സെസ് പിന്നെ എല്ലാവർക്കും 4%. അപ്പൊ 35% സർചാർജ് സെസ്. ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ലീഗൽ സ്റ്റാറ്റസ് ഇതായിരിക്കും നിങ്ങൾ എന്തായിട്ട് കൊടുക്കേണ്ടത്? ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത്. എത്തിക്കുന്നുണ്ടോ? കഴിഞ്ഞിട്ടില്ല. റേറ്റ് ഓഫ് ടാക്സ് ആപ്ലിക്കബിൾ ടു ഫോറിൻ കമ്പനി ദാറ്റ് ഇസ് 35% പ്ലസ് സർചാർജ് പ്ലസ് സെസ്. ഇനി ഇതിന്റെ പ്രൊസീജിയർ നോക്കി. ഇത് 3 ഹൈലൈറ്റ് ആണ് കേട്ടോ. ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ 172 3 പ്രധാന കാര്യങ്ങൾ എന്ന് മനസ്സിലാൻ വേണ്ടി ഞാൻ കൊടുത്തു എന്നേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒന്നൊന്നായിട്ട് പഠിക്കാം. ശ്രദ്ധിച്ചേ, ഇവിടുത്തെ ഏറ്റവും വലിയ റിസ്ക് എന്തായിരുന്നു? ഈ ഷിപ്പ് ഇന്ത്യൻ ബോട്ട് വിട്ട് പോയാൽ പിന്നെ റിട്ടേൺ ഫയൽ ചെയ്യോ ടാക്സ് അടയ്ക്കോ എന്നൊക്കെ ഉള്ളല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് റിസ്ക്. ആ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് അവരെന്താ പറഞ്ഞിരിക്കുന്നത്? മാസ്റ്റർ ഹാവ് ദ ഒബ്ലിഗേഷൻ ടു ഫയൽ റിട്ടേൺ ആൻഡ് പേ ദ ടാക്സസ്. ഷിപ്പിന്റെ മാസ്റ്റർ ഏതവനാണോ ലെവൻ ഷിപ്പ് വിട്ട് പോകുന്നതിന് മുമ്പ് ഇന്ത്യയിൽ റിട്ടേൺ ഫയൽ ചെയ്ത് ടാക്സ്. Return should be filed before the departure of the ship from that port in India. എപ്പോ റിട്ടേൺ ഫയൽ ചെയ്യണം? ഷിപ്പ് ആ ഇന്ത്യൻ പോർട്ട് വിട്ടു പോകുന്നതിന് മുമ്പ് എന്തടക്കണം? റിട്ടേൺ ഫയൽ ചെയ്ത് ടാക്സ് അടയ്ക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ? Then നോട്ട് ടു എന്താ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേ, അതായത് ഇപ്പോ ചുരുക്കം പറഞ്ഞ മാസ്റ്റർക്ക്, അതായത് ഈ ഇന്ത്യയിൽ വരുന്ന ഒരു ഷിപ്പിനെ ഇന്ത്യയുടെ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടണം? കസ്റ്റംസിന്റെ ക്ലിയറൻസ് കിട്ടണ്ടേ? അല്ല ചുമ്മാ ക്യാപ്റ്റന് തോന്നുമ്പോൾ ഷിപ്പ് ഓണാക്കി ഓടിച്ചോണ്ട് പോവോ? ഇല്ല, കസ്റ്റംസിന്റെ ക്ലിയറൻസ് കിട്ടണം. കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് NOC വേണം. ഞങ്ങൾക്ക് അടയ്ക്കാനുള്ള എല്ലാ ഉമാർ തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് വേറെ ഒബ്ജക്ഷൻ ഒന്നും ഇല്ല. ആ NOC കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റിട്ടേൺ ഫയൽ ചെയ്ത് ടാക്സ് അടയ്ക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ ഇവിടെ ക്യാപ്റ്റൻ പെട്ടെന്ന് അസിംഗ് ഓഫീസറെ കണ്ടിട്ട് പറയണം, സാർ എനിക്ക് എത്രയും പെട്ടെന്ന് എന്ത് വേണം? യൂറോപ്പിലേക്ക് പോകണം, അത്യാവശ്യമാണ്, നിൽക്കാൻ പറ്റില്ല, അത്യാവശ്യമായിട്ട് യൂറോപ്പിലേക്ക് പോകണം, ഭയങ്കര എമർജൻസിയാണ് എന്ന് പറയാണ്. അപ്പൊ ക്യാപ്റ്റൻ പറയണ, സാർ എനിക്ക് ഇനി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു എന്തില്ല, സാവകാശം ഇല്ല, സംതിങ് സഫീഷ്യന്റ് റീസൺ ഉണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് പോയേ പറ്റുള്ളൂ എന്ന് പറയാം. അപ്പൊ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള കേസുകളിൽ പറയും, എന്നാ ക്യാപ്റ്റൻ നീ ഒരു കാര്യം ചെയ്യേ, നീ ഇവിടെ എനിക്ക് ഒരു ബലിയാടിനെ തന്നിട്ട് പോകാൻ പറയും. എന്താണ് ബലിയാട്? നിന്റെ റെപ്രസെന്റേഷനിൽ എനിക്ക് ഇവിടെ ഒരാളെ നീ അപ്പോയിന്റ് ചെയ്തിട്ട് പോകും. അതായത് നിന്റെ ഒരു ഓതറൈസ്ഡ് ഏജന്റ് ആയിട്ട് നീ ഒരുത്തനെ ഇവിടെ എന്ത് ചെയ്യണം? അപ്പോയിന്റ് ചെയ്യണം. അവൻ വേണം ഇനി നിന്റെ ബിഹാഫിൽ റിട്ടേൺ ഫയൽ ചെയ്ത് എന്തടയ്ക്കാൻ?
ടാക്സ് അടയ്ക്കാം. ശ്രദ്ധിക്കുന്നുണ്ടോ? റിട്ടേൺ ഫയൽ ചെയ്യാനും അവനെ കൊണ്ട് ടാക്സ് അടപ്പിക്കാനുമുള്ള എല്ലാ സാറ്റിസ്ഫാക്ടറി അറേഞ്ച്മെന്റും നീ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായ ഞാൻ നിനക്ക് എന്ത് തന്നേക്കാം? ഇന്ത്യ വിട്ട് പോകാനുള്ള അനുമതി തന്നേക്കാം. ശ്രദ്ധിക്കുന്നുണ്ടോ? സോ അതാണ് അടുത്ത നോട്ട് എന്ന് പറയുന്നത്. നോക്കിയേ, ഇഫ് AO satisfied that it is not possible for the master of the ship to file return before departure of the ship from the port and the master has made satisfactory arrangement for filing return and payment of taxes. Master return file ചെയ്യാനും ടാക്സ് അടയ്ക്കാനും എല്ലാ സാറ്റിസ്ഫാക്ടറി അറേഞ്ച്മെന്റും ചെയ്തിട്ടുണ്ട് എന്ന് ഡിപ്പാർട്ട്മെന്റിന് ഉറപ്പാണെങ്കിൽ then the master has made satisfactory arrangements for filing return and payment of taxes, then such authorized person should file the return within a period of 30 days from the departure of the ship. അതായത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, due to sufficient reason right now master is not in a position to submit the return and pay the taxes. അങ്ങനെയാണെങ്കിൽ മാസ്റ്റർ എന്ത് ചെയ്യണം? You have to appoint an authorized agent. ആ authorized agent എന്ത് ചെയ്തോളൂ? റിട്ടേൺ ഫയൽ ചെയ്ത് ടാക്സ് അടയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തോളൂ. അയാൾ ഇനി അത് എപ്പോൾ ചെയ്യണം? ഷിപ്പ് ഇന്ത്യൻ പോർട്ട് വിട്ട് പോകുന്ന ഡേറ്റ് തൊട്ട് 30 ദിവസത്തിനകം റിട്ടേൺ ഫയൽ ചെയ്ത് എന്ത് അടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. ഈ ഓതറൈസ്ഡ് ഏജന്റ് എന്ന് പറഞ്ഞാലേ ചുമ്മാ സാറേ 11 അടച്ചോളും എന്ന് പറഞ്ഞിട്ട് പോവല്ല. അവന് ഒരു വാലിഡ് പവർ ഓഫ് അറ്റോർണി സബ്മിറ്റ് ചെയ്ത് അവൻ എന്താക്കണം? നമ്മൾ ഓതറൈസ്ഡ് ഏജന്റ് ആക്കണം. ഇനി ആ ഷിപ്പ് പോയി കഴിഞ്ഞാലേ പിന്നെ ആരാ പെടാൻ പോകുന്നത്? ഓതറൈസ്ഡ് ഏജന്റ് ആണ്. അവൻ ടാക്സ് അടയ്ക്കുക, ബാക്കിയുള്ള തലവേദനകളെല്ലാം അവന്റെ തല വരും. ഇനി ടാക്സ് അടച്ചില്ലെങ്കിൽ അവന്റെ പേഴ്സണൽ അസറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന് വേണമെങ്കിൽ എന്തും ചെയ്യാം, റിക്കവറി വരെ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുന്നുണ്ടോ? ഓതറൈസ്ഡ് ഏജന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഓതറൈസ്ഡ് ഏജന്റ് സാറ് എനിക്കൊന്നും അറിയാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓതറൈസ്ഡ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ലോക്കാണ്. സാധാരണ ഇങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾ ഏതാണ്ട് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ട എമൗണ്ടിന് ഇക്വലന്റ് ആയിട്ട് ബാങ്ക് ഗ്യാരണ്ടി സബ്മിറ്റ് ചെയ്യാൻ ആര് പറയും? AO പറയും. ആരോട്? മാസ്റ്ററോട്. അല്ലെങ്കിൽ ആർക്കാണ്? ഓതറൈസ്ഡ് ഏജന്റ് ചിലപ്പോൾ എന്തുണ്ടാവും? ഹാർഡ്ഷിപ്പ് ഉണ്ടാവും. ഇതുപോലുള്ള കേസുകളിൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും തിയറിറ്റിക്കലി ഇത്രയേ ഉള്ളൂ. എന്താണത്? AO satisfied that it is not possible for the master to submit the return and pay the taxes before departure of the ship, and the master has made all the satisfactory arrangement for the payment of taxes and filing return, then AO may allow the master to go out of the Indian port even without filing the return and paying the taxes. In such a case, that authorized agent have to file the return and pay the taxes within 30 days from the departure of that ship from that respective port from India. ഇതാണ് ശരിക്കും തിയറി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, റിട്ടേൺ ഫയൽ ചെയ്ത് ടാക്സ് അടയ്ക്കാനുള്ള ഏതൊരു ഉത്തരവാദിത്വമാണ്? മാസ്റ്റർ. ഇനിയിപ്പോൾ അവനത് പറ്റില്ല, അത് ഇന്ത്യൻ പോർട്ട് വിട്ട് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്യണം സാധാരണ. ഇപ്പൊ മാസ്റ്റർക്ക് പറ്റുന്നില്ല എന്നാണെങ്കിൽ മാസ്റ്റർ എന്ത് ചെയ്താൽ മതി? ഒരു ഓതറൈസ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്ത് സാറ്റിസ്ഫാക്ടറി അറേഞ്ച്മെന്റ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയാൽ ഡിപ്പാർട്ട്മെന്റ് പറയും, മാസ്റ്ററോട് പൊക്കോളാൻ പറയും. പിന്നീട് ആര് ഫയൽ ചെയ്താൽ മതി? ഓതറൈസ് ഏജന്റ് റിട്ടേൺ ഫയൽ ചെയ്യണം. ശരി. അപ്പോ ഇപ്പോ ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ എന്തുണ്ട്? ഒരു റിട്ടേൺ ഉണ്ട്. ഇനി ഡിപ്പാർട്ട്മെന്റ് ആ റിട്ടേണിന് എന്ത് ചെയ്യും? ഒരു അസസ്മെന്റിന് സബ്ജക്റ്റഡ് ആക്കും അല്ലെ? ഡിപ്പാർട്ട്മെന്റ് അസസ്മെന്റിനെ സബ്ജക്ട് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി വാട്ട് യു മീൻ ബൈ സബ്ജക്ടിങ് എ റിട്ടേൺ ഫോർ അസസ്മെന്റ്? എന്ത് ഈ അസസ്മെന്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? ക്രോസ് വെരിഫിക്കേഷൻ ആണ്. അതായത് ഒരു റെഗുലർ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ, നോർമൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നു. റിട്ടേണിനകത്ത് നിങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള പാരാമീറ്റേഴ്സ് ശരിയാണോ തെറ്റാണോ എന്ന് ആര് വെരിഫൈ ചെയ്യും? ഡിപ്പാർട്ട്മെന്റ് വെരിഫൈ. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അസസ്മെന്റ്. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഇപ്പോ ഒരു റിട്ടേൺ ഫയൽഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ ഒന്നിലെ മാസ്റ്റർ അല്ലെങ്കിൽ ആ ഓതറൈസ്ഡ് ഏജന്റ് ഒരു റിട്ടേൺ ഫയൽഡ് ആയിട്ടുണ്ട്. ആ റിട്ടേണിന് ഡിപ്പാർട്ട്മെന്റ് റിട്ടേണിലെ പാരാമീറ്റേഴ്സ് കറക്റ്റ് ആണോ എന്ന് എന്ത് ചെയ്യും? വെരിഫൈ ചെയ്യും. ആ വെരിഫൈ ചെയ്യുന്ന പ്രോസസ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അസസ്മെന്റ്. അപ്പോ ഈ വെരിഫൈ ചെയ്യേണ്ടത് ആരാ? അസസിംഗ് ഓഫീസർ ആണ്. അപ്പൊ അസസിംഗ് ഓഫീസർ ഓൺ റെസിപ്റ്റ് ഓഫ് റിട്ടേൺ pass the order of assessment within how many months? 9 months from the end of the financial year in which return is filed. റിട്ടേൺ ഫയൽ ചെയ്ത ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് തൊട്ട് 9 മാസത്തിനകം അസസിംഗ് ഓഫീസർ ആ ഷിപ്പിംഗ് ബിസിനസിന്റെ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് റിപ്പോർട്ട് എന്ത് ചെയ്തിരിക്കണം? റെഡി ആക്കിയിട്ടുണ്ടാകണം എന്നാണ് ആക്ട് പറയുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോ ശ്രദ്ധിച്ചേ, ആ മാസ്റ്റർ റിട്ടേൺ ഫയൽ ചെയ്യുന്നു. ആ റിട്ടേൺ ഫയൽ ചെയ്തത് ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾ 31 ജൂലൈ 2024 ഇന്ത്യ വിട്ടു പോകുന്നത്. അപ്പൊ ഇയാൾ ചുരുക്കം പറഞ്ഞ റിട്ടേൺ എപ്പോ ഫയൽ ചെയ്യണം? 31 ജൂലൈ 2024 മുന്നേ തന്നെ ഫയൽ ചെയ്യണം.
അപ്പൊ ഇയാൾ കറക്റ്റ് 29 റിട്ടേൺ ഫയൽ ചെയ്തു വിചാരിക്കും. 29/7/2024 റിട്ടേൺ ഫയൽ ചെയ്തു. അപ്പൊ ഇയാൾ റിട്ടേൺ ഫയൽ ചെയ്ത ഫിനാൻഷ്യൽ ഇയർ ഏതാ? ഏത് ഫിനാൻഷ്യൽ ഇയറിന്റെ ഇടയിലാണ് റിട്ടേൺ അപ്ലോഡ് അയക്കുന്നത്? 24-25 ഇടയിലല്ലേ റിട്ടേൺ അപ്ലോഡ് അയക്കുന്നത്? 24-25 ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ 31 മാർച്ച് 2025 അല്ലേ? അന്ന് തൊട്ട് എത്ര നാളാ സമയം അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ? 9 മാസമല്ലേ സമയം? 9 മാസം എന്ന് പറഞ്ഞാൽ എന്ന് വരും? കൗണ്ട് ചെയ്തേ. 31 ഡിസംബർ 2025 മുന്നേ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് ഓർഡർ എന്തായിട്ടുണ്ടാവണം? ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവണം. അത്രയും സമയമൊന്നും വേണ്ട ഓർഡർ ഇഷ്യൂ ചെയ്യാൻ. ഈ ഓർഡറിൽ ഒരൊറ്റ കാര്യം മാത്രമേ നോക്കാനുള്ളൂ. ഏതാ കാര്യം? അവൻ ആ റിട്ടേണിൽ കാണിച്ചിരിക്കുന്ന അത്രയും ഇൻകം തന്നെയാണോ അവൻ ഉള്ളതെന്ന്. വേറൊന്നും നോക്കാനില്ല. കാരണം പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ വേറെ തലവേനയൊന്നുമില്ല. 7.5%. റേറ്റിനും വേറെ തലവേനയൊന്നുമില്ല. ഫോറിൻ കമ്പനിയുടെ റേറ്റ് ആണ് അല്ലേ? പിന്നെ ഇവനൊരു ഒക്കേഷണൽ ഷിപ്പിംഗ് ബിസിനസ് അല്ലേ? ഒരുപാട് ആക്ടിവിറ്റി ഉണ്ടാവോ ഇന്ത്യയിൽ? ഇല്ല. 1-2 ഇവന്റുകളെ ഇവന് ഇൻകം ജനറേറ്റിംഗ് ഇവന്റ് ഇവൻ ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഒന്നാമത്തെ കാര്യം, നമ്പർ ഓഫ് എൻട്രീസ് കുറവായിരിക്കും സാധാരണഗതിയിൽ. 2, വേറെ ഡിബേറ്റിനുള്ള സ്കോപ്പും വളരെ കുറവായിരിക്കും. കാരണം ഇവന്റെ ഇൻകം എത്രയാണ്, ഇവന്റെ എന്താണ് റേറ്റ് എത്രയാണെന്നുള്ള കാര്യത്തിലൊന്നും അവിടെ വേറൊരു തർക്കം ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് നടക്കും. എന്നാൽ മാക്സിമം ടൈമാണ് എത്ര? 9 മാസം. മാക്സിമം ടൈമിനാണ് നമ്മൾ എത്ര എന്ന് പറയുക? 9 മാസം എന്ന് പറഞ്ഞ് വെക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ പറഞ്ഞത്? ഗുഡ്. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ശ്രദ്ധിച്ചേ. അപ്പൊ അങ്ങനെ അസസ്മെന്റ് കംപ്ലീറ്റഡ് ആയി. അസസ്മെന്റിന്റെ ഓർഡർ നമുക്ക് കിട്ടുന്നു. അസസ്മെന്റിന്റെ കംപ്ലീഷനിൽ എപ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഒരു ഓർഡർ ഓഫ് അസസ്മെന്റ് കിട്ടും. എന്ത് ഓർഡർ ഓഫ് അസസ്മെന്റ്? നമുക്ക് റെഗുലർ അസസ്മെന്റ് വരുമ്പോൾ അതിനെപ്പറ്റി പഠിക്കാം. ഓർഡർ ഓഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞാലേ, ഇപ്പൊ നമ്മള് ഈ മീറ്റിങ്ങിന് നമ്മൾ മിനിറ്റ്സ് എഴുതില്ലേ? മീറ്റിങ്ങിന് നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ മിനിറ്റ്സിൽ റെക്കോർഡ് ചെയ്തിട്ടായിരിക്കില്ലേ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ, നമ്മൾ ഒരു അസസ്മെന്റില് നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള മേജർ പാരാമീറ്റേഴ്സ് എല്ലാം ഓർഡർ ഓഫ് അസസ്മെന്റിൽ നമ്മൾ എന്ത് ചെയ്യും? മെൻഷൻ ചെയ്യും. അവന്റെ അടുത്ത് ഇന്ന ഡോക്യുമെന്റ് ചോദിച്ചു, അവൻ ഇന്ന മറുപടി പറഞ്ഞു, ഇയാൾ ഇങ്ങനെയാണ് ചെയ്തത്, ഇന്ന ഡോക്യുമെന്റ് ആണ് സപ്പോർട്ടിംഗ് ആയിട്ട് തന്നത്, ഇന്ന കാര്യം നമ്മൾ ഡിസർവ് ചെയ്തു, ഇത്ര പ്രോഫിറ്റ് നമ്മൾ കൂട്ടി, അല്ലെങ്കിൽ അസസിയുടെ റിപ്ലൈ നമ്മൾ എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. ഇങ്ങനെയുള്ള മേജർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓർഡർ ഓഫ് അസസ്മെന്റിൽ എന്ത് ചെയ്യും? മെൻഷൻ ചെയ്യും. ഓർഡർ ഓഫ് അസസ്മെന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് സമ്മറി ഓഫ് ദ എൻറ്റയർ പ്രൊസീഡിംഗ്സ് ഹാപ്പൻ. ശരി. അപ്പോ നോട്ട് നമ്പർ 4 എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താ നോട്ട് നമ്പർ 4? ദ പോർട്ട് ക്ലിയറൻസ് ഷാൽ നോട്ട് ബി ഗ്രാൻഡഡ് ടു ദ ഷിപ്പ് until the collector of customs is satisfied that the tax assessable under 172 has been duly paid or satisfactory arrangements have been made for the payment. കേട്ടെ, നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷിപ്പുമായിട്ട് പുറത്തേക്ക് പോകണമെങ്കിലേ എന്ത് കിട്ടണം? കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടണ്ടേ? അവര് പോർട്ട് ക്ലിയറൻസ് ഷാൽ നോട്ട് ബി ഗ്രാൻഡഡ് ടു ദ ഷിപ്പ് until the collector of customs is satisfied that the tax assessable under 172 have been duly paid. അടയ്ക്കാനുള്ള ടാക്സ് എല്ലാം കൃത്യമായിട്ട് അടച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നിടം വരെ കസ്റ്റംസ് കളക്ടർ എന്ത് തരില്ല? ഷിപ്പിന് ഇന്ത്യയുടെ പുറത്തേക്ക് പോകാനുള്ള ക്ലിയറൻസ് തരില്ല എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഒന്നിലെ അടയ്ക്കാനുള്ള ടാക്സ് മുഴുവൻ അടയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ സാറ്റിസ്ഫാക്ടറി അറേഞ്ച്മെന്റ് ചെയ്യണം. ഇത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ കസ്റ്റംസ് കളക്ടർ നിങ്ങൾക്ക് ഇന്ത്യയുടെ പുറത്തേക്ക് പോകാനുള്ള എന്ത് തരുള്ളൂ? അനുമതി തരുകയുള്ളൂ. അങ്ങനെ മൂഞ്ഞു. നോട്ട് നമ്പർ 5 എന്താ? ഓർഡർ മേ ക്ലെയിം ഫോർ ദ അസസ്മെന്റ് ഓഫ് ഇൻകം അണ്ടർ നോർമൽ കോഴ്സ് ഓഫ് ദി ആക്ട്. ഈ അടുത്ത ഒരു രസം എന്താ വെച്ചാലേ, ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാനിപ്പോ ആദ്യമായിട്ട് ഷിപ്പ് ഇന്ത്യയിലേക്ക് വന്നു, ഇവിടെ കുറെ ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്തു. അപ്പൊ ഞാനൊരു നോൺ റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണ് കേട്ടോ. ഞാനൊരു നോൺ റെസിഡന്റ് ആണെങ്കിലും ഞാൻ ആരാണ്? ഇൻഡിവിജ്വൽ ആണ്. ഞാനങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്നു, കുറെ ആക്ടിവിറ്റി ഒക്കെ ചെയ്തു, കുറെ ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്തു, ഇന്ത്യയിൽ നിന്ന് പോകാൻ പോവാണ്. അപ്പൊ എനിക്കൊരാഗ്രഹം, ഇനി മുതൽ സ്ഥിരമായിട്ട് ഞാൻ എങ്ങോട്ടേക്ക് വരണം? ഇന്ത്യയിലേക്ക് വരണം എന്നുള്ളതാണ് എന്റെ പ്ലാൻ. അപ്പൊ ഞാൻ അസംഗ് ഓഫീസറെ പോയി കണ്ടിട്ട് പറയാണ്, സാറേ ഞാൻ ഇനി മുതൽ എല്ലാ വർഷവും എങ്ങോട്ടേക്ക് വരും? ഇന്ത്യയിലേക്ക് വരും. അപ്പൊ എന്നെ ഈ 172 ഒന്ന് മാറ്റിയിട്ട് 44B ഒന്ന് അസസ് ചെയ്യണം എന്ന് ആര് പറയും? അസസി പറയും. എന്തായിരിക്കും പറയുന്നതിന്റെ ഉദ്ദേശം? എന്തായിരിക്കും? രണ്ടിടത്തും 7.5% തന്നെയല്ലേ പ്രോഫിറ്റ്? 7.5% തന്നെയാണെങ്കിൽ റേറ്റിലൊരു വ്യത്യാസമുണ്ട്. ഇവൻ 44B 7.5% ആണ് ഡിക്ലെയർ ചെയ്തെങ്കിൽ ഇവന്റെ റിട്ടേൺ എപ്പോൾ ഫയൽ ചെയ്താൽ മതി? സാധാരണ ഡ്യൂ ഡേറ്റിൽ ഫയൽ ചെയ്താൽ മതി. ആ റിട്ടേണിൽ ടാക്സ് എത്ര അടച്ചാൽ മതി? സ്ലാബ് റേറ്റിൽ അടച്ചാൽ മതി. ഇവൻ ഈ 172 വരുമ്പോഴാണ് കുഴപ്പം. ഇവൻ എപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യണം? പുറത്ത് വിട്ട് പോകുന്നതിന് മുമ്പ് റിട്ടേൺ ഫയൽ ചെയ്യണം. തന്നെയല്ല, റേറ്റ് ഓഫ് ടാക്സ് എത്ര ആയിരിക്കും? 35 ആയിരിക്കും, പ്ലസ് സർചാർജ് പ്ലസ് സെസ് ആയിരിക്കും അല്ലെ? അപ്പൊ അസസി പോയിട്ട് പറയാണ്,
സാറേ അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ, 44B നമ്മൾ ഓക്കെ അല്ലേ എന്ന് പറയുമ്പോൾ അസിംഗ് ഓഫീസർ എന്ത് പറയണം? അസിംഗ് ഓഫീസർ ഒരു ഊരാക്കൊടുക്കലാണ്. ഓക്കെ പറഞ്ഞ അവൻ ചിലപ്പോ പൊടിയും തട്ടി പോകും, പിന്നെ ചിലപ്പോൾ വരില്ല അല്ലേ അസിംഗ് ഓഫീസർ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് പറയും? മോനെ പേടിക്കണ്ട, നീ ഒരു കാര്യം ചെയ്തു, നീ ഇപ്പോ 172 പ്രകാരം 35% പ്ലസ് സർചാർജ് പ്ലസ് സെസ്സിൽ എന്തടച്ച് പോകും? ടാക്സ് അടച്ച് റിട്ടേൺ ഫയൽ ചെയ്തിട്ട് പൊക്കോ. എന്നിട്ട് നിനക്ക് ശരിക്കും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരു ഡ്യൂ ഡേറ്റ് ഇല്ലേ? ആ ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ നീ എന്തോടെ ചെയ്യും? ഒരു റിട്ടേണോടെ സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് ആ റിട്ടേണിൽ നീ എന്തെടുത്തോ? ഇപ്പൊ അടച്ച ടാക്സിന് മുഴുവൻ നീ റീഫണ്ട് എടുത്തു. കാരണം ഇപ്പൊ 35 നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ ഒറിജിനൽ റിട്ടേൺ നിങ്ങൾ 44B ഫയൽ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ സ്ലാബ് റേറ്റിലായിരിക്കും നമുക്ക് വരിക. ഇപ്പൊ അടച്ച അഡീഷണൽ ടാക്സ് ഒക്കെ നിങ്ങൾ അപ്പൊ വരുമ്പോൾ എന്ത് ചെയ്തോ? റീഫണ്ട് ആയിട്ട് എടുത്തു. ഇപ്പൊ നീ അടച്ച് 35 അടച്ച സാധനത്തിന് ഞാൻ എന്തായിട്ട് ട്രീറ്റ് ചെയ്തോളാം? നീ ഒരു അഡ്വാൻസ് ടാക്സ് അടച്ച പോലെ ഞാൻ ട്രീറ്റ് ചെയ്തോളാം. പിന്നീട് നീ നിന്റെ റിട്ടേൺ ഒറിജിനലി ഫയൽ ചെയ്തിട്ട് നിനക്ക് റീഫണ്ട് എങ്കിൽ റീഫണ്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനാണെങ്കിൽ അങ്ങനെ. ഇങ്ങോട്ട് വരാനാണെങ്കിൽ അവൻ ഇനി അത് ഫയൽ ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ മേരാ ഭാരത് മഹാൻ എന്നൊക്കെ ഉള്ള ചിലവന്മാർ ചിലപ്പോൾ പറയും കൂടുതൽ ടാക്സ് അടക്കണം, രാജ്യത്തിന്റെ പുരോഗതി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ അത് നിനക്ക് ചെയ്യാം. ആ പോയിന്റ് ആണ് ഈ കിടക്കുന്നത്. ഓക്കെ, ഓണർ മേ ക്ലെയിം ഫോർ അസസ്മെന്റ് ഓഫ് ഇൻകം under normal course of the act before expiry of AY relevant to the PY in which date of departure of the ship falls. If he does so, any payment made under 172 to be treated as a payment made in advance of tax leviable. അപ്പോ ഓണർ പറയാണ് 44B എന്നെ ഒന്ന് അസസ് ചെയ്യണം, സാധാരണ റേറ്റിൽ ഞാൻ ടാക്സ് അടച്ചോളാം, റിട്ടേൺ ഞാൻ സാധാരണ പോലെ തന്നെ എന്ത് ചെയ്തോളാം? സബ്മിറ്റ് ചെയ്തോളാം എന്ന് പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അത് എന്ത് പറയും? ചിലപ്പോൾ ഓക്കെ പറയും. എന്നിട്ട് ഡിപ്പാർട്ട്മെന്റ് പറയും നീ പക്ഷെ എന്ത് ചെയ്യണം? ഇപ്പോ 172 ഫോളോ ചെയ്യണം. എന്നിട്ട് നോർമൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയം വരുമ്പോൾ നീ ഒരു റിട്ടേൺ കൂടെ ഫയൽ ചെയ്ത് ഇപ്പൊ അടച്ച ടാക്സ് ഒരു അഡ്വാൻസ് ടാക്സ് പോലെ ട്രീറ്റ് ചെയ്തിട്ട് റീഫണ്ട് എടുത്തോളാൻ പറയും. ഓക്കെ അല്ലേ? റീഫണ്ട് മേ അറൈസ് ഇൻ കേസ് ഓഫ് നോൺ റെസിഡന്റ് നോൺ കോർപ്പറേറ്റ് സിൻസ് ദേ ആർ ലയബിൾ ടു പേ ടാക്സ് അറ്റ് ലോവർ റേറ്റ് ദാൻ ദ റേറ്റ് ഓഫ് 35% പ്ലസ് സർചാർജ് പ്ലസ് സെസ് ആപ്ലിക്കബിൾ ടു ഫോറിൻ കമ്പനി. ഒരു നോർമൽ NR ഇൻഡിവിജ്വൽ റെസിഡന്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്ത് വന്നേക്കാം? റീഫണ്ട് വന്നേക്കാം. ഇനിയിപ്പോ ആ ഷിപ്പിംഗ് കമ്പനി ഫോറിൻ കമ്പനി ആണെങ്കിൽ പിന്നെ അവന്മാർക്ക് വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ, അല്ലേ? ഏതാ ഒക്കേഷണൽ ഷിപ്പിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരു ഫോറിൻ കമ്പനി ആണെങ്കിൽ എന്തായാലും അവന്മാരുടെ റേറ്റ് 35 തന്നെയാണ്. അവിടെ പ്രത്യേകിച്ച് വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ആൻഡ് ലാസ്റ്റ്ലി നോട്ട് 7, NR assessee is liable to pay tax under 234B and 234C, also entitled to receive interest under 244A. ഏതാ 234B 90% അസസ്ഡ് ടാക്സ് അടയ്ക്കാത്തതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അല്ലേ? 234C ഏതൊക്കെയാ പെർസെന്റേജ്? എത്രയൊക്കെ കേൾക്കട്ടെ? 15%, 45%, 75%, 100% അടയ്ക്കാതെ വരുമ്പോൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അല്ലേ 234C അല്ലേ? അപ്പൊ 234Bയും 234Cയും അതുപോലെ തന്നെ 244Aയും ഒക്കെ ഈ നോൺ റെസിഡന്റിനും എന്തായിരിക്കും? ബാധകമായിരിക്കും. ഇവിടെ ഒക്കേഷണൽ ആണ് എന്ന് കരുതി നിങ്ങൾക്ക് വേറെ റിലാക്സേഷൻസ് ഒന്നും ഇൻകം ടാക്സ് ആക്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അങ്ങോട്ട് കൊടുക്കേണ്ട ബിയും സിയും ഇങ്ങോട്ട് റീഫണ്ടിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് 244A. 0.5% പെർ മന്ത് നമുക്ക് റീഫണ്ട് ഡിലേ ആയാൽ കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതിനും നിങ്ങൾ എന്തായിരിക്കും? എലിജിബിൾ ആയിരിക്കും എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. 7 നോട്ടുകളാണ് ഇതിനുള്ളത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരിക്കലും 172ഉം 44Bയും തമ്മിൽ കൺഫ്യൂസ് ചെയ്യരുത്. 44B ഇസ് എ നോർമൽ റെഗുലർ പ്രൊവിഷൻ. അത് വൃത്തിയുടെ ടാക്സേഷൻ മാത്രമാണ്. അത് റെഗുലർ ആയിട്ടുള്ള നോൺ റെസിഡന്റ് ഷിപ്പിംഗ് ബിസിനസ്സുകൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രൊവിഷൻ ആണ് 44B. അപ്പൊ 172 ഓടി വന്നവന് ഈ ഒക്കേഷനിലുള്ളവന്മാർ റിസ്ക് അല്ലേ? ഓടി തട്ടി പോകും. അത് പോകാതിരിക്കാനായിട്ട് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞേക്കാണ് എന്തടക്കണം? ടാക്സ് അടച്ച് റിട്ടേൺ ഫയൽ ചെയ്തിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന സെക്ഷനാണ് 172. ഓക്കെ ആണോ പറഞ്ഞത് രണ്ടും? അപ്പൊ നമുക്ക് അടുത്ത പ്രിസെപ്റ്റീവ് പ്രൊവിഷനിലേക്ക് പോവാം. അടുത്തതാണ് പുതിയ നമ്മുടെ ന്യൂ കമ്മർ. ആരാണത്? 44BVC, സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ കമ്പ്യൂട്ടിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഓഫ് ബിസിനസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ക്രൂയിസ് ഷിപ്സ് ഇൻ ദ കേസ് ഓഫ് നോൺ റെസിഡന്റ്. എന്ത് ഷിപ്പാണ്? ഓപ്പറേഷൻ ഓഫ് ക്രൂയിസ് ഷിപ്സ്. അതായത് ഈ നിങ്ങൾ ഈ ക്രൂയിസ് ഷിപ്പില്ലേ, ക്രൂയിസ് എന്ന് പറയുന്നത് നമ്മൾ പറയാല്ലേ, നമ്മളൊരു ഉല്ലാസയാത്ര എന്നൊക്കെ പറയുന്ന ട്രിപ്പ് പോലെ നമ്മളൊരു ക്രൂയിസ് പോയിട്ട് തിരിച്ചു വരിക. ട്രാൻസ്പോർട്ടേഷൻ അല്ല മെയിൻ ഉദ്ദേശം. നമ്മൾ സ്ഥലം സൈറ്റ് സീയിങ്ങും പിന്നെ നമ്മൾ നല്ല ഫുഡ്, നല്ല ആംബിയൻസ്, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ടൈറ്റാനിക് ഒക്കെ ഒരു ക്രൂയിസ് ഷിപ്പ് ആയിരുന്നു ബേസിക്കലി. അവർ മറ്റേ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അല്ല ബേസിക്കലി ടൈറ്റാനിക്കിൽ അവർ പോയത്. ദാറ്റ് വാസ് ആക്ച്വലി എ ക്രൂയിസ് ഷിപ്പ്. അപ്പൊ ഈ ക്രൂയിസ് ഷിപ്പ് പോകുന്ന ആൾക്കാരുടെ ടിക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മൾ സാധാരണ പാസഞ്ചർ എന്താ പറയാ റേറ്റിലായിരിക്കില്ല അവരൊരു ടിക്കറ്റ് അവർ എന്ത് ചെയ്യുന്നത്, സെല് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇങ്ങനെയാണ്:
ഈ ക്രൂയിസ് ഷിപ്പാണ് നിങ്ങളുടെ മെയിൻ ബിസിനസ് എങ്കിൽ നിങ്ങൾക്ക് 7.5% ഒന്നും അല്ല പ്രോഫിറ്റ് വരാൻ പോകും. പക്ഷെ ഇത്ര നാളെ അവന്മാർ എന്ത് ചെയ്യായിരുന്നു, ഞങ്ങൾ മറ്റേ നോൺ റെസിഡന്റ് ആണ്, ഷിപ്പിംഗ് ആണ്, പാസഞ്ചർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്മാർ 7.5% എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് അത് മതി മോനെ നിർത്തിക്കോ, നിനക്ക് ഇനി മുതൽ പ്രിസംപ്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് എത്രയായിരിക്കും, 20% ആയിരിക്കും. കാരണം നിനക്ക് കൂടുതൽ പ്രോഫിറ്റ് വരുന്നുണ്ട്, നീ കൂടുതൽ എമൗണ്ട് കസ്റ്റമേഴ്സിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, ചാർജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നീ ഹയർ എന്ത് തരണം, നിന്റെ ഹയർ പ്രോഫിറ്റിന്റെ നീ നിന്റെ ഇൻകം ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. അപ്പൊ അതാണ് ഈ ഒരു പ്രൊവിഷന്റെ മെയിൻ ഉദ്ദേശം തന്നെ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ പരിപാടി എന്നുള്ളത് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേ. സോ സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ കമ്പ്യൂട്ടിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഓഫ് ക്രൂയിസ് ഷിപ്സ് ഇൻ ദ കേസ് ഓഫ് നോൺ റെസിഡന്റ്. നിങ്ങൾ ഒരു നോൺ റെസിഡന്റ് ആണ്, ക്രൂയിസ് ഷിപ്പാണ് നിങ്ങളുടെ മെയിൻ പരിപാടി എങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്പെഷ്യൽ പ്രൊവിഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇരിക്കുന്നുണ്ടോ എല്ലാവരും? അമെന്റ്മെന്റ് ആണ്, അപ്പോ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ 44 BBC ആണ്. എന്താണ് പരിപാടി? സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ കമ്പ്യൂട്ടിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഓഫ് ക്രൂയിസ് ഷിപ്സ് ഇൻ ദ കേസ് ഓഫ് നോൺ റെസിഡന്റ്. നിങ്ങൾ ഒരു NR ആണ്, നിങ്ങളുടെ ബിസിനസ് എന്താണ്? ക്രൂയിസ് ഷിപ്പ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 44 BBC ഇസ് വെയിറ്റിംഗ് ഫോർ യു. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻകങ്ങളാണ് ഇവിടെ വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബോക്സ് എന്താ വായിച്ചേ? amount paid or payable to assessee on account of carriage of passengers. നിങ്ങൾ ആൾക്കാരെ ഇവിടെ ക്രൂയിസ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ ആനിമൽസും മെയിലും ഒന്നും കൊണ്ടുപോകല്ല കേട്ടോ. ആനിമൽസിനെ യൂറോപ്പ് കാണിക്കാൻ കൊണ്ടുപോകുമോ? ഇല്ല. ചിലപ്പോൾ ഭാവിയിൽ അങ്ങനെയൊക്കെ വന്നേക്കാം. ഇപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരു ട്രെൻഡ് കാണുന്നത്. ചിലപ്പോൾ ഭാവിയിൽ ആനിമൽസിന് വേണ്ടി മാത്രം പ്രൊട്ടക്ട് ആനിമൽസ് സേവ് ആനിമൽസ് എന്നൊക്കെ പറയുന്ന പോലെ എന്താണ് ആനിമൽസിനും ലെഷർ ടൈം വേണമെന്ന് പറഞ്ഞ് ഇനിയിപ്പോ അങ്ങനെ ഒരു മൂവ് ഒക്കെ നടക്കുമെന്ന് നമുക്കറിയില്ല. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടമാണ്. Coming back to the point, friends. അപ്പോൾ amount paid or payable to assessee on account of carriage of passengers. പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യുന്ന കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്ലസ് amount received or deemed to be received for carriage of passengers. ഇന്ത്യയിൽ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടണം. മറ്റേതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആൾക്കാരെ ക്യാരി ചെയ്യുന്ന കാരണം സർവീസ് പ്രൊവൈഡ് ചെയ്ത് ഇന്ത്യയിലാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് യു ആർ റിസീവിംഗ് ദ പേയ്മെന്റ് ഇൻ ഇന്ത്യ ഫോർ carriage of passengers outside India, whatever it is. ഇത് രണ്ടിനെയും കൂടെ ടോട്ടൽ എടുക്കുക. അതിന്റെ 20% ആയിരിക്കും എന്ത് വരാൻ പോകുന്നത്, നിങ്ങളുടെ പ്രിസംപ്റ്റീവ് ഇൻകം വരാൻ പോകുന്നത്. നിങ്ങൾ ആരാണെങ്കിൽ NR ആണ്, തന്നെയല്ല നിങ്ങളുടെ ബിസിനസ് എന്തായിരിക്കണം, ക്രൂയിസ് ഷിപ്പിന്റെ വോയേജ് ആയിരിക്കണം. ഇനി എലിജിബിൾ അസസി പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം, എന്നാലും പറഞ്ഞേക്കാം. എലിജിബിൾ അസസി ബീങ് ആൻ നോൺ റെസിഡന്റ് എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ക്രൂയിസ് ഷിപ്സ് സബ്ജക്ട് ടു പ്രിസ്ക്രൈബ് കണ്ടീഷൻസ്. അത് yet to notify ആണ്. ബാക്കിയുള്ള കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ yet to notify ആണ്. ഇനി അപ്പോൾ 44 BBC എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്നാലും അതുമായി ബന്ധപ്പെട്ട 1-2 അമെന്റ്മെന്റ്സ് നോട്ടുകൾ നമുക്ക് പറയാനുണ്ട്. നോട്ട് 3 പറഞ്ഞിട്ട് 2ലേക്ക് പോവാം. നോട്ട് 3 എന്താ? അസസി ഡസ് നോട്ട് ഹാവ് ആൻ ഓപ്ഷൻ ടു ക്ലെയിം ലോവർ പ്രോഫിറ്റ് ഹിയർ, ഇറ്റ്സ് മാൻഡേറ്ററി. ക്രൂയിസ് ഷിപ്പ് ആണോ നോൺ റെസിഡന്റ് ആണോ മാൻഡേറ്ററി ആയിട്ടും 44 BBC എന്ത് ചെയ്തിരിക്കണം, ഫോളോ ചെയ്തിരിക്കണം. നിങ്ങളുടെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20% ആയിരിക്കും നിങ്ങളുടെ എന്ത് റേറ്റ് ഓഫ് നോട്ട് റേറ്റ് ഓഫ് ടാക്സ്, പ്രിസംപ്റ്റീവ് ഇൻകത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20% ആയിരിക്കും. റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലീഗൽ സ്റ്റാറ്റസ് എങ്ങനെയോ അങ്ങനെ. ഫോറിൻ LLP ആണെങ്കിൽ 30, ഫോറിൻ കമ്പനി ആണെങ്കിൽ 35, നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ ഇൻഡിവിജ്വൽ ആണെങ്കിൽ സ്ലാബ് റേറ്റ്. ഇവിടെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് അവർ പറയുന്നില്ല, പ്രിസംപ്റ്റീവ് റേറ്റ് മാത്രമേ പറയുന്നു. പിന്നെ ഇത് മാൻഡേറ്ററി ആണ്. നിങ്ങൾക്ക് മറ്റേ ലോസ് ആണെന്ന് പറഞ്ഞ് ലോവർ പ്രോഫിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. യു ഡോണ്ട് ഹാവ് ആൻ ഓപ്ഷൻ. ഇനി നോട്ട് 2 ആണ്. നോട്ട് 2 എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. എന്നാൽ ഞാനൊരു പിക്ചർ ഇവിടെ ഡ്രോ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നോട്ട് 2 എന്നുള്ളത്. ഓക്കെ. As the lease rental paid by a foreign company for which opts for presumptive rate under 44 BBC would be exempt in the hands of recipient company under section 1015B if such company is a foreign company and both these foreign companies are subsidiaries of the same holding company. This exemption would be available up to assessment year 3031. അതായത് അവിടെ കിട്ടുന്ന ഒരു ഇൻകത്തിന്റെ എക്സംഷൻ ആണ് അവന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പേജ് മറിച്ച് 10 subsection 15B ഒന്ന് പോകണം. നോക്കാം നമുക്ക് എന്താണ് 10 subsection 15B എന്നൊന്ന് നോക്കാം. അപ്പോ ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ നമ്മൾ 1015Bയുടെ ആ പ്രൊവിഷൻ, ആ എക്സംഷന്റെ നോട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഇത് രണ്ട് സെയിം ആണ്, നമ്മളൊന്ന് അവിടെ മെൻഷൻ ചെയ്തേ ഉള്ളൂ. എന്താണ് ഈ എക്സംഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് പുതിയ അമെന്റ്മെന്റ് ആയതുകൊണ്ട് ഒന്ന് പറഞ്ഞു പോയത്. അപ്പൊ 1015B ആർക്കാ ഈ എക്സംഷൻ കിട്ടുക? ഫോറിൻ കമ്പനികൾക്കേ കിട്ടുള്ളൂ. അവർക്ക് എന്ത് ഇൻകം വേണം? ഇൻകം ബൈ വേ ഓഫ് റെന്റ്, ലീസ് റെന്റൽസ് ഫ്രം ക്രൂയിസ് ഷിപ്സ്. നിങ്ങൾക്ക് ക്രൂയിസ് ഷിപ്പ് വാടകയ്ക്ക് കൊടുത്ത കാരണം കിട്ടുന്ന എന്ത് വേണം? ലീസ് റെന്റൽ കിട്ടണം. ഫ്രം ആരുടെ നിന്ന് കിട്ടണം? ഫ്രം എ സ്പെസിഫൈഡ് കമ്പനി which operates such ship in India.
അപ്പൊ ഇന്ത്യയില് ഈ ക്രൂയിസ് ഷിപ്പ് ആക്ടിവിറ്റി ചെയ്യുന്നവൻ ആ ഷിപ്പ് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നതാണ്. ആരുടെ കയ്യിൽ നിന്ന്? ഒരു ഫോറിൻ കമ്പനിയുടെ കയ്യിൽ നിന്ന്. അപ്പൊ ആ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നാണെങ്കിൽ എന്ത് കൊടുക്കണം? വാടക കൊടുക്കണം, ലീസ് റെന്റ് കൊടുക്കണം. അപ്പൊ അതൊരു ഇൻകം അല്ലേ ഫോറിൻ കമ്പനിക്ക്? അതായത് ഇവിടെ രണ്ട് കമ്പനി ഉണ്ട്. ഒന്ന് ഷിപ്പിംഗ് ചെയ്യുന്നവൻ, ശ്രദ്ധിക്കുന്നുണ്ടോ? അവൻ ഇന്ത്യയിലാണ്, ഇന്ത്യൻ കമ്പനി എന്നല്ല, ഇന്ത്യയിലാണ് ഷിപ്പ് ചെയ്യുന്നത്. അപ്പൊ അതൊരു കമ്പനി. ഇവന് ഈ സ്വന്തമായിട്ട് ഷിപ്പുണ്ടോ? ഇവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവന് സ്വന്തമായിട്ട് എന്തില്ല? ഷിപ്പില്ല. അത് ഇവിടെ നിർത്തേണ്ട ഒന്നാ, വേറെ നിന്ന് വാടക എടുത്തോണ്ട് ഒന്നാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോ അവൻ ഷിപ്പ് വേറെ എൻറ്റിറ്റിയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വാടക എടുത്തോണ്ട് വരുന്നു. ഇവൻ ഒരു ഫോറിൻ കമ്പനിയാണ് കേട്ടോ. ഷിപ്പിന്റെ ഒറിജിനൽ മൊലാളി കമ്പനി ഫോറിൻ കമ്പനിയാണ്. ഓണർ ഓഫ് ദാറ്റ് ക്രൂയിസ് ഷിപ്പ്. ഇവൻ ഈ ഷിപ്പ് ഈ ഇന്ത്യൻ കമ്പനിക്ക് ഷിപ്പിംഗ് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് എന്തിനു കൊടുത്തു? ലീസിന് കൊടുത്തു. അപ്പൊ ഇന്ത്യൻ കമ്പനി തിരിച്ചവൻ എന്ത് കൊടുക്കുന്നു? ലീസ് റെന്റ് കൊടുക്കുന്നു. ഈ ലീസ് റെന്റ് ആരുടെ കയ്യിൽ എക്സംപ്റ്റഡാ? ഈ ഫോറിൻ കമ്പനിയുടെ കയ്യിൽ എക്സംപ്റ്റഡ് ആണെന്നാണ് കഥ പറയുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി എക്സംപ്ഷൻ ചുമ്മാ എടുത്തു കൊടുക്കില്ല, അതിന് കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ രണ്ട് കമ്പനികളില്ലേ? ഒന്ന് ഷിപ്പിന്റെ മോലാളി കമ്പനി, രണ്ട് ഷിപ്പിംഗ് ചെയ്യുന്ന കമ്പനി. ഇവന്മാര് രണ്ടുപേരും എന്തായിരിക്കണം? ഒരൊറ്റ കമ്പനിയുടെ അടിയിലുള്ള രണ്ട് സബ്സിഡിയറി ആയിരിക്കണം. അപ്പൊ ഇവന്മാര് രണ്ടുപേരും ബോത്ത് ഓഫ് ദം ഷുഡ് ബി സബ്സിഡിയറീസ് ഓഫ്. ഇവര് രണ്ടുപേരും എന്തായിരിക്കണം? സബ്സിഡിയറീസ് ഓഫ് എ സെയിം ഫോറിൻ കമ്പനി. ഇവരുടെ പേരന്റ് സെയിം ആയിരിക്കണം. പേരന്റ് കമ്പനി എന്ന് പറയുന്നത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതൊരു ഫോറിൻ കമ്പനിയും ആയിരിക്കണം. ഒരു ഫോറിൻ പേരന്റിന്റെ ഇടയിലുള്ള ഒരു ഇന്ത്യയിലെ ഷിപ്പിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടാവണം. ഷിപ്പിന്റെ ഓണർഷിപ്പിലുള്ള ഒരു കമ്പനി ഉണ്ടാവണം. അതായത് ഒരു ഗ്രൂപ്പിന്റെ അടിയിലുള്ള രണ്ട് കമ്പനികൾ. അതിൽ ഒരു കമ്പനി ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു? ഷിപ്പിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നു. ഷിപ്പിംഗ് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവന്മാർക്ക് എന്തില്ല? ഷിപ്പില്ല. അപ്പൊ അവന്മാര് ആ ഗ്രൂപ്പിന്റെ അടിയിൽ തന്നെയുള്ള വേറൊരു കമ്പനിയുടെ കയ്യിൽ നിന്ന് ഷിപ്പ് എന്തിനെടുത്തോണ്ട് വരുന്നു? വാടകയ്ക്ക് എടുത്തുകൊണ്ട് വരുന്നു. അവിടെ എന്ത് പോകുന്നു? വാടക പോകുന്നു. ആ വാടകയ്ക്ക് മറ്റേ വാടക കിട്ടുന്ന ഫോറിൻ കമ്പനി ഇന്ത്യയിൽ എന്തടക്കേണ്ട? ടാക്സ് അടയ്ക്കേണ്ട. ബ്ലൈൻഡ് എക്സംഷൻ ആണ്. വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾ അവിടെ നോക്കേണ്ട ആവശ്യമില്ല. ബ്ലൈൻഡ് എക്സംഷൻ ആണ്. പിന്നെ ഈ ഷിപ്പിംഗ് ആക്ടിവിറ്റി ചെയ്യുന്ന കമ്പനി എന്തായിരിക്കണം? ഫോറിൻ കമ്പനി ആയിരിക്കണം. ഷിപ്പിംഗ് ആക്ടിവിറ്റി ചെയ്യുന്ന കമ്പനിയും എന്തായിരിക്കണം? ഫോറിൻ കമ്പനി ആയിരിക്കണം. ഷിപ്പിന്റെ ഓണർഷിപ്പും ഉള്ള കമ്പനിയും ആരായിരിക്കണം? ഫോറിൻ കമ്പനി ആയിരിക്കണം. ഇവരാരും ഡൊമസ്റ്റിക് കമ്പനിയോ ഇന്ത്യൻ കമ്പനിയോ ആവാൻ പാടില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? പിന്നെ അടുത്തത്, ഇവന്മാര് ഈ കിട്ടുന്ന റെന്റ് മുഴുവൻ എക്സംപ്റ്റഡ് ആയിരിക്കും. ഇനി ഇത് ആജീവനാന്തം എക്സംപ്റ്റഡ് ആയിരിക്കോ? അല്ല. മാക്സിമം ഈ എക്സംഷൻ എന്ന് പറയുന്നത് നമുക്ക് 1 ഏപ്രിൽ 2030 വരെ എക്സംഷൻ കിട്ടുള്ളൂ. ദിസ് വിൽ ബി ആപ്ലിക്കബിൾ ഓൺലി ടിൽ 1 ഏപ്രിൽ 2030. ശ്രദ്ധിക്കുന്നുണ്ടോ? 1 ഏപ്രിൽ 2030 വരെ മാത്രമേ നമുക്ക് ഈ എക്സംഷൻ ക്ലെയിം ചെയ്യാനും പറ്റുകയുള്ളൂ. ഇത്രയും പറഞ്ഞത് ഓക്കെ അല്ലേ? സോ ഇതാണ് 1015B എക്സംഷൻ എന്ന് പറയുന്നത്. 1015B എക്സംഷൻ ആണ് ആപ്ലിക്കബിൾ ടു ദിസ്. അപ്പൊ ഇവിടെ എന്തിനാ എക്സംഷൻ കിട്ടുന്നത്? ഏത് ഇൻകത്തിന് എക്സംഷൻ കിട്ടുന്നത്? ഷിപ്പിംഗ് ബിസിനസിന്റെ ഇൻകത്തിനല്ല, ലീസ് റെന്റിനാണ്. ഷിപ്പ് വാടക എടുത്തുകൊണ്ട് പോകുന്ന കാരണം കിട്ടുന്ന ലീസ് റെന്റ് ആ ഫോറിൻ കമ്പനിയുടെ കയ്യിൽ ഇന്ത്യയിൽ എപ്പോഴും എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. ഒരു രീതിയിലും അത് ഇന്ത്യയിൽ എന്താവാൻ പാടില്ല? ടാക്സ്ഡ് ആവാൻ പാടില്ല. ഇനി ഇതൊരു 90% കേസുകളും ഇന്ത്യയിലെ ടാക്സബിളേ അല്ലായിരിക്കും. കാരണം ഫോറിൻ കമ്പനി ഇന്ത്യയിൽ പ്രത്യേകിച്ച് വേറെ എന്ത് ചെയ്യുന്നില്ല? ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ടാക്സബിൾ ഒരു 90% വരെ ടാക്സബിൾ ആവാൻ ചാൻസ് ഇല്ല. ഇനിയിപ്പോ വല്ല ഫസ്റ്റ് റിസിപ്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ ടാക്സബിൾ ആകുകയാണെങ്കിൽ ഡോണ്ട് വറി, അപ് ടു 1 ഏപ്രിൽ 2030 യു ക്യാൻ ക്ലെയിം എ ബ്ലൈൻഡ് എക്സംപ്ഷൻ ഓൺ ദാറ്റ്. ഓക്കെ അല്ലേ പറഞ്ഞത്? സോ അതാണ് ഈ 1015B എന്ന് പറയുന്നത്. പ്രൊവൈഡഡ് സച്ച് ഫോറിൻ കമ്പനി ആൻഡ് സ്പെസിഫൈഡ് കമ്പനി ഷുഡ് ബി സബ്സിഡറീസ് ഓഫ് ദ സെയിം ഫോറിൻ കമ്പനി ആൻഡ് സച്ച് ഇൻകം ഷുഡ് ബി അക്രൂഡ് ഇൻ ഇന്ത്യ ഫോർ എനി AY on or before 1 April 2030. And specified company means any company other than a domestic company which operates cruise ships in India and opts to pay tax under section 44 BBC. That's it. അപ്പൊ തിരിച്ച് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വന്നാൽ 44 BBC ആണ് നമ്മൾ പഠിച്ചത്. ന്യൂ കമർ ആണ്, പുതിയ അമെന്റ്മെന്റ് ആണ്. എന്താണ് സാധനം? ക്രൂയിസ് ഷിപ്പിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരു നോൺ റെസിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യുന്ന കാരണം കിട്ടുന്ന എമൗണ്ട് പ്ലസ് ആ റിസീപ്റ്റ്, അതിന്റെ പ്രൊവിഷൻ ഓഫ് സർവീസ് എമൗണ്ട് പെയ്ഡ് ഓർ പേയബിൾ ടു ദ അസസി ഓൺ അക്കൗണ്ട് ഓഫ് carriage of passengers പ്ലസ് എമൗണ്ട് റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഫോർ carriage of passengers. സർവീസ് പ്രൊവൈഡ് ചെയ്ത ഇന്ത്യ, അതിന് പേയ്മെന്റ് ടോട്ടൽ, പേയ്മെന്റ് കിട്ടിയത് ഇന്ത്യ, അതിന്റെയും ടോട്ടൽ എല്ലാത്തിനും കൂടെ 20%. നിങ്ങൾ എന്തായിട്ട് ഡിക്ലെയർ ചെയ്യുക? നിങ്ങളുടെ പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം.
ദാറ്റ്സ് ഇറ്റ്. ഇവിടെ നിങ്ങൾക്ക് യു ഡോണ്ട് ഹാവ് എൻ ഓപ്ഷൻ. നിങ്ങൾക്ക് ഇത് വേണോ വേണ്ടയോ അങ്ങനെയല്ല, ഇത് മാൻഡറ്ററി ആണ്. ഇവിടെ ലോവർ പ്രോഫിറ്റ് കാണിക്കാനുള്ള ഓപ്ഷൻ ഒന്നും നിങ്ങൾക്ക് ഇല്ല. പറഞ്ഞത് ഇത്രയും ഓക്കെ ആണോ? അപ്പോ മൂവിങ് ഓൺ, അടുത്ത പ്രൊവിഷൻ വീണ്ടും പ്രിസംപ്റ്റീവ് പ്രൊവിഷൻസ് തന്നെയാണ്. അടുത്ത ചുമ്മാ രസമാണ്. നോക്കി എന്താണെന്ന്, സെക്ഷൻ 44BB. എന്താ സാധനം? സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ കമ്പ്യൂട്ടിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഇൻ കണക്ഷൻ വിത്ത് ബിസിനസ് ഓഫ് എക്സ്പ്ലോറേഷൻ എക്സെട്ര ഓഫ് മിനറൽ ഓയിൽ. അതായത് നിങ്ങൾ നോൺ റെസിഡന്റ് ആണ്, നിങ്ങളുടെ ബിസിനസ് പറയുന്ന എക്സ്പ്ലോറേഷൻ ഓഫ് മിനറൽ ഓയിൽ ആണെന്ന് വിചാരിക്കുക. എന്താ മിനറൽ ഓയിൽ? നമ്മൾ പറയല്ലേ ഈ എന്താ പറയാ ഖനനം എന്ന് നമ്മൾ പറയല്ലേ മിനറൽ ഓയിൽ എന്ന് നമ്മൾ പറയുന്ന മിനറൽ ഓയിലിന്റെ ഖനനം, അല്ലെങ്കിൽ അതിന്റെ നമ്മൾ മറ്റേ കുഴിക്കാൻ പോവുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. കുഴിക്കാൻ പോവുക നമ്മൾ പറയാറില്ല, ഖനനമാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന ഒരു പ്രൊവിഷനാണ് 44BB. അപ്പൊ നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചേ. A non-resident engaged in the business of exploitation of mineral oil. അപ്പൊ നിങ്ങൾ ഒന്നിലെ ഇത് ഖനനം ചെയ്യാൻ നേരിട്ട് പോകുന്നു, അല്ലെങ്കിൽ or supplying plant and machinery on hire to be used in exploration of mineral oil. നിങ്ങൾ ഒന്നിലെ നേരിട്ടൊരു മിനറൽ ഓയിൽ എക്സ്പ്ലോറർ ആണ് നിങ്ങൾ, അല്ലെങ്കിൽ ഈ മിനറൽ ഓയിൽ എക്സ്പ്ലോറേഴ്സിന് പ്ലാന്റ് ആൻഡ് മെഷീനറി വാടകയ്ക്ക് കൊടുക്കുന്ന ബിസിനസ്സിലാണ് നിങ്ങളെന്ന് വിചാരിക്കുക. ഈ ചിലപ്പോ ഈ ഭയങ്കര ഹെവി ആയിട്ടുള്ള കടലിന്റെ അടിയിൽ നോക്കി ഖനനം ചെയ്യുന്ന സ്പെഷ്യൽ റിഗും മെഷീനറീസും ഉണ്ട്. അത് ചിലപ്പോൾ ഇന്ത്യയില് ഈ ഖനനം ചെയ്യുന്ന ഒരു കമ്പനിയുടെ കയ്യിൽ ആ മെഷീനറീസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അത് ഏതെങ്കിലും ഒരു ഫോറിൻ കമ്പനിയുടെ നിന്ന് വാടകയ്ക്ക് എടുത്തുകൊണ്ടായിരിക്കും ഇന്ത്യയിലേക്ക് വരുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോ രണ്ട് തരത്തിലുള്ള ഇൻകം 44BBയില് കവേർഡ് ആണ്. ഒന്നിലെ ആ മിനറൽ ഓയിലിന്റെ എക്സ്പ്ലോറേഷൻ കാരണം ഉണ്ടാകുന്ന ഡയറക്റ്റ് ഇൻകം, അല്ലെങ്കിൽ മിനറൽ ഓയിൽ എക്സ്പ്ലോറേഴ്സിന് നിങ്ങൾ നിങ്ങളുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാടക. ഇത് രണ്ടിനെയും കൂടെ അഗ്രിഗേറ്റ് എടുത്ത് അതിന്റെ എത്ര നിങ്ങൾ പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണ്ടേ? 10%. അതിന്റെ 10% നിങ്ങൾ നിങ്ങളുടെ പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്യണം. അപ്പൊ നമുക്ക് ആ ഗ്രീൻ ബോക്സ് ഒന്നുകൂടെ വായിക്കാം. A non-resident engaged in the business of exploration of mineral oil or supplying plant and machinery on hire to be used in exploration of mineral oil. ഒന്നിലെ നിങ്ങൾ ഒരു ഡയറക്റ്റ് എക്സ്പ്ലോറർ ആണ്, അല്ലെങ്കിൽ യു ആർ സപ്ലൈങ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ദാറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇസ് ഓൺ ഹയർ ആൻഡ് ഇറ്റ് ഇസ് ടു ബി യൂസ്ഡ് ഓൺ എക്സ്പ്ലോറേഷൻ ഓഫ് മിനറൽ ഓയിൽ. ശരി, ഇനി എത്ര പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ്? ആ പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ് ഷാൽ ബി 10% of the gross receipts from business taxable in India. നിങ്ങളുടെ ഗ്രോസ് റെസിപ്റ്റ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ബിസിനസ് ടാക്സബിൾ ഇൻ ഇന്ത്യ, നിങ്ങളുടെ ഗ്രോസ് റെസിപ്റ്റ്സ് എത്രയാണോ അതിന്റെ 10% നിങ്ങൾ എന്തായിട്ട് തരണം? പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരണം. ഇനി ഇവിടെ ഉണ്ടല്ലോ ഒരു ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? അസസി ഡസ് ഹാവ് എൻ ഓപ്ഷൻ ടു ക്ലെയിം ലോവർ പ്രോഫിറ്റ്. നിങ്ങൾ പറയാണ് ഈ മിനറൽ എക്സ്പ്ലോറേഷൻ ഒക്കെ ഭയങ്കര നഷ്ടമാണ്, ഗ്രോസ് റെസിപ്റ്റ്സിന്റെ 10% ഒന്നും ഞങ്ങൾക്ക് എന്തില്ല, പ്രോഫിറ്റ് ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞു കിടക്കുകയാണെങ്കിൽ കരയണ്ട. എന്ത് ചെയ്താൽ മതി? മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ക്യാരി ഔട്ട് എ ടാക്സ് ഓഡിറ്റ്. നിങ്ങൾ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യണം, ടാക്സ് ഓഡിറ്റും ചെയ്യണം. ഇത് രണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ 10%-ലും താഴെയുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം? ഡിക്ലെയർ ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാം. അതാണ് മൂന്നാമത്തെ പോയിന്റ്. അസസി ഹാസ് എൻ ഓപ്ഷൻ ടു ക്ലെയിം ലോവർ പ്രോഫിറ്റ് പ്രൊവൈഡഡ് they maintain books under 44AA and get it audited under 44AB. You maintain books, get it audited. Definitely ഞങ്ങൾ ലോവർ പ്രോഫിറ്റ് ക്ലെയിം ചെയ്യാൻ നിങ്ങളെ സമ്മതിക്കാം. ഓക്കെ ആണോ? ആണോ? അപ്പൊ നമ്മൾ നേരത്തെ കണ്ട 44Bയോ അല്ലെങ്കിൽ BBCയോ പോലുള്ള പ്രൊവിഷൻ അല്ലത്. ലോവർ പ്രോഫിറ്റ് ക്ലെയിം ചെയ്യാം, ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, ടാക്സ് ഓഡിറ്റും ചെയ്യണം. ഇതാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഓക്കെ അല്ലേ നിങ്ങൾക്ക്? സൂപ്പർ. അപ്പൊ കഴിഞ്ഞിട്ടില്ല. ഈ ഗ്രോസ് റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Gross receipt from business shall be paid or payable to such person in or out of India on account of provision of such service in India. എക്സ്പ്ലോറേഷൻ നടക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ അതുമായി കിട്ടുന്ന എല്ലാ വരുമാനവും നിങ്ങൾ ഗ്രോസ് റെസിപ്റ്റിനകത്തേക്ക് എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ആൻഡ് റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ഓൺ അക്കൗണ്ട് ഓഫ് സച്ച് സർവീസ് ഔട്ട്സൈഡ് ഇന്ത്യ. എന്ത് റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ? ഇവിടെ സർവീസ് പുറത്തെവിടെയായിരിക്കും ചെയ്തത്? ചിലപ്പോൾ ഇന്ത്യൻ പുറം കടലിലായിരിക്കും, ഇന്ത്യൻ ഓഷ്യൻ ആഫ്റ്റർ അവർ ടെറിട്ടോറിയൽ വാട്ടർ ആയിരിക്കും നിങ്ങൾ ഖനിക്കാൻ പോയത്. പക്ഷെ പൈസ കിട്ടുന്ന ഇന്ത്യയിൽ വെച്ചിട്ടാണെങ്കിൽ അതും നിങ്ങൾ ഗ്രോസ് എമൗണ്ട് ടാക്സബിൾ ഇൻ ഇന്ത്യയുടെ ഭാഗമായി എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അതായത് അക്രൂവൽ 1, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിലാണെങ്കിൽ അക്രൂവലോടെ ഇന്ത്യയിൽ, സർവീസ് പ്രൊവൈഡ് ചെയ്ത് പുറത്തെവിടെ പക്ഷെ പൈസ കിട്ടുന്ന ഇന്ത്യയിലാണെങ്കിൽ ഫസ്റ്റ് റെസിപ്റ്റ് ആണ് ഇന്ത്യയിൽ. അത് തന്നെയാണ് റിഫ്ലക്റ്റഡ് ആയിട്ട് ഇവിടെ വന്നേക്കുന്നത്. ഒന്നിലെ സർവീസ് പ്രൊവൈഡ് ചെയ്ത് ഇന്ത്യയിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് റെസിപ്റ്റ് ഇന്ത്യയിൽ. യു ആഡ് ബോത്ത്, ദെൻ അപ്ലൈ 10%. 10% അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുക. Whatever the figure comes in, that shall be deemed to be what?
യുവർ പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ്. എത്രയാണ് ഫിഗർ വരുന്നത് അത് നമുക്ക് നമ്മുടെ പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡീൽ ചെയ്യാം. ഓക്കെ അല്ലേ? ഇത് ഭയങ്കര ടഫാണ്. ഇത് ഒന്നുമില്ല, കുറച്ചുണ്ടെന്നേ ഉള്ളൂ. ശരിക്കും NR ടാക്സേഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ ഉള്ളൂ. ഭയങ്കര ടഫാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് ടഫാന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കുറെ സാധനം ഉണ്ട്. 10, 15, 20, 30 എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ട്, കുറെ കണ്ടീഷനും ഉണ്ട്. ഇതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് എന്താവും, നമുക്കിതിപ്പോ ഏതായിരുന്നു അതിന് നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യണം. മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയി പോകും. ഓരോന്നും പഠിപ്പിക്കാനും അത് മനസ്സിലാക്കാനും വലിയ പാടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഓർത്ത് വെക്കലാണ് ചാലഞ്ച് എന്ന് പറയും. ഓക്കെ, ശരി. അപ്പൊ നോട്ട് 1 നോക്കാം കേട്ടോ. എന്താ നോട്ട് 1? ഇഫ് ദ ഇൻകം ഓഫ് NR ഇസ് ഇൻ ദ നേച്ചർ ഓഫ് FTS. എന്തായിരുന്നു FTS? ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസ്. നിങ്ങൾ പറയുന്നു നിങ്ങളുടെ എമൗണ്ട് ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസ് ആണെന്ന് വിചാരിക്കുക. ഫീസ് ഫോർ ടെക് സർവീസസ് ഇറ്റ് ഷാൽ ബി ടാക്സബിൾ അണ്ടർ 44DA or 115A. ആ ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസ് ആണ്. അതായത് നിങ്ങൾ ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി സപ്ലൈ ചെയ്യാണ്, നിങ്ങളൊരു ടെക്നിക്കൽ സപ്പോർട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ റെന്റ് അല്ല നിങ്ങൾക്ക് പകരം കിട്ടുന്ന, ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഈ 44 ഈ BB പ്രൊവിഷൻ എന്ത് ചെയ്യണ്ട, ഫോളോ ചെയ്യണ്ട. നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറെ പ്രൊവിഷൻ ഉണ്ട് NR ടാക്സേഷനിൽ തന്നെ, 44DA അല്ലെങ്കിൽ 115A. മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. 44DA and 115A ഈ സെഷനിൽ തന്നെ പഠിക്കും. നമ്മൾ NR ടാക്സേഷനിൽ തന്നെ നമ്മൾ പഠിക്കും 44DA and 115A. സൂൺ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ പ്രിസംപ്റ്റീവ് പ്രൊവിഷൻസ് നമ്മൾ അടുത്തടുത്ത പഠിക്കാൻ പോകുന്ന 2 സെക്ഷൻസ് എന്ന് പറയുന്നത് 44DA 115A ആണ്. പറഞ്ഞത് മനസ്സിലായോ? കിട്ടുന്ന എമൗണ്ട് FTS ആണെങ്കിലേ ഈ പ്രൊവിഷൻ ഫോളോ ചെയ്യണ്ട. 44DA അല്ലെങ്കിൽ 115A പ്രകാരം നിങ്ങൾ എന്തടച്ചാൽ മതി, ടാക്സ് അടച്ചാൽ മതി, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ബിസിനസ് ടു വിച്ച് ഇറ്റ് റിലേറ്റ്സ്. അതിപ്പോ എക്സ്പ്ലോറേഷൻ ഓഫ് മിനറൽ ഓയിൽ ആണെങ്കിലും അല്ലെങ്കിലും ദ പ്രൊവിഷൻ ആപ്ലിക്കബിൾ ഷാൽ ബി 44DA or 115A. Good. Not 2. Section 44BB would apply only in case where consideration for service and other facilities relating to exploration activity which are not in the nature of FTS. 44BB വരണം എന്നുണ്ടെങ്കിൽ ആ കൺസിഡറേഷൻ എന്താ വരുന്നത്, FTSന്റെ നേച്ചറിലാവാൻ പാടില്ല. FTSന്റെ നേച്ചറിൽ അല്ലെങ്കിൽ അത് എന്തായിരിക്കും, അത് മറ്റേ റെന്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റ് എക്സ്പ്ലോറേഷൻ ഓഫ് മിനറൽ ഓയിലോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, 44BBയിൽ ടാക്സ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പ്രിസംപ്റ്റീവ് പ്രൊവിഷൻ കൊണ്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല. FTSന്റെ നേച്ചർ ആണെങ്കിൽ 44BB അപ്ലൈ ചെയ്യാൻ പാടില്ല. ശരി, അവസാനത്തെ പോയിന്റ് എന്താ, ഫ്രം ഇൻകം അണ്ടർ ദിസ് സെക്ഷൻ no set off of unabsorbed depreciation and brought forward loss would be allowed to the assessee. ശ്രദ്ധിച്ചേ, അതായത് ഇപ്പൊ ഇയർ 1 ശരിക്കും എനിക്ക് മിനറൽ എക്സ്പ്ലോറേഷനിൽ ലോസ് ആയിരുന്നു. ഇവിടെ വരയ്ക്കെ, ഇയർ 1 ഞാനൊരു മിനറൽ എക്സ്പ്ലോറർ ആയിരുന്നു. എനിക്ക് ശരിക്കും ലോസ് ആയിരുന്നു. ഓക്കെ, ഒരു 10 ലക്ഷം രൂപ ലോസ് ആയിരുന്നു വിചാരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 44A ബുക്സും മെയിൻറ്റെയിൻ ചെയ്തു, 44AB എന്തും ചെയ്തു, ടാക്സ് ഓഡിറ്റും ചെയ്തു, ലോവർ പ്രോഫിറ്റ് കാണിച്ചു. ഇയർ 2 വന്നപ്പോ എനിക്ക് പ്രോഫിറ്റ് ആയി. ഞാൻ എങ്ങോട്ടേക്ക് വന്നു, 44BB ഞാൻ ഓപ്റ്റ് ചെയ്യാണ്. അപ്പൊ എന്റെ 10% ഗ്രോസ് റെസിപ്റ്റ്സ് എന്ന് പറയുന്ന ഒരു 20 ലക്ഷമാണെന്ന് വിചാരിക്കുക. എന്റെ 10% ഗ്രോസ് റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 20 ലക്ഷം. അപ്പൊ ഒരു കാര്യമുണ്ടല്ലോ, കഴിഞ്ഞ വർഷം എനിക്കൊരു ലോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ 10 ലക്ഷം. ആ ലോസിനെ എനിക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് ഈ 20 ലക്ഷത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ രണ്ടാമത്തെ വർഷം 44BB ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസിന് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഒന്നും ക്യാരി ഫോർവേഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. ഇയർ 2 നിങ്ങൾ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ടാക്സ് ഓഡിറ്റ് ചെയ്ത് നോർമൽ പ്രൊവിഷൻസ് പ്രകാരമാണ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തതെങ്കിൽ ആ ലോസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. പ്രിസെപ്റ്റീവ് എടുത്തിട്ട് അതിന്റെ കൂടെ കഴിഞ്ഞ വർഷത്തെ ലോസും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പാടില്ല. പ്രിസെപ്റ്റീവ് എടുത്ത പ്രോഫിറ്റിൽ ആ 10% കാണണം. അതിന്റെ അകത്തേക്ക് പിന്നെ കയറി ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസും അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ കയറി എന്ത് ചെയ്യരുത്, അഡ്ജസ്റ്റ് ചെയ്യരുത്. ഓക്കെ അല്ലേ? കഴിഞ്ഞു, അത്രേ ഉള്ളൂ, വേറെ വലിയ കാര്യമൊന്നുമില്ല അതിന്റെ അകത്ത്. ഇൻകം അണ്ടർ ദിസ് സെക്ഷൻ, ഫ്രം ഇൻകം അണ്ടർ ദിസ് സെക്ഷൻ നോ സെറ്റ് ഓഫ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ആൻഡ് ബ്രോഡ് ഫോർവേഡ് ലോസ് വുഡ് ബി അലൗഡ്. കിട്ടൂല എന്നാണ് അവന്മാർ പറഞ്ഞ് വെച്ചിരിക്കുന്നത്. ബസ് ഓക്കെ ആണോ പറഞ്ഞത്? അപ്പോൾ നോട്ട് 1, 2, 3 ഇത് റിലേറ്റഡ് ആയിട്ട് ഇതുവരെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇത് റിലേറ്റഡ് ആയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടി വരും, അറ്റ്സ് അൺനെസറി. അപ്പൊ 44BB സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ കമ്പ്യൂട്ടിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഇൻ കണക്ഷൻ വിത്ത് ദ ബിസിനസ് ഓഫ് എക്സ്പ്ലോറേഷൻ എക്സെട്ര ഓഫ് മിനറൽ ഓയിൽ. അപ്പൊ എത്ര ഗ്രോസ് റെസിപ്റ്റ്സിന്റെ 10% നിങ്ങൾ നിങ്ങളുടെ പ്രിസംപ്റ്റീവ് ഇൻകം ആയിട്ട് കാണിക്കുക.
But the greatest advantage in this section is you can maintain books of accounts and carry out a tax audit so that you can declare a lower profit. നിങ്ങൾക്ക് ഒരു lower profit അവിടെ എന്ത് ചെയ്യാൻ ഡിക്ലെയർ ചെയ്യാം. മൂവിങ് ഓൺ. അടുത്ത സാധനം എന്താണെന്ന് നോക്കാം. അടുത്ത തന്നെ കുറച്ച് കാര്യമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് 44 BBA. കുട്ടി ടോപ്പിക്ക് ഒരു 4 പേജേ ഉള്ളൂ. 44 BBA, special provision for computing profits and gains of business of operation of aircraft in the case of NR. ആര് NR? നോൺ റെസിഡന്റ്. അതായത് എയർക്രാഫ്റ്റ് ബിസിനസ് ചെയ്യുന്ന ഒരു നോൺ റെസിഡന്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രൊവിഷൻ ആണ് 44 BBA. എന്ത് ബിസിനസ് ആയിരിക്കണം? എയർക്രാഫ്റ്റ് ബിസിനസ്. അതെന്ത് ബിസിനസ് അത്? നമ്മൾ പറയല്ലേ, ഏതാണ്? ഫ്ലൈ എമിറേറ്റ്സ്, ബ്രിട്ടീഷ് എയർവേസ്, സിംഗപ്പൂർ എയർലൈൻസ്, ഖത്തർ എയർലൈൻസ് എന്നൊക്കെ പറയുന്ന ജപ്പാൻ എയർലൈൻസ്, ഇതൊക്കെയാണ് എയർക്രാഫ്റ്റ് ബിസിനസ്. എയർക്രാഫ്റ്റ് ഉണ്ടാക്കി വെക്കണം എന്നല്ല, ഫ്ലൈറ്റ്. ഓക്കെ, ഫ്ലൈറ്റിന്റെ പരിപാടി ചെയ്യുന്ന ഒരു നോൺ റെസിഡന്റ് ആയിട്ടുള്ള എൻറ്റിറ്റിയാണ്. എയർ ഇന്ത്യ ഒന്നും കൊണ്ട് കൂട്ടരുത് കേട്ടോ. എയർ ഇന്ത്യ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ പയ്യൻസ് ആണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? നോൺ റെസിഡന്റ് ആയിരിക്കണം, ഈ എയർക്രാഫ്റ്റ് ബിസിനസ്സിലായിരിക്കണം. അങ്ങനെ നിങ്ങളൊരു നോൺ റെസിഡന്റ് എയർക്രാഫ്റ്റ് ബിസിനസ് ചെയ്യുന്ന ഒരു അസസിംഗ് ആണെങ്കിൽ നിങ്ങളുടെ പ്രിസംപ്റ്റീവ് പ്രൊവിഷൻ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്ക് നിങ്ങളുടെ പ്രിസംപ്റ്റീവ് പ്രൊവിഷൻസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സിമ്പിൾ ആണ്. ഫസ്റ്റ് പോയിന്റ് എന്താ? amount payable to assessee on account of carriage of passengers, livestock, mail, goods from any place in India. കേട്ടെ, ഫസ്റ്റ് പോയിന്റ് എന്താ? amount payable to the assessee on account of carriage of passengers, livestock, mail, goods, ബാക്കി from any place in India. ആ ഷിപ്പിംഗ് വന്നപ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഷിപ്പിംഗ് വന്നപ്പോ എങ്ങനെയായിരുന്നു നോക്കിയേ. ആ ഷിപ്പിംഗ് വന്നപ്പോ ടു എനി പോർട്ട് ഇൻ ഇന്ത്യ എന്നല്ലായിരുന്നു നമ്മളവിടെ പഠിച്ചത് അല്ലേ? എന്ന എയർക്രാഫ്റ്റ് വന്നപ്പോ അത് എങ്ങനെയായി? ഫ്രം എനി പ്ലേസ് ഇൻ ഇന്ത്യ. അതായത് ഇതൊരു, നമ്മൾ മലയാളത്തിൽ പറയും ഇരട്ടത്താപ്പ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് ഇന്നെ കൈൻഡ്. അതായത് ഷിപ്പിംഗ് വരുമ്പോഴേ, നമ്മളൊരു ഇമ്പോർട്ട് ഓറിയന്റഡ് കൺട്രി അല്ലേ, നമ്മൾ കൂടുതൽ സാധനങ്ങൾ ഇന്ത്യയിലേക്കാണ് ഷിപ്പ് ചെയ്യാറ്. ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് ആനുപാതികമായി കുറവാണ് നമുക്ക്. അപ്പോ ഇന്ത്യയിലേക്ക് ഒരു സാധനം ഷിപ്പ് ചെയ്യുന്ന കാരണം എന്തെങ്കിലും ലാഭം ഉണ്ടായാൽ ആ ഷിപ്പിംഗ് കമ്പനി ഇന്ത്യയിൽ അത് അക്രൂവായിട്ട് ട്രീറ്റ് ചെയ്ത് ടാക്സ് അടയ്ക്കണം. ഇനി ആൾക്കാരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ നിന്ന് ഉള്ളവന്മാരെ വലിച്ചുകൊണ്ട് പോകാനാണ് പതിവ്. പുറത്തുനിന്ന് സായിപ്പ്മാർ ഇന്ത്യയിലേക്ക് വരുന്നത് കുറവാണ്. കാരണം നമ്മളിപ്പോൾ ലോകത്തിലെ 1ാം നമ്പർ പോപ്പുലേറ്റഡ് കൺട്രിയാണ് അൺഒഫീഷ്യലി. കാരണം സെൻസസ് എടുത്തിട്ടില്ല. നമ്മളിവിടെ ആൾക്കാർ തട്ടിയിട്ട് നടക്കത്തില്ല. അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരെല്ലാം പുറത്തേക്ക് പോകാറാണ് പതിവ്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾക്കാരൊന്നും കാണാനേ ഇല്ല, എല്ലാവരും പോകും അല്ലേ. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു ഡബിൾ സ്റ്റാൻഡേർഡിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അതായത് ഈ ഷിപ്പ് വരുമ്പോ ഗുഡ്സ് ഇന്ത്യയിലേക്ക് ഷിപ്പ് ചെയ്യാറാണ് പതിവ്. ആൾക്കാർ ഇപ്പൊ നമ്മൾ ഭയങ്കര പോപ്പുലേറ്റഡ് ആയതുകൊണ്ട് ഇവിടുന്ന് ആൾക്കാർ പുറത്തേക്ക് പോകുന്നതാണ് പതിവ്. അതുകൊണ്ട് ഈ എയർക്രാഫ്റ്റ് വന്നപ്പോ അവന്മാർ അത് എങ്ങനെയാക്കി നോക്കിയേ. ആ ഫ്രം എനി പ്ലേസ് ഇൻ ഇന്ത്യ, ഇവിടുന്ന് ഇവന്മാരൊക്കെ എടുത്ത് പുറത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ ആ പുറത്തേക്ക് കൊണ്ടുവന്ന കാരണം കിട്ടുന്ന എമൗണ്ടിന് നിങ്ങൾ ഇന്ത്യയിൽ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. പ്ലസ് amount received or deemed to be received in India on account of carriage of passengers, livestock, mail, goods from outside India. ഇന്ത്യയുടെ പുറത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോവോ, ഗുഡ്സ് കൊണ്ടുപോവോ, അല്ലെങ്കിൽ പുറത്ത് ഡീൽ ചെയ്യുന്ന ആ ഒരു സർവീസിന്റെ പേയ്മെന്റ് കിട്ടുന്നത് എവിടെയാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ദാറ്റ് ഓൾസോ ഹാവ് ടു ബി ആഡഡ്. ഇപ്പൊ 2 സാധനങ്ങളുണ്ട് കേട്ടോ. യു ആർ ടേക്കിംഗ് someone or something from India. The payment that you are getting anywhere will be taxable in India. Second one, you are receiving a payment in India on account of providing services outside India, that also will be taxable in India. Now you tell me how much is the presumptive profit? എത്ര presumptive profit? ഈ 2 അമൗണ്ടിന്റെ അഗ്രിഗേറ്റ് എടുത്തിട്ട് 5% on the aggregate amount shall be the presumptive profit. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. Whatever the figure comes in, you apply 5% on that. That 5% shall be deemed to be the profits. That 5% shall be deemed to be the profits. അത് നിങ്ങളുടെ പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക. അപ്പൊ അതാണ്ട് ഒരു എയർലൈൻ കമ്പനി വന്നിട്ട് പറയാണ്, സാറേ നഷ്ടമാണ്, എയർലൈൻ ഒക്കെ ഭയങ്കര നഷ്ടമാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ടാക്സ് ഓഡിറ്റ് ചെയ്താൽ ലോവർ പ്രോഫിറ്റ് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അസസി ഡസ് നോട്ട് ഹാവ് ആൻ ഓപ്ഷൻ ടു ക്ലെയിം ലോവർ പ്രോഫിറ്റ് ഹിയർ. ഇറ്റ്സ് മാൻഡേറ്ററി. എയർക്രാഫ്റ്റ് ബിസിനസ് ആണോ, നോൺ റെസിഡന്റ് ആണോ, 5% പ്രോഫിറ്റ് കാണണം. കൂടുതൽ വർത്താനൊന്നും ഇല്ല, കണ്ടിരിക്കണം. ലോവർ പ്രോഫിറ്റ് കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ ഞങ്ങൾ തരുന്നില്ല. ഓക്കെ ആണോ? That's it. 44 BBA കുട്ടി സെക്ഷൻ ആണ്. ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് നമുക്ക് പറയാനും ഇല്ല. പറഞ്ഞ എത്ര ഓക്കെ ആണോ? സിമ്പിൾ സെക്ഷൻ 44 BBA, സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ കമ്പ്യൂട്ടിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഓഫ് എയർക്രാഫ്റ്റ് ഇൻ ദ കേസ് ഓഫ് NR.
ശരി, അപ്പൊ കിട്ടിയ ഈ 2 amount ആഡ് ചെയ്യുക, അപ്ലൈ 5%, and that whatever that amount comes in, that shall be the presumptive profits. And this provision is basically mandatory because you don't have an option to show lower profit. Yes. അടുത്തത് വളരെ നിരുപദ്രവകാരിയായ ഒരു സാധനമാണ്. എന്താണത്? സെക്ഷൻ 44 BBB, ട്രിപ്പിൾ ബി എന്ന് നമുക്ക് പറയും. എന്താണ് 44 BBB? Special provision for computing profits and gains of a foreign company engaged in the business of civil construction etc. in turnkey power project. എന്ത് സാധനമാണ് ടേൺ കീ പവർ പ്രോജക്ട്? ആദ്യമേ എന്താണ് ഈ ടേൺ കീ പവർ പ്രോജക്ട് എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട്ലി ഇസ് ദ ടേൺ കീ പവർ പ്രോജക്ട്. ഒരു എക്സാമ്പിൾ പറയാനായിട്ട്, ടേൺ കീ പവർ പ്രോജക്റ്റിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയാനായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ഇപ്പോ ഒരു എന്താ പറയാ, നമ്മുടെ കേരളത്തിൽ തന്നെ ഇതിന് എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട് ഏരിയ ടേൺ കീ പവർ പ്രോജക്ട്. ഒരു കനേഡിയൻ കമ്പനി വന്ന് സൈറ്റ് കണ്ട് അവിടെ ഡാം പണിത് നമ്മുടെ പവർ സ്റ്റേഷൻ മൂലമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്ത് സെറ്റപ്പ് ചെയ്ത്, ഡാം ഇസ് ഇൻ ഇടുക്കി ബട്ട് ദ പവർ സ്റ്റേഷൻ ഇസ് ആക്ച്വലി ഇൻ മൂലമറ്റം. അത് ഇടുക്കി ജില്ലയിൽ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ബേസിക്കലി ഇടുക്കി ഡാം എന്നുള്ള വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പ് വഴി മൂലമറ്റത്തേക്ക് ഒഴുക്കി അവിടെ ടർബൈൻ കറക്കി അവർ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത്, കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഇലക്ട്രിസിറ്റി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട് ഏരിയ എന്ന് പറയുന്നത് ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട് ഏരിയ ആണ്. ബേസിക്കലി അത് മുഴുവൻ സെറ്റപ്പ് ചെയ്ത ഒരു കനേഡിയൻ കമ്പനിയാണ്. ഒരു കനേഡിയൻ കമ്പനി came over there and they set up everything and they handed over that administration to the Kerala State Electricity Board. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഡാം പണിതിട്ടുമില്ല, ഐ മീൻ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയാണ് മേജർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ആരാണ്? കനേഡിയൻ കമ്പനിയാണ്. ആൻഡ് ദ കനേഡിയൻ കമ്പനി ഹാവ് ടു ബി മെയ്ഡ് എ ലംസം പേയ്മെന്റ് ടുവേർഡ്സ് ദി എൻഡ്. കനേഡിയൻ കമ്പനി ഇതൊക്കെ വെറുതെ ചെയ്ത് കൊടുക്കുമോ? ഇല്ല, അവരൊരു ലംസം പേയ്മെന്റ് അക്സെപ്റ്റ് ചെയ്തിട്ടായിരിക്കും ഇന്ത്യയിൽ നിന്ന് പോവുക. അപ്പൊ കനേഡിയൻ കമ്പനി ചെയ്ത കാര്യം എന്താ? ദേ സെറ്റപ്പ് എ പവർ പ്രോജക്ട് ഹിയർ. ടേൺ കീ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യുന്നു, വേറൊരാൾ അത് എന്ത് ചെയ്യുന്നു? റൺ ചെയ്യുന്നു. നമ്മൾ കാർ മേടിക്കുന്നു, നമ്മളൊരു കാർ മേടിക്കുമ്പോൾ കാറിന്റെ ചാവി നമ്മുടെ കയ്യിൽ തരും, കീ നമ്മുടെ കയ്യിൽ തരും. നമുക്കറിയാവോ കാറിന്റെ എഞ്ചിൻ പ്രവർത്തനം എങ്ങനെയാണെന്ന്? ബ്രേക്ക് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഇല്ല. എഞ്ചിന്റെ പോട്ടെ, എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രവർത്തനം നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ഫസ്റ്റിലിടുന്നു, കാല് കൊടുത്താൽ കാർ പോകുന്നുണ്ടോ, ബ്രേക്ക് ഇടുമ്പോൾ കാർ നിൽക്കുന്നുണ്ടോ, അത്ര അറിഞ്ഞാൽ പോരെ. പിന്നെ റോഡ് നിയമങ്ങളൊക്കെ അറിയണം, ലൈസൻസും വേണം. പ്ലസ് വേറൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ആ ടേൺ കീ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മേടിക്കുക, പൈസ കൊടുക്കുക, കീ എടുക്കുക, തിരിക്കുക, ഓടിച്ചോണ്ട് പോവുക എന്ന് പറയുന്ന പോലെ KCBക്ക് കാര്യങ്ങൾ വളരെ നിസ്സാരമാണെന്നല്ല. കനേഡിയൻ കമ്പനി വിൽ കം സെറ്റ് അപ്പ് എവറിത്തിങ്, ദ KCB ഹാവ് ടു അഡ്മിനിസ്റ്റർ ഇറ്റ് എന്ന് പറയുന്ന പോലെ ടേൺ കീ എന്ന് പറഞ്ഞാൽ അതാണ്. വൺ പേഴ്സൺ വിൽ കം, ഡസ് ഓൾ ദ കൺസ്ട്രക്ഷൻസ്, erectioning, testing, plant and machinery, etc. They will do and set up everything and they will accept a lump sum payment and they will say tata bye bye. അപ്പൊ ഫോറിൻ കമ്പനി ഇന്ത്യയില് ടേൺ കീ പവർ പ്രൊജക്ടുകൾ സെറ്റപ്പ് ചെയ്തത് കാരണം എന്തെങ്കിലും പേയ്മെന്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പേയ്മെന്റുകൾക്ക് അവര് 44 BBB പ്രകാരമാണ് എന്തടക്കേണ്ടത്? പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്ത് ടാക്സ് അടയ്ക്കേണ്ടത്. നോക്കാം, ഒന്നുകൂടെ ഹെഡിങ് വായിക്കാം. സ്പെഷ്യൽ പ്രൊവിഷൻ for computing profits and gains of a foreign company engaged in the business of civil construction etc. in turnkey power projects. അപ്പോൾ ആര് അസസി? അസസി being a foreign company engaged in the business of civil construction or business of erection of plant and machinery or testing or commissioning there. Civil construction അല്ലെങ്കിൽ business of erection of plant and machinery or testing or commissioning thereof which is connected with the turnkey power project approved by the central government. കേന്ദ്ര സർക്കാർ അപ്രൂവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ടേൺ കീ പവർ പ്രോജക്ട് ഇവിടെ സെറ്റപ്പ് ചെയ്യാൻ, അതിന്റെ സിവിൽ കൺസ്ട്രക്ഷൻ ചെയ്യാനോ അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾ ചെയ്ത് അത് ടെസ്റ്റ് ചെയ്യാനോ ഒക്കെ വേണ്ടി വരുന്ന ഫോറിൻ കമ്പനികൾ ഇന്ത്യയിലെ പരിപാടി ചെയ്യുന്നത് കാരണം എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻകത്തിന് ഈ പറഞ്ഞ 10% നിങ്ങൾ പ്രിസംപ്റ്റീവ് പ്രോഫിറ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടത്? ഡിക്ലെയർ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട് ഏരിയ ഡസ് ഹാവ് എ CG അപ്രൂവൽ. CG അപ്രൂവൽ ഉണ്ടായിരുന്നു. അന്തകാലത്തിൽ ഇന്ദിരാഗാന്ധിയാണ്, എനിക്ക് തോന്നുന്നു അത് ഉദ്ഘാടനം ചെയ്തതാണോ തറക്കല്ലിട്ടതാണോ ഐ ഡോണ്ട് നോ, ഏതോ ഒരെണ്ണം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് എന്ന് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ ഫോറിൻ കമ്പനി they will set up everything including the civil construction, testing of plant and machinery etc. They will accept a payment, say tata bye bye. ആ പേയ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്ന കാരണം they have to pay the taxes in India. അക്സെപ്റ്റ് ചെയ്ത പേയ്മെന്റിന്റെ 10% അവർ എന്തായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആയിട്ട്
ഡിക്ലെയർ ചെയ്യേണ്ടത്. 10% അവര് പ്രോഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് വാട്ട് എവർ ദ റേറ്റ് ആപ്ലിക്കബിൾ ഫോർ ദം, ആ റേറ്റിൽ അവർ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. ദിസ് ഇസ് വാട്ട് ദേ ആർ സെയിങ്. സോ ഇൻകം from business shall be estimated at 10% of the amount paid or payable, whether in or out India to the assessee. Because you are providing that construction in India, so that whether or not you have received that payment in India, it will be taxable in India. ആ പൈസ നിങ്ങൾക്ക് ഇന്ത്യ കിട്ടിയാലും ഇന്ത്യയുടെ പുറത്ത് കിട്ടിയാലും അത് ഇന്ത്യയിൽ എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. Not to. Assessee has an option to claim lower profit provided they have to maintain books of accounts and get it audited by a chartered accountant. അവർക്ക് ലോവർ പ്രോഫിറ്റ് കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, ടാക്സ് ഓഡിറ്റും ചെയ്യണം. ദെൻ ഇത് മാൻഡേറ്ററി അല്ല, ദേ ഡു ഹാവ് എൻ ഓപ്ഷൻ. നോട്ട് 3. ഫ്രം ഇൻകം അണ്ടർ ദിസ് സെക്ഷൻ അഗെയിൻ നോ സെറ്റ് ഓഫ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ഓർ ബ്രോഡ് ഫോർവേഡ് ലോസ് വുഡ് ബി അലൗഡ് ടു ദ അസസി. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഏതാ, കഴിഞ്ഞ വർഷം നോർമൽ പ്രൊവിഷൻ ക്ലെയിം ചെയ്ത് ലോസ് ഇട്ടു, ഈ വർഷം പ്രിസംപ്റ്റീവ് എടുത്താൽ കഴിഞ്ഞ വർഷം വന്ന ലോസിനെ ഈ വർഷം പ്രിസംപ്റ്റീവ് പ്രോഫിറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ നേരത്തെ ഒരു സിമിലർ എക്സാമ്പിൾ ആ മിനറൽ ഓയിലിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമിലർലി ഇവിടെ ഒരു വർഷത്തെ ബ്രോഡ് ഫോർവേഡ് ലോസോ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷനോ ഒന്നും നിങ്ങൾ 44 BBB ഓപ്റ്റ് ചെയ്ത വർഷത്തെ പ്രോഫിറ്റുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മൾ എത്ര പ്രിസംപ്റ്റീവ് പ്രൊവിഷൻ പഠിച്ചു? 44B, BBA, BBC, BB, BBB. 44B ഷിപ്പിംഗ് ബിസിനസ്, BBA ഓപ്പറേഷൻ ഓഫ് എയർക്രാഫ്റ്റ്. ഇവിടെ രണ്ടിടത്തും അതുപോലെ BBC അതെന്തായിരുന്നു? ഓപ്പറേഷൻ ഓഫ് ക്രൂയിസ്. ഈ മൂന്നിടത്തും ലോവർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഒരുപാട് ഇല്ല, മാൻഡേറ്ററി ആണ്. BBയിൽ 7.5, BBAയില് 5%, BBCയില് 20%. എന്നാൽ BBBയിലും BBBയിലും നിങ്ങൾക്ക് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്ത് ടാക്സ് ഓഡിറ്റ് ചെയ്താൽ എന്ത് ചെയ്യാം? ലോവർ പ്രോഫിറ്റ് ക്ലെയിം ചെയ്യാം. ഓക്കെ ആണോ? BB എന്തായിരുന്നു? മിനറൽ എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ ഗിവിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി ടു ബി യൂസ്ഡ് ഇൻ മിനറൽ എക്സ്പ്ലോറേഷൻ. BBBയോ ടേൺ കീ പവർ പ്രോജക്ട്. പക്ഷേ BBBക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഏതാ? BBB. അതിനൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ആരായിരിക്കണം? ഫോറിൻ കമ്പനി ആയിരിക്കണം കേട്ടോ. ഈ ബിയിലോ BBAയിലോ BBCയിലോ BBയിലോ ഒന്നും അവര് അസസിയുടെ ലീഗൽ സ്റ്റാറ്റസ് മാൻഡേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ BBBയില് തീർച്ചയായിട്ടും നിങ്ങൾ ആരായിരിക്കണം? ഒരു ഫോറിൻ കമ്പനി ആയിരിക്കണം. വേറെ സ്റ്റാറ്റസിലുള്ള അസസികൾക്ക് BBB എന്തല്ല? ആപ്ലിക്കബിൾ അല്ല. ക്ലിയർ ആണോ? യു ഹാവ് ടു ബി എ foreign company for BBB to be applicable in your case. That's it. അതിന്റെ ഒരു സമ്മറി ടേബിൾ ആണ് നമ്മൾ പഠിച്ച സാധനങ്ങളുടെ ഒരു സമ്മറി ടേബിൾ ആണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ ഫോർ യു. ഓക്കെ അല്ലേ ഇത്രയും പറഞ്ഞത്? അപ്പോ വി ഹാവ് കംപ്ലീറ്റഡ് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നുണ്ടല്ലോ, ശരിക്കും PGBPയുടെ തന്നെ ഒരു ബാക്കിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഇത് PGBP ആയിട്ട് ബന്ധമൊന്നുമില്ല. എന്തായാലും ശരിക്കും നമ്മൾ ഇൻകം ടാക്സിന്റെ ഒറിജിനൽ ഷെഡ്യൂൾ എടുത്താൽ 44 സീരീസ് ഒക്കെ PGBP ഹെഡിന്റെ ഭാഗമായിട്ട് വരുന്ന ടോപ്പിക്കാണ്. ഇത് ഇനി മനസ്സിലാക്കേണ്ട കാര്യം, NR ടാക്സേഷനിലെ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 44DA ആണ്. അതൊരു പ്രിസംപ്റ്റീവ് ടാക്സേഷൻ അല്ല. പിന്നെ എന്താണ് 44DA? അത് ഈ സെക്ഷനിലെ അവസാന പോയിന്റ് പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഈ സെക്ഷൻ എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഈ സെക്ഷനിലെ ലാസ്റ്റ് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യണം. അപ്പൊ തൽക്കാലത്തേക്ക് ഇതൊരു സ്പെഷ്യൽ പ്രൊവിഷൻ ആണെന്ന് മാത്രം മനസ്സിലാക്കുക. എന്താണിത്? ഇതൊരു സ്പെഷ്യൽ പ്രൊവിഷൻ ആണ്. ഇത് ആർക്ക് ആപ്ലിക്കബിൾ ആവുന്നത്? ഇറ്റ് ഇസ് ആപ്ലിക്കബിൾ ഫോർ എ നോൺ റെസിഡന്റ് ഇഫ് ഹി ഈസ് റിസീവിംഗ് റോയൽറ്റി ഓർ FTS. റോയൽറ്റിയോ FTSോ കിട്ടുന്ന ഒരു നോൺ റെസിഡന്റിന് ആപ്ലിക്കബിൾ ആവുന്ന ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മനസ്സിലാക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? നോക്കാം എന്താണ് സ്പെഷ്യൽ പ്രൊവിഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് സെന്റൻസ് എന്താ? ദിസ് പ്രൊവിഷൻ ഇസ് ഫോർ ടാക്സിംഗ് റോയൽറ്റി ഓർ FTS. എന്താ റോയൽറ്റി? എനി പേയ്മെന്റ് റിസീവ് ഫോർ റൈറ്റ് ടു യൂസ് സംതിങ്. ഒരു സാധനം ഉപയോഗിക്കാനുള്ള റൈറ്റ് വിട്ട് കൊടുത്തത് കാരണം എനിക്കൊരു പേയ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ പേയ്മെന്റിനെ റോയൽറ്റി എന്ന് വിളിക്കാം. FTSോ ടെക്നിക്കൽ മാനേജറിയൽ കൺസൾട്ടൻസി സർവീസസിന് ഫീസ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസസ് എന്ന് വിളിക്കാം, അല്ലേ? അപ്പൊ നിങ്ങൾ ഒരു എലിജിബിൾ അസസി ആണെങ്കിൽ, നിങ്ങൾ ആരായിരിക്കണം? എലിജിബിൾ അസസി ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റോയൽറ്റി അല്ലെങ്കിൽ FTSനെ ടാക്സ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്ന ഒരു സെക്ഷനാണ് 44DA. ഇറ്റ്സ് എ സ്പെഷ്യൽ പ്രൊവിഷൻ വൈൽ കമ്പ്യൂട്ടിംഗ് ദ royalty income and FTS of an eligible assessee. So let's understand what is this eligible assessee. First ആരാണ് ഈ പ്രൊവിഷനിലെ eligible assessee എന്ന് നമുക്ക് പഠിക്കാം.
നോക്കിയേ, ആര് എലിജിബിൾ അസസി? ഈ കുഴലിനകത്ത് കിടക്കുന്ന 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നവനാണ് ആര്? എലിജിബിൾ അസസി. അപ്പോ ഫസ്റ്റ് കണ്ടീഷൻ എന്താ? നോൺ റെസിഡന്റ് ഹാവിംഗ് മെയ്ഡ് ആൻ എഗ്രിമെന്റ് വിത്ത് ഇന്ത്യൻ കമ്പനി ഓർ ഗവൺമെന്റ് ആഫ്റ്റർ 31st March 2003. അതായത് എലിജിബിൾ അസസിയുടെ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ അങ്ങ് വരച്ചു വെക്കാം. നിങ്ങളൊരു നോൺ റെസിഡന്റ് ആയിരിക്കണം. ഓബിയസ്ലി യു ഹാവ് ടു ബി എ നോൺ റെസിഡന്റ്. നിങ്ങളൊരു നോൺ റെസിഡന്റ് ആണ്. ഇനി നിങ്ങൾക്ക് നോൺ റെസിഡന്റ് ആയ മാത്രം മതിയോ? പോരാ. നിങ്ങൾക്ക് എന്ത് വേണം? യു ഹാവ് ടു സൈൻ ആൻ എഗ്രിമെന്റ്. നിങ്ങൾ ഒരു എഗ്രിമെന്റിന്റെ ബേസിസിലായിരിക്കണം നിങ്ങൾക്ക് റോയൽറ്റി അല്ലെങ്കിൽ FTS കിട്ടേണ്ടത്. യു ഹാവ് സൈൻ ആൻ എഗ്രിമെന്റ് വിത്ത് ഐദർ ആൻ ഇന്ത്യൻ കമ്പനി ഓർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഒന്നിൽ ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായി നിങ്ങൾക്ക് എന്തുണ്ട്? യു ഹാവ് ആൻ എഗ്രിമെന്റ്. ഈ എഗ്രിമെന്റിന്റെ സൈനിങ് ഡേറ്റ് അവർ പറയുന്നുണ്ട്. ഇറ്റ് ഷുഡ് ബി ആഫ്റ്റർ 31st March 2003. 31 മാർച്ച് 2003 ശേഷം സൈൻ ചെയ്തിട്ടുള്ള എഗ്രിമെന്റ് ആയിരിക്കണം എന്നുമാണ് ആക്ട് പറയുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ നോൺ റെസിഡന്റ് ആയിരിക്കണം. നിങ്ങൾക്ക് എന്തുണ്ടാവണം? എഗ്രിമെന്റ് ഉണ്ടാവണം. ആരുമായിട്ട്? ഒന്നിലൊരു ഇന്ത്യൻ കമ്പനിയായിട്ട്. ഇന്ത്യൻ കമ്പനി ആയിട്ടാണെങ്കിൽ ഒരു കാര്യം ഓർത്തോളം കേട്ടോ, CG അപ്രൂവൽ വേണേ. ഇനിയിപ്പോ നേരിട്ട് CG ആയിട്ടാണെങ്കിൽ അവിടെ വേറെ അപ്രൂവലിന്റെ കാര്യങ്ങളൊന്നും ആവശ്യം ഇല്ല. ഇഫ് യു ആർ സൈനിങ് എൻ എഗ്രിമെന്റ് വിത്ത് ഇന്ത്യൻ കമ്പനി യു ഷുഡ് ഹാവ് എ CG അപ്രൂവൽ. CG അപ്രൂവ്ഡ് എഗ്രിമെന്റുകളായിരിക്കണം. ഇനിയിപ്പോ നിങ്ങൾ ഡയറക്ട്ലി യു ആർ സൈനിങ് എൻ എഗ്രിമെന്റ് വിത്ത് ദ സെൻട്രൽ ഗവൺമെന്റ്, ദെൻ ദർ ഇസ് നോ അതർ അപ്രൂവൽ റിക്വയർഡ് ഫ്രം ദ CG ബിക്കോസ് ദ അതർ സിഗ്നേറ്ററി ഇറ്റ്സെൽഫ് ഇസ് CG, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പോ ഈ ഒരു എഗ്രിമെന്റ് ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടുത്തെ ആദ്യത്തെ കണ്ടീഷൻ. സോ NR ഹാവിംഗ് മെയ്ഡ് എൻ എഗ്രിമെന്റ് വിത്ത് ഇന്ത്യൻ കമ്പനി ഓർ ഗവൺമെന്റ് ആഫ്റ്റർ 31st March 2003. എഗ്രിമെന്റ് ഉണ്ടായാൽ മാത്രം മതിയോ? പോരാ. എന്താ രണ്ടാമത്തെ കണ്ടീഷൻ? NR ഷുഡ് ഹാവ് എ PE. വാട്ട് ഇസ് PE? പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. DTAA എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മളത് പഠിക്കും. പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് സിംപ്ലി മീൻസ് ആ നോൺ റെസിഡന്റ് ഇന്ത്യയിൽ എന്തുണ്ടാവണം? ഒരു പ്രോപ്പർ ബ്രാഞ്ച് ഉണ്ടാവണം. ആ നോൺ റെസിഡന്റിന് ഇന്ത്യയിൽ എന്തുണ്ടാവണം? ഒരു പ്രോപ്പർ ബ്രാഞ്ച് ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. ശ്രദ്ധിക്കുന്നുണ്ടോ? നോൺ റെസിഡന്റ് ഷുഡ് ഹാവ് എ പ്രോപ്പർ ബ്രാഞ്ച് ഇൻ ഇന്ത്യ. അപ്പോ അല്ലെങ്കിൽ ബ്രാഞ്ചോ സെയിൽസ് ഓഫീസോ ഫാക്ടറിയോ പ്ലാന്റേഷനോ അല്ലെങ്കിൽ വെയർ ഹൗസോ ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിൽ ഉണ്ടാകണം. അപ്പോ ഈ നോൺ റെസിഡന്റിന്, അതായത് ഇപ്പൊ നമുക്ക് മൈക്രോസോഫ്റ്റ് എന്ന് പറയാം. മൈക്രോസോഫ്റ്റിന് ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ട്. അത് 31 മാർച്ച് 2003 ശേഷം സൈൻ ചെയ്ത എഗ്രിമെന്റ് ആണ്. ഈ മൈക്രോസോഫ്റ്റിന് ഇന്ത്യയിൽ എന്തുണ്ട്? ഒരു ബ്രാഞ്ച് ഉണ്ട്. മൈക്രോസോഫ്റ്റ് സേ ഡൽഹിയിൽ ഇവർക്കൊരു ബ്രാഞ്ച് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോ ബ്രാഞ്ച് ഉണ്ടാവണം എന്നുള്ളതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. നോൺ റെസിഡന്റ് ഇന്ത്യയിൽ എന്തുണ്ടാവണം? ഒരു പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റോ ഫിക്സഡ് പ്ലേസ് ഓഫ് പ്രൊഫഷനോ ഉണ്ടാവണം. ഇനി അത് മാത്രം മതിയോ? പോരാ. ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. മൂന്നാമത്തെ കണ്ടീഷൻ, നിങ്ങൾക്ക് കിട്ടുന്ന റോയൽറ്റി അല്ലെങ്കിൽ FTS റിസീപ്റ്റ് ഷുഡ് ബി കണക്റ്റഡ് വിത്ത് സച്ച് PE. ആ ബ്രാഞ്ച് എന്തെങ്കിലും സർവീസ് ചെയ്തത് കൊണ്ടായിരിക്കണം നിങ്ങൾക്ക് റോയൽറ്റി അല്ലെങ്കിൽ FTS കിട്ടുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞ, ഈ ഇന്ത്യയിലുള്ള ബ്രാഞ്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനിക്ക് എന്തെങ്കിലും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അത് കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനി ഇവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? FTS കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ റോയൽറ്റി കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രം ഈ നോൺ റെസിഡന്റ് എന്ത് ഫോളോ ചെയ്താൽ മതി? സെക്ഷൻ 44DA ഫോളോ ചെയ്താൽ മതി. അപ്പോഴേ ഇവൻ ആരാവുള്ളൂ? എലിജിബിൾ അസസി ആകുകയുള്ളൂ. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ പോയിന്റ് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആരായിരിക്കണം? യു ഹാവ് ടു ബി എ നോൺ റെസിഡന്റ്. നിങ്ങൾക്ക് എന്തുണ്ടാവണം? നോൺ റെസിഡന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാവണം? എഗ്രിമെന്റ് ഉണ്ടാവണം. ആ എഗ്രിമെന്റിന്റെ ബേസിസിലായിരിക്കണം നിങ്ങൾക്ക് റോയൽറ്റി അല്ലെങ്കിൽ FTS കിട്ടേണ്ടത്. ആ നോൺ റെസിഡന്റ് ഇന്ത്യയിൽ ഒരു ബ്രാഞ്ച് ഉണ്ടാവണം. ആ ബ്രാഞ്ച് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം ആ റോയൽറ്റി അല്ലെങ്കിൽ FTS അയാൾക്ക് കിട്ടുന്നത്. ഈ 3 കാര്യങ്ങൾ ഓക്കെയാണ്. അതായത് എഗ്രിമെന്റ്, ബ്രാഞ്ചിന്റെ സപ്പോർട്ട് സർവീസ്, ഈ 3 കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ 44DA വായിച്ച് നോക്കിയിട്ട് ആ റോയൽറ്റി അല്ലെങ്കിൽ FTSന്റെ ടോട്ടൽ ഇൻകം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കമ്പ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് യു വിൽ ബിക്കം എ എലിജിബിൾ അസസി ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 44DA. നോക്കാം ബാക്കി എന്താണെന്ന്. കഴിഞ്ഞിട്ടില്ല. എന്താണ് പ്രൊവിഷൻ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അവസാന സെന്റൻസ് വായിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ തൽക്കാലത്തേക്ക് ഇത്രയും പറഞ്ഞതൊക്കെ മനസ്സിലായോ? എന്തിനാണെന്നുള്ള പിന്നെ പഠിക്കാം.
അപ്പൊ അങ്ങനെയാണെങ്കിലേ ഇപ്പൊ നിങ്ങൾ പറയാൻ സാധ്യതയുള്ള സാധനം ഇത് ഫ്ലാറ്റ് റേറ്റ് ആയിരിക്കും എന്നാണ് ഇനിയിപ്പോ പറയാൻ പോകുന്നത്. അല്ല, റോയൽറ്റി FTS അണ്ടർ ദിസ് സെക്ഷൻ ഇസ് ടാക്സ്ഡ് അറ്റ് നോർമൽ റേറ്റ് അണ്ടർ ദ ആക്ട്, നോ ഫ്ലാറ്റ് റേറ്റ്സ് പ്രിസ്ക്രൈബ്. ഇത് ആ റോയൽറ്റി അല്ലെങ്കിൽ FTSന് ആപ്ലിക്കബിൾ ആവുന്ന ഫ്ലാറ്റ് റേറ്റ് ഇത്രയാണ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ അല്ല. ആ റോയൽറ്റി അല്ലെങ്കിൽ FTS സാധാരണ നോർമൽ റേറ്റിൽ തന്നെ ആയിരിക്കും എന്താവാൻ പോകുന്നത്, ടാക്സ്ഡ് ആവാൻ പോകുന്നത്. ഇവിടെ ഒരു ഫ്ലാറ്റ് റേറ്റ് പ്രത്യേകിച്ച് എടുത്ത് ആക്ട് പറയുന്നില്ല. ഓക്കെ ആണോ? ഫ്ലാറ്റ് റേറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇനി നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണ്, എന്തിനാണ് സാർ ഇങ്ങനെ ഒരു സെക്ഷൻ അല്ല ചോദിക്കാൻ പോകുന്നത്. നമ്മുടെ CID മൂസയ്ക്ക് പഴയ ഒരു സിനിമയുണ്ട്, CID മൂസ, നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിനകത്തൊരു സാധനമുണ്ട്, തോക്ക് തരാം പക്ഷെ വെടിവെക്കരുത് എന്ന് പറയും. അപ്പോ മൂസ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പിന്നെ തൂക്കിയിട്ടോട് നടക്കാനാണോ സാർ തോക്ക് എന്ന് ചോദിക്കുന്ന പോലെ ഈ പ്രൊവിഷൻ ഫ്ലാറ്റ് റേറ്റും അല്ല, വേറെ പ്രിസംപ്റ്റീവ് അല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ പ്രൊവിഷൻ? സിമ്പിൾ ആണ് ഈ പ്രൊവിഷൻ. അടുത്ത പാരഗ്രാഫ് ആണ് ഈ പ്രൊവിഷൻ എന്താണെന്ന് പറയുന്നത്. നോക്കിയേ, ഈ റോയൽറ്റി അല്ലെങ്കിൽ FTS കിട്ടുന്ന നോൺ റെസിഡന്റ് അയാളുടെ ഇന്ത്യൻ ബ്രാഞ്ച് ടോട്ടൽ ഇൻകം പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യണ്ടേ? ഇതിന്റെ അകത്ത് വേണ്ടേ? ആ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ however while computing the income following expenses are not allowed as deduction. താഴെ പറയുന്ന ഈ രണ്ട് എക്സ്പെൻസുകൾ നിങ്ങൾ ഒരു കാരണവശാലും എന്തെടുക്കരുത്, ഡിഡക്ഷൻ എടുക്കരുത്. അതാണ് 44DA. ഇതൊരു ഫ്ലാറ്റ് റേറ്റ് പറയുന്ന സെക്ഷനോ അല്ലെങ്കിൽ ഇതൊരു പ്രിസംപ്റ്റീവ് പ്രൊവിഷനോ അല്ല. ഇത് പിന്നെ എന്താണ്? 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലിജിബിൾ അസസിക്ക് റോയൽറ്റിയോ FTSോ ഉണ്ടെങ്കിൽ ആ റോയൽറ്റി FTSന്റെ പ്രോഫിറ്റ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ താഴെ പറയുന്ന 2 തരം എക്സ്പെൻസുകൾക്ക് ഒരു കാരണവശാലും എന്തെടുക്കരുത്, ഡിഡക്ഷൻ എടുക്കരുത്. എന്താണ് ഒന്നാമത്തെ സെറ്റ് ഓഫ് എക്സ്പെൻസ്? എനി എക്സ്പെൻഡിച്ചർ which is not wholly, ശ്രദ്ധിക്കണേ, which is not wholly and exclusively incurred for the business of such permanent establishment in India. ചുരുക്കം പറഞ്ഞ ഇന്ത്യയിൽ ഒരു ബ്രാഞ്ച് ഇല്ല, നമ്മുടെ ഡൽഹി ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻഡിച്ചറുകൾക്ക് മാത്രമേ എന്തെടുക്കാൻ പാടുള്ളൂ, ഡിഡക്ഷൻ എടുക്കാൻ പാടുള്ളൂ. ഹെഡ് ഓഫീസോ അല്ലെങ്കിൽ വേറെ ഇന്ത്യക്ക് പുറത്തുള്ള ബ്രാഞ്ചുകളുടെ ഒന്നും കോമൺ ഓവർ ഹെഡിന്റെ പ്രൊപ്പോർഷൻ ഇവിടെ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ചാർജ് ചെയ്യാൻ പാടില്ല. നമ്മൾ കോസ്റ്റിംഗിൽ ഓവർ ഹെഡിന്റെ പ്രൊപ്പോർഷൻ പഠിച്ചിട്ടില്ലേ? ആ പരിപാടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യില്ല, അലൗ ചെയ്യില്ല. ആ ഡൽഹി ബ്രാഞ്ചിന് എക്സ്ക്ലൂസീവ് ആയിട്ട് ഇൻകർ ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചറുകൾക്ക് മാത്രം എന്തെടുക്കുക, ഡിഡക്ഷൻ എടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി മറന്നേക്കുക. നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോകുന്നില്ല, ഡിഡക്ഷൻ കിട്ടാൻ പോകുന്നില്ല. അതാണ് അവർ പറയുന്നത്. നോക്കാം, ശ്രദ്ധിച്ചേ. Any expenditure which is not wholly and exclusively incurred for the business of such PE. ഇന്ത്യയിലുള്ള ആ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ബിസിനസിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ഇൻകർ ചെയ്യാത്ത എക്സ്പെൻഡിച്ചറുകൾക്ക് എന്ത് കിട്ടില്ല, ഡിഡക്ഷൻ കിട്ടില്ല. അപ്പൊ എപ്പോഴേ കിട്ടുള്ളൂ, എക്സ്ക്ലൂസീവ് എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഡിഡക്ഷൻ കിട്ടുള്ളൂ. അതൊന്ന്. രണ്ടാമത്തെ റെസ്ട്രിക്ഷൻ എന്താ? എമൗണ്ട് പെയ്ഡ് ബൈ ദ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ടു ഇറ്റ്സ് ഹെഡ് ഓഫീസ് ഓർ ടു എനി ഓഫ് ഇറ്റ്സ് അതർ ഓഫീസസ് otherwise than towards reimbursement of actual expenses. കേട്ടോ? അതായത് പരിപാടി എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഡൽഹി ബ്രാഞ്ച് ചുമ്മാ ഓരോരോ പേരുകളിട്ട് സപ്പോർട്ട് ചാർജ്, ടെക് ഫീസ്, അതർ ഫീസ് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ പേയ്മെന്റുകൾ ആർക്ക് കൊടുക്കുക, മൈക്രോസോഫ്റ്റിന്റെ ഹെഡ് ഓഫീസിന് കൊടുക്കുകയാണ്. ടെക് ഫീസ്, സപ്പോർട്ട് ഫീസ്, സർവീസ് ചാർജ്, കോപ്പറേറ്റീവ് ഫീസ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഓരോരോ പേരുകളിട്ട് എന്ത് കൊടുക്കുകയാണ്, ഹെഡ് ഓഫീസിന് പേയ്മെന്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൊടുക്കുന്ന പേയ്മെന്റ് ഫുൾ എന്തായിരിക്കും, ഡിസലൗഡ് ആയിരിക്കും. ഇതിനൊന്നും നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോകുന്നില്ല, ഡിഡക്ഷൻ കിട്ടാൻ പോകുന്നില്ല. ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് എന്തെങ്കിലും പേരിട്ട് പേയ്മെന്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നും എന്ത് കിട്ടില്ല, ഡിഡക്ഷൻ കിട്ടില്ല. ഇനി ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, ശരിക്കും മൈക്രോസോഫ്റ്റിന് 2 എൻറ്റിറ്റി ഉണ്ടോ? ഇല്ല. മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ എവിടെയാണ്, US ഇരിക്കുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. ഇറ്റ്സ് എ US കമ്പനി. ഈ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, വേറൊരു കമ്പനിയാണോ? അല്ല. വാട്ട് ഇസ് ബ്രാഞ്ച്? എക്സ്റ്റെൻഡഡ് ഓപ്പറേഷൻ. ഇതാണ് ശരിക്കും ബ്രാഞ്ച്. ഹെഡ് ഓഫീസിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ആം ആണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്, അല്ലേ? ഹെഡ് ഓഫീസ് ചെയ്യുന്ന സർവീസ് ഒരു പർട്ടിക്കുലർ ലോക്കൽ ഏരിയയിൽ ചെയ്യാനായിട്ട് ഹെഡ് ഓഫീസ് എന്ത് തുടങ്ങുന്നു, ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ബ്രാഞ്ച് അവിടെ തുടങ്ങുന്നു. ഈ ബ്രാഞ്ചിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹെഡ് ഓഫീസിന്റെ ഓവറോൾ പ്രോഫിറ്റിനകത്ത് ബ്രാഞ്ചിന്റെ പ്രോഫിറ്റും വരും. ഈ ബ്രാഞ്ച് സബ്സിഡിയറി കമ്പനി അല്ല കേട്ടോ, നമ്മുടെ തന്നെ എക്സ്റ്റെൻഡഡ് ഓപ്പറേഷൻ ആണ്. അപ്പൊ കേട്ടെ, ശരിക്കും ഈ ഹെഡ് ഓഫീസ് എവിടെ, US അവരുടെ ഒരു ബ്രാഞ്ച് മാത്രമല്ല ഇന്ത്യയിലുള്ളൂ. അപ്പൊ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഈ ഹെഡ് ഓഫീസിന്റെ പ്രോഫിറ്റിനെ ഇന്ത്യയിൽ ടാക്സ് ചെയ്യാൻ പറ്റുമോ? ഹെഡ് ഓഫീസിന്റെ പ്രോഫിറ്റുകളെ ഇന്ത്യയിൽ ടാക്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബ്രാഞ്ചിന്റെ പ്രോഫിറ്റിനെ മാത്രമല്ല ഇന്ത്യയിൽ ടാക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ബ്രാഞ്ചിനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്തായിട്ട് കാണുന്നു, ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട്. ബ്രാഞ്ചിനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്തായിട്ട് കാണുന്നു,
സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കാണുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം എന്ന് വെച്ചാൽ, അപ്പൊ ഈ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇൻകം ടാക്സിന്റെ കണ്ണിൽ അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. കാരണം ആ ബ്രാഞ്ചിന്റെ പ്രോഫിറ്റിനെ മാത്രമേ ഡിപ്പാർട്ട്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടാക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ബ്രാഞ്ച് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കാണുമ്പോൾ ഉള്ള ഏറ്റവും വലിയ കുഴപ്പം, ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് ഒരു പേയ്മെന്റ് കൊടുത്താലേ, ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, അത് ഓർഗനൈസേഷൻ സെറ്റപ്പിനകത്ത് നടക്കുന്ന ഒരു പേയ്മെന്റ് അല്ലേ. അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് എൻറ്റിറ്റി അവരുടെ വേറൊരു എൻറ്റിറ്റിക്ക് എന്ത് കൊടുക്കുന്നു, പേയ്മെന്റ് കൊടുക്കുന്നു. പക്ഷെ ഇൻകം ടാക്സിന്റെ പ്രശ്നം എന്താ, അത് ഇന്റേണൽ ആയിട്ട് നടക്കുന്ന പേയ്മെന്റ് ആണെങ്കിലും ബ്രാഞ്ചിനെ മാത്രമല്ല നമുക്ക് ടെക്നിക്കലി ടാക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ബ്രാഞ്ച് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആ പേയ്മെന്റിനൊക്കെ അവൻ എന്തെടുക്കും, ഡിഡക്ഷൻ എടുക്കും. എടുക്കണ്ട, തരില്ല. ഹെഡ് ഓഫീസിന് എന്ത് പേരിട്ട് ബ്രാഞ്ച് പേയ്മെന്റ് കൊടുത്താലും അത് മുഴുവൻ എപ്പോഴും എന്തായിരിക്കും, ഡിസലൗഡ് ആയിരിക്കും. ശ്രദ്ധിക്കുന്നുണ്ടോ? പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ബ്രാഞ്ച് കൊടുക്കേണ്ട ഒരു പേയ്മെന്റ്, അതായത് ഇപ്പൊ ഡൽഹി ബ്രാഞ്ചിന്റെ ഒരു വാടക കെട്ടിടത്തിലാണ് വരുന്നത്, റെന്റൽ പ്രൊമൈസസിലാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഡൽഹി ബ്രാഞ്ചിന് കുറച്ച് ലിക്വിഡിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്ന കാരണം ദ ഹെഡ് ഓഫീസ് ഹാവ് ഗിവൻ ദ പേയ്മെന്റ് ഇനീഷ്യലി. ബ്രാഞ്ച് കൊടുക്കേണ്ട ഒരു പേയ്മെന്റ് ആര് കൊടുത്തു, ഹെഡ് ഓഫീസ് കൊടുത്തു. നൗ ദ ബ്രാഞ്ച് ഇസ് റീഇംബേഴ്സിംഗ് ദാറ്റ് പേയ്മെന്റ് ടു ദ ഹെഡ് ഓഫീസ്. ബ്രാഞ്ച് ആ പേയ്മെന്റ് ഹെഡ് ഓഫീസിന് എന്ത് ചെയ്യാണ്, റീഇംബേഴ്സ് ചെയ്യാണ്. ഡിഡക്ഷൻ കിട്ടോ, അതിന് കിട്ടും. അതാണ് അവന്മാര് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്, അതർവൈസ് ദാൻ ടുവേർഡ്സ് റീഇംബേഴ്സ്മെന്റ് ഓഫ് ആക്ച്വൽ എക്സ്പെൻസസ്. അതായത് നിങ്ങൾ ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് കൊടുക്കുന്ന ഒരു പേയ്മെന്റ് ഒരു റീഇംബേഴ്സ്മെന്റ് ഓഫ് ആക്ച്വൽ എക്സ്പെൻസ് ആണെങ്കിൽ മാത്രം അതിന് എന്ത് തന്നേക്കാം, ഡിഡക്ഷൻ തന്നേക്കാം. അതല്ലാതെ വേറെ എന്ത് പേരിട്ട് ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് പേയ്മെന്റ് കൊടുത്താലും എല്ലാം ബ്ലൈൻഡ് എന്തായിരിക്കും, ഡിസലവൻസ് ആയിരിക്കും. ശ്രദ്ധിക്കുന്നുണ്ടോ? രണ്ട് ഡിസലവൻസ് ആണ് 44 DA മെയിൻലി പറയുന്നത്. ഏതൊക്കെ രണ്ടെണ്ണം? ഒന്ന്, whatever expenditure which is not exclusively incurred for the branch shall be fully disallowed. അത് ഒരിക്കലും നിങ്ങൾ ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പാടില്ല. രണ്ട്, all the payment given by the branch to the head office otherwise than by way of reimbursement of actual expenditure. ഫുൾ ബ്രാഞ്ചിന്റെ കയ്യിൽ എന്തായിരിക്കും, ഡിസലൗഡ് ആയിരിക്കും. അണ്ടർ 44 DA while computing your royalty or FTS. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ 44 DA എന്ന് പറഞ്ഞ കൈൻഡ് ഓഫ് ഡിസലവൻസ് ആണ്, പ്രൊവൈഡഡ് യു സാറ്റിസ്ഫൈ ദ അതർ കണ്ടീഷൻസ്. സാറ്റിസ്ഫൈ ചെയ്യുന്ന അസറ്റുകൾക്ക് ഈ രണ്ട് എക്സ്പെൻഡിച്ചറുകൾ ഡിസലവ് ചെയ്തിട്ട് വേണം നിങ്ങൾ ടോട്ടൽ ഇൻകം എന്ത് ചെയ്യാൻ, കമ്പ്യൂട്ട് ചെയ്യാനെന്ന് പറയുന്ന സെക്ഷനാണ് 44 DA. ഓക്കെ അല്ലേ പറഞ്ഞത്? നോ, ഈ 44 DA രണ്ട് മൂന്ന് കാര്യങ്ങൾ മാൻഡേറ്റ് ചെയ്യുന്നുണ്ട്. 44 DA, NR is required to maintain books of accounts and carry out tax audit. NR ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് ടാക്സ് ഓഡിറ്റ് ചെയ്ത് ഉറപ്പ് വരുത്തണം ഈ എക്സ്പെൻസ് ഒന്നും അവർ എന്ത് ചെയ്തിട്ടില്ല, ടോട്ടൽ ഇൻകത്തിനകത്തേക്ക് ക്ലെയിം ചെയ്തിട്ടില്ല എന്നുള്ളത്. ഒരു ഇൻഡിപെൻഡന്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഹാവ് ടു കം ആൻഡ് ഹി വെരിഫൈ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഹി ഹാവ് ടു സർട്ടിഫൈ ദാറ്റ് ദീസ് എക്സ്പെൻസസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ടോട്ടൽ ഇൻകം ഓഫ് ദ റെസ്പെക്റ്റീവ് ഇൻഡിവിജ്വൽ. ക്ലിയർ അല്ലേ? അപ്പോ 44 AA ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യണം, ടാക്സ് ഓഡിറ്റും ചെയ്യണം. അത് ചെയ്ത് നിങ്ങൾ ഇതൊന്നും ക്ലെയിം ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇനി അടുത്തത്, ശരിക്കും 44 DA കഴിഞ്ഞു, പക്ഷേ അവിടെ ഒരു ചാർട്ടൂടെ കിടപ്പുണ്ട്. അതെന്താ ചാർട്ട്? ശ്രദ്ധിച്ചേ, എക്സാമിനേഷനെ ഈ സാധനം ഭയങ്കര ട്രിക്കി ആയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. ഈ 44 DA എന്ന് പറയുന്ന സാധനം ഭയങ്കര ട്രിക്കി ആയിട്ട് അവന്മാർ ചിലപ്പോൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഫ്രെയിം ചെയ്യും. അപ്പൊ ആദ്യത്തെ ഒരു ചോദ്യം, 44 DA ആപ്ലിക്കബിൾ ആവണമെങ്കിൽ അസസ് എലിജിബിൾ അസസ് ആവണ്ടേ? അതിന് 3 കണ്ടീഷനിൽ നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ എന്തായിരുന്നു? സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനിയായിട്ടോ എഗ്രിമെന്റ് വേണം. അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഡേറ്റ് ഓഫ് എഗ്രിമെന്റ് 31 മാർച്ച് 2003 ശേഷവുമായിരിക്കണം. ആണല്ലോ. 2 PE ഉണ്ടാവണം. 3 PE ആയിട്ട് സർവീസ് എഫക്റ്റീവ്ലി കണക്റ്റഡ് ആയിരിക്കണം. ഇത് 3 ഓക്കെ ആണെങ്കിലാണ് 44 DA പ്രകാരം ആ 2 എക്സ്പെൻസ് ഡിസലവ് ചെയ്തുകൊണ്ട് നിങ്ങൾ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് നോർമൽ പ്രൊവിഷൻസ് പ്രകാരം ടാക്സ് അടയ്ക്കുന്നത്. അല്ലേ? ഈ 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ഫെയിൽ ആയാലോ? ഈ 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ഫെയിൽ ആയാൽ ഇത് എങ്ങോട്ട് പോകും? അടുത്തത്, അതായത് അണ്ടർ 44 DA if conditions above are satisfied, tax at normal rates without claiming the expenses as deduction. 44 DA പ്രകാരം ആ ഇൻകം ടാക്സബിൾ അല്ലെങ്കിൽ you should think about another section called 115A. 115A പ്രകാരം വേണം നിങ്ങൾ ആ റോയൽറ്റി അല്ലെങ്കിൽ FTS എന്ത് ചെയ്യാൻ, ടാക്സ് ചെയ്യാൻ. ശ്രദ്ധിക്കുന്നുണ്ടോ? 44 DA പ്രകാരം ആ റോയൽറ്റി അല്ലെങ്കിൽ FTS ടാക്സബിൾ ആകുന്നില്ലെങ്കിൽ തിങ്ക് അബൌട്ട് 115A. 115A പ്രകാരം വേണം നിങ്ങൾ ആ റോയൽറ്റി അല്ലെങ്കിൽ FTS എന്ത് ചെയ്യാൻ, ടാക്സ് ചെയ്യാൻ. എന്താണ് 115A? നോക്കിയേ, അണ്ടർ സെക്ഷൻ 115A, if not covered under 44 DA, and there should be an agreement entered into between the assessee and the Indian company or with the central government. 115A എന്താ പറയുന്നത്? 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ 44 DA പോയി. പിന്നെ അടുത്ത ഏതാ? 115A. 115A പ്രകാരം ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ?
ആ നോൺ റെസിഡന്റും സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനിയുമായിട്ട് എന്ത് വേണം? എഗ്രിമെന്റ് വേണം. ഡേറ്റ് അവരെ പറയുന്നില്ല. എഗ്രിമെന്റ് ഉണ്ടാവണം. ഇറസ്പെക്ടീവ് ഓഫ് ദ ഡേറ്റ് ഓഫ് സൈനിങ് ദ എഗ്രിമെന്റ് ദർ ഷുഡ് ബി ആൻ എഗ്രിമെന്റ്. ആ എഗ്രിമെന്റിന്റെ ബേസിസിലായിരിക്കണം നോൺ റെസിഡന്റിന് എന്ത് കിട്ടുന്നത്? റോയൽറ്റി അല്ലെങ്കിൽ FTS കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 115 പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടാക്സ് ചെയ്യാം. എത്ര റേറ്റ്? ഇവിടെ ഫ്ലാറ്റ് റേറ്റ് ഉണ്ട്. ഫ്ലാറ്റ് റേറ്റ് ഷാൽ ബി at 20%, that too without claiming any expenditure as a deduction. ഒരു എക്സ്പെൻഡിച്ചറിനും ഡിഡക്ഷൻ എടുക്കാതെ ഫ്ലാറ്റ് 20% റേറ്റിൽ അതുപോലുള്ള റോയൽറ്റികൾക്കും FTSനും നിങ്ങൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. അപ്പൊ ഒരു സംശയം, എഗ്രിമെന്റ് ഇല്ല, എഗ്രിമെന്റ് ഒന്നുമില്ല, അല്ലാതെ കിട്ടിയ റോയൽറ്റിയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇഫ് നോട്ട് ടാക്സബിൾ അണ്ടർ 44DA or 115A, then tax that normal rate as normal income after claiming all the deductible expenditure. ഇപ്പൊ ഞാനൊരു ബുക്ക് ഓതറാണ്, ഞാനൊരു ഫോറിൻ നോൺ റെസിഡന്റ് ബുക്ക് ഓതറാണ്. ഇന്ത്യയിൽ ഒരു പബ്ലിഷിംഗ് കമ്പനി എന്റെ ബുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എനിക്ക് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് എഗ്രിമെന്റ് ഉണ്ടായിരിക്കുമോ? ഇല്ല, എനിക്ക് അതിന്റെ എഗ്രിമെന്റിനൊന്നും ആവശ്യമില്ല. ആ പബ്ലിഷിംഗ് കമ്പനി എനിക്ക് റോയൽറ്റി തരില്ലേ? ആ റോയൽറ്റി എവിടെ ടാക്സ് ആവാൻ പോകുന്നത്? നോർമൽ പ്രൊവിഷൻ പ്രകാരം ടാക്സ് ആവാൻ പോകുന്നത്. സാധാരണ ഒരു റോയൽറ്റി ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഹെഡിൽ കൊണ്ടിട്ട് അലൗ ചെയ്യാവുന്ന ക്ലെയിം ചെയ്യാവുന്ന എക്സ്പെൻഡിച്ചറുകളെല്ലാം ക്ലെയിം ചെയ്ത് നോർമൽ സ്ലാബ് പ്രകാരം ഞാൻ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ ഓർക്കുക, ഏറ്റവും ആദ്യം വരുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് 44DA ആണ്. അതില്ലെങ്കിൽ 115A പറ്റി ചിന്തിക്കുക. അതും ഇല്ലെങ്കിൽ നോർമൽ ഇൻകം. ശ്രദ്ധിക്കുന്നുണ്ടോ? വെറുതെ കയറി അസംഷൻ എടുക്കരുത്. എഗ്രിമെന്റ് ഉണ്ട് എന്ന് ഞങ്ങൾ അസ്യൂം ചെയ്യുന്നു, ആ എഗ്രിമെന്റ് 31 മാർച്ച് 2003 ശേഷമാണെന്നും ഞങ്ങൾ അസ്യൂം ചെയ്തൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്. ഇതില്ലെങ്കിൽ നോർമൽ ഇൻകം, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ആണോ? സോ തിങ്ക് അബൌട്ട് 44DA, thereafter 115A, and finally think about നോർമൽ പ്രൊവിഷൻ. സാധാരണ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്ത് സാധാരണ പോലെ എക്സ്പെൻസും കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ എന്തടയ്ക്കുക? ടാക്സ് അടയ്ക്കുക. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ 44DA എന്ന് പറയുന്നത് ബേസിക്കലി മനസ്സിലാക്കുക, രണ്ട് എക്സ്പെൻസുകൾക്ക് റെസ്ട്രിക്ഷൻ പറയുന്ന സെക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. 44C ആണ്. ഇത് പരിപാടി എന്താണെന്നറിയാമോ? ഡിഡക്ഷൻ ഓഫ് ഹെഡ് ഓഫീസ് എക്സ്പെൻഡിച്ചർ ഇൻ ദ കേസ് ഓഫ് നോൺ റെസിഡൻസ്. നോക്കുക എന്താ പരിപാടി. അതായത് ഈ 44C എന്ന് പറയുന്ന പ്രൊവിഷൻ ശരിക്കും വളരെ അത്യാവശ്യമുള്ളൊരു പ്രൊവിഷൻ ആയിരുന്നു. അതിന് കാരണമുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് 44Cയിലേക്ക് പോവാം. ശ്രദ്ധിച്ചേ. ഇപ്പൊ നിങ്ങളൊരു സ്പോർട്സ് എക്യുപ്മെന്റ് ഷോപ്പിന്റെ ഓണർ ആണെന്ന് വിചാരിക്കുക. യു സ്പോർട്സ്. നിങ്ങൾക്കൊരു സ്പോർട്സ് എക്യുപ്മെന്റ് ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്താണ് അതിന്റെ പേര്? യു സ്പോർട്സ് എന്നാണ് അതിന്റെ പേര്. ഇതിന് ഒരു എൻറ്റിറ്റി ദുബായിലുണ്ട്, UAEയിലുണ്ട്, ഒരെണ്ണം ഇന്ത്യയിലുണ്ട്. യു സ്പോർട്സ് ഇന്ത്യയുണ്ട്. രണ്ടിടത്താണ് ഇപ്പൊ ഇത് വർക്ക് ചെയ്യുന്നത്. ഒരെണ്ണം ദുബായിലും ഒരെണ്ണം ഇന്ത്യയിലും. UAEയിലും ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്. UAEയില് കോർപ്പറേറ്റ് ടാക്സ് ഇല്ല, നില്ലാണ്. പല പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും അവർ ടാക്സസ് ഒന്നും ചാർജ് ചെയ്യുന്നില്ല. പല പല എമിറേറ്റ്സിലും അവർ ടാക്സസ് ചാർജ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ക്രിസ്ത്യാനോ റൊണാൾഡോനെ നിങ്ങൾ കൊണ്ടുവന്നു പരസ്യത്തിന് വേണ്ടി. സ്പോർട്സ് ആയതുകൊണ്ട് യു ബ്രോട്ട് ഇൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. CR7 വന്ന് നിങ്ങളുടെ ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് പറയുന്നു യു സ്പോർട്സ് മേടിക്കൂ, അടിപൊളിയാകും എന്നൊക്കെ പറഞ്ഞ് ക്രിസ്ത്യാനോ റൊണാൾഡോ കൊണ്ടുവന്നിട്ട് കുറെ പരസ്യം ചെയ്യണം വിചാരിക്കാൻ. യു ഹാവ് ഗിവൺ 100 crores to CR. നിങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് എത്ര കൊടുത്തു? 100 കോടി രൂപ കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇനിയാണ് കളി വരാൻ പോകുന്നത്. ഇതൊരു ജനറൽ ഓവർഹെഡ് അല്ലേ? ഈ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കൊടുക്കുന്ന മാർക്കറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു ജനറൽ ഓവർഹെഡ് അല്ലേ? ബിക്കോസ് അയാൾ ഒരു ഗ്ലോബൽ ഐക്കൺ ആണ്. അയാൾക്ക് ഇന്ത്യയിലും ഫാൻസ് ഉണ്ട്, ദുബായിലും ഫാൻസ് ഉണ്ട് അല്ലേ? അപ്പോ നമ്മളങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കൊണ്ടിരുന്നു, പുള്ളിക്ക് 100 crores കൊടുക്കുന്നു. അപ്പൊ ഇനി ഇവിടെ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മജോറിറ്റി എക്സ്പെൻസ് ഇന്ത്യയിലേക്ക് ബൈഫോക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾ 100 കോടിയിൽ ഒരു 80 കോടി നിങ്ങൾ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലേക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു. ഒരു 20 കോടി മാത്രമേ നിങ്ങൾ നിങ്ങളുടെ UAEയിലെ എക്സ്പെൻസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിനുള്ള വാദം അസസി പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കൂടുതൽ ഫാൻസ് ഉള്ളത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യ ഇസ് എ പോപ്പുലേറ്റഡ് കൺട്രി ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഫോളോയിങ് CR. UAEയിൽ പുള്ളിക്ക് അത്ര ഫാൻസ് ഇല്ല, അതുകൊണ്ട് മെജോറിറ്റി ഫാൻസ് ഇവിടെ ആയതുകൊണ്ട് ഇന്ത്യയിലാണ് ഞങ്ങൾ ഇതിനൊരു വലിയ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു പ്രോഫിറ്റ് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ മജോറിറ്റി ഓഫ് ദ എക്സ്പെൻസസ് വി ഹാവ് ബൈഫർക്കേറ്റഡ് ഇൻ ഇന്ത്യ. ഇതാണ് അസസിയുടെ വാദം. കാരണം നമ്മൾ ഓവർഹെഡ് ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഒരു റീസണബിൾ ബേസിസിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് വേറൊരു സ്റ്റാറ്റ്യൂട്ടറി ഗൈഡ് ലൈൻ വേറെ ഇല്ല. റീസണബിൾ ബേസിസിലല്ലേ നമ്മളിത് പോസ്റ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് നോക്കുമ്പോൾ എന്തായിരിക്കും ഇവിടെ കൂടുതൽ എക്സ്പെൻസസ് ഇന്ത്യയിലേക്ക് പോസ്റ്റ് ചെയ്യാനുള്ള കാരണം? ഇന്ത്യയിൽ എന്തുണ്ട്? ഇൻകം ടാക്സ് ഉണ്ട്. ദുബായില് നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു എമിറേറ്റിൽ എന്തില്ല? ടാക്സ് ലയബിലിറ്റി ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ കൊണ്ട് എന്തായാലും 100 കോടി പോയി. ഇപ്പൊ മാക്സിമം എക്സ്പെൻസ് ടാക്സ് ഉള്ളിടത്ത് കൊണ്ടിട്ടാൽ അവിടെ അത്രയും എന്ത് കിട്ടും? അത്രയും പ്രോഫിറ്റ് കുറഞ്ഞു നിൽക്കും. സോ യു ആർ
പോസ്റ്റിംഗ് മോർ എക്സ്പെൻസസ് കമ്പയർഡ് ടു ദ നോർമൽ എക്സ്പെൻസ്. നിങ്ങൾ കൂടുതൽ എക്സ്പെൻസ് ഇന്ത്യയിലേക്ക് പോസ്റ്റ് ചെയ്യാണ് എന്നായിരിക്കും ആര് പറയുന്നത്? ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. പക്ഷെ ഡിപ്പാർട്ട്മെന്റിന് ഒരിക്കലും പറയാൻ പറ്റില്ല ഹെഡ് ഓഫീസ് എക്സ്പെൻഡിച്ചറുകൾക്കൊന്നും നിങ്ങൾ ഇന്ത്യയിൽ പ്രപ്പോർഷൻ ക്ലെയിം ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഒരു പരിപാടി പറഞ്ഞേക്കാണ്, നിങ്ങൾ ക്ലെയിം ചെയ്തു ഈ ജനറൽ ഓവർ ഹെഡ് ഒക്കെ ഇൻകർ ചെയ്യുന്ന സാധാരണ ഒരു അസസി നിങ്ങൾ NR ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു പെർസെന്റേജ് ഓഫ് ഹെഡ് ഓഫീസ് എക്സ്പെൻഡിച്ചർ ഇന്ത്യയിൽ പോസ്റ്റ് ചെയ്തു. ബട്ട് യു ഹാവ് ടു ഫോളോ സെക്ഷൻ 44C. 44C സീലിംഗ് ലിമിറ്റ് ഞങ്ങൾ പറയാണ്. ഈ സീലിംഗ് ലിമിറ്റിനകത്ത് വരുന്ന എമൗണ്ടുകൾക്ക് മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ ഇനി മുതൽ എന്ത് തരുള്ളൂ? ഡിഡക്ഷൻ തരുള്ളൂ. മൊത്തം 80 കോടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. യു ഹാവ് ടു ചെക്ക് വെദർ ദാറ്റ് 80 crores ആർ വിത്തിൻ ദ സീലിംഗ് ലിമിറ്റ്. ഇഫ് യെസ് യു ക്യാൻ ക്ലെയിം ഇറ്റ് ആസ് എ ഡിഡക്ഷൻ. അതർവൈസ് സീലിംഗ് എമൗണ്ട് എത്രയാണോ അത്രയും നിങ്ങൾക്ക് ഞങ്ങൾ ഡിഡക്ഷൻ ആയിട്ട് തരുകയുള്ളൂ. ശ്രദ്ധിക്കുന്നുണ്ടോ? സോ 44C എന്ന് പറയുന്ന ബേസിക്കലി എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ എ സീലിംഗ് ലിമിറ്റ്. ഇതൊരു സീലിംഗ് ലിമിറ്റ് പറയുന്ന സെക്ഷൻ ആണ്. എന്തിനാ ഈ സീലിംഗ് ലിമിറ്റ്? ഈ ഇതുപോലുള്ള കേസുകളിൽ ഹെഡ് ഓഫീസിന്റെ എക്സ്പെൻഡിച്ചറിന് എന്തോരം വരെ ബ്രാഞ്ച് റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം. ഇനിയാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഹെഡിങ് റിഡക്ഷൻ ഓഫ് ഹെഡ് ഓഫീസ് എക്സ്പെൻഡിച്ചർ ഇൻ ദ കേസ് ഓഫ് എ നോൺ റെസിഡന്റ്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താ? ഹെഡ് ഓഫീസ് എക്സ്പെൻഡിച്ചർ മീൻസ് എക്സിക്യൂട്ടീവ് ആൻഡ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ഇൻകർഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഹെഡ് ഓഫീസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻകർ ചെയ്യുന്ന ജനറൽ ഓവർ ഹെഡുകളെയാണ് നമ്മൾ പൊതുവെ എന്തെന്ന് വിളിക്കുക? ഹെഡ് ഓഫീസ് എക്സ്പെൻഡിച്ചറിന് വിളിക്കുക. ഇനി ആക്ട് പറയുന്നത് എന്താണെന്നറിയോ? ആ പാരഗ്രാഫ് അവിടെ കിടക്കട്ടെ. ആക്ട് പറയുന്നത് ഡിഡക്ഷൻ ഷാൽ ബി ആസ് ഫോളോസ്. 44C പ്രകാരം അവരൊരു സീലിംഗ് ലിമിറ്റ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാണ് സീലിംഗ് ലിമിറ്റ്? ഐദർ 5% ഓഫ് ദ ടോട്ടൽ ഇൻകം ഓർ ആക്ച്വൽ ഹെഡ് ഓഫീസ് എക്സ്പെൻഡിച്ചർ വിച്ചെവർ ഈസ് ലോവർ. നിങ്ങളുടെ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിന്റെ 5% അല്ലെങ്കിൽ ശരിക്കും നിങ്ങൾ ഇന്ത്യയിലേക്ക് റീസണബിൾ ബേസിസിൽ ബൈഫോക്കേറ്റ് ചെയ്ത ആക്ച്വൽ ഹെഡ് ഓഫീസ് എക്സ്പെൻഡിച്ചർ വിച്ചെവർ ഈസ് ലോവർ. ബ്രാഞ്ച് ഹെഡ് ഓഫീസ് എക്സ്പെൻഡിച്ചറിന് റിഡക്ഷൻ ക്ലെയിം ചെയ്യുമ്പോൾ ഒന്നിലെ 5% ഓഫ് ദ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ യോർ ആക്ച്വൽ ബൈഫോക്കേറ്റഡ് ഹെഡ് ഓഫീസ് എക്സ്പെൻഡിച്ചർ. മൊത്തം അല്ല കേട്ടോ, ഇന്ത്യയിലേക്ക് നിങ്ങൾ ഒരു റീസണബിൾ ബേസിസിൽ ബൈഫോക്കേറ്റ് ചെയ്ത ഹെഡ് ഓഫീസ് എക്സ്പെൻഡിച്ചർ ഇല്ലേ, അത് അല്ലെങ്കിൽ 5% ഓഫ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം വിച്ചെവർ ഈസ് ലോവർ. ഇതിൽ ഏതാണോ ലോവർ വരുന്നത് അതിന് നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് തരുകയുള്ളൂ? ഡിഡക്ഷൻ തരുകയുള്ളൂ. അപ്പൊ ഒരു സംശയം, എന്താണ് ഈ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എന്ന് അറിയണ്ടേ? വേണ്ടേ? അതെന്താണെന്നാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. നോക്കിയേ, അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം മീൻസ് ടോട്ടൽ ഇൻകം വിത്തൗട്ട് ഗിവിംഗ് ഇഫക്ട് ടു ഓർ ആഡിങ് ബാക്ക് ദ ഫോളോവിങ്. താഴെ കിടക്കുന്ന നിങ്ങൾ ആദ്യം നിങ്ങളുടെ നോർമൽ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ നോർമൽ ടോട്ടൽ ഇൻകം സാധാരണ ഇൻകം ടാക്സ് ആക്ടിലെ പ്രൊവിഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾ സാധാരണ പോലെ നിങ്ങളുടെ നോർമൽ ടോട്ടൽ ഇൻകം എന്ത് ചെയ്യുക? കമ്പ്യൂട്ട് ചെയ്യുക. എന്നിട്ട് താഴെ പറയുന്ന ഈ 1 2 3 4 5 5 സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ബാക്ക് ചെയ്യുക. താഴെ പറയുന്ന ഈ 5 സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ബാക്ക് ചെയ്യുക. കുഞ്ഞുങ്ങളെ ഇവിടെ ഉണ്ടോ? അതെയോ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? റൊണാൾഡോ അവിടെ വെച്ചേരെ, ഇനി നമുക്ക് പുള്ളിനെ ആവശ്യമില്ല. അപ്പോ നമുക്ക് നോക്കാം. ഈ 1 2 3 4 5 സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ബാക്ക് ചെയ്യുക. എന്തിലേക്ക്? നോർമൽ ടോട്ടൽ ഇൻകത്തിലേക്ക്. അപ്പൊ എന്തൊക്കെ ആഡ് ബാക്ക് ചെയ്യണ്ടേ? ഒന്ന്, നിങ്ങൾ എന്തെങ്കിലും ഹെഡ് ഓഫീസ് എക്സ്പെൻഡിച്ചറിന് റിഡക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? ആഡ് ബാക്ക് ചെയ്യുക. അതെന്തുകൊണ്ടാ? അത് എത്രയാണെന്ന് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ അത് ഓൾറെഡി നിങ്ങളുടെ പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ആഡ് ഇറ്റ് ബാക്ക്. അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ എന്തെങ്കിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആഡ് ബാക്ക് ചെയ്യുക. കറന്റ് ഇയർ ഡിപ്രിസിയേഷൻ അല്ല, അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ. അതെന്താ സാധനം? പഴയ വർഷങ്ങളിലെ ഡിപ്രിസിയേഷൻ വല്ലതും ബ്രോഡ് ഫോർവേഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? ആഡ് ബാക്ക് ചെയ്യുക. ദെൻ ഫസ്റ്റ് പ്രൊവൈസോ ടു സെക്ഷൻ 36 സബ്സെക്ഷൻ 1 ക്ലോസ് നമ്പർ 9. എന്താ അത്? ഈ ഫോറിൻ കമ്പനിയാണ് അവരവരുടെ എംപ്ലോയീസിന്റെ ഇടയിൽ ഫാമിലി പ്ലാനിംഗ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്താൽ അതിനെ 5 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റിൽ റിഡക്ഷൻ കിട്ടും എന്നൊക്കെ പഠിച്ചു ഓർക്കുന്നുണ്ടോ? ഏത് ഹെഡിലായിരുന്നു? BGVP-യിലാണ് അല്ലേ? അപ്പൊ നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിനകത്തെ ആ 1/5 ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നിങ്ങൾ റിഡക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. റവന്യൂവിന് കുഴപ്പമില്ല, ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷൻ റിഡക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ദെൻ നോർമൽ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ്, സ്പെക്കുലേഷൻ ലോസ്, ദെൻ ലോസ് ഫ്രം ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ, ലോസ് ഫ്രം ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റീസോഴ്സസ്. 72, 74, 73, 74 ഈ 4 സെക്ഷനിൽ പറയുന്ന ഏതെങ്കിലും ലോസ് നിങ്ങൾ ടോട്ടൽ ഇൻകത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ഏതൊക്കെയാ? നോർമൽ ബിസിനസ് ലോസ്. 2 സ്പെക്കുലേഷൻ ബിസിനസ് ലോസ്. 3 ലോസ് ഫ്രം ദ ഹെഡ്
capital gains. 4 loss from owning and maintaining resources. ഈ ലോസുകൾ എന്തെങ്കിലും ടോട്ടൽ ഇൻകത്തിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ? ആഡ് ബാക്ക് ചെയ്തോ. ഇത് ശരിക്കും അസസിക്ക് ഗുണമാണ്. ആഡ് ബാക്ക് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കൂടി നിൽക്കും. അതിന്റെ 5% വരെ എന്ത് കിട്ടും? സീലിംഗ് ലിമിറ്റ് കിട്ടും. അല്ലാതെ ഡിസലവ് ചെയ്യണം എന്നല്ല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺടെക്സ്റ്റ് എപ്പോഴും ഓർക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ? ആൻഡ് ഫൈനലി ചാപ്റ്റർ 6 റിഡക്ഷൻസ് വല്ലതും നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തോ? ആഡ് ബാക്ക് ചെയ്തു. ഇതെല്ലാം ആഡ് ബാക്ക് ചെയ്യുമ്പോൾ ഒരു ഫിഗർ കിട്ടുമല്ലോ. ആ ഫിഗറിന്റെ എത്ര പെർസെന്റേജാ? ആ ഫിഗറിന്റെ 5% ആണ് നിങ്ങളുടെ എന്ത്? ടോട്ടൽ സീലിംഗ് ലിമിറ്റ്. നിങ്ങളുടെ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ സീലിംഗിനേക്കാളും കൂടുതലാണെങ്കിൽ സീലിംഗിന് എന്ത് കിട്ടുള്ളൂ? ഡിഡക്ഷൻ കിട്ടുള്ളൂ. ആക്ച്വൽ എക്സ്പെൻഡിച്ചർ സീലിംഗിനേക്കാളും താഴെയാണെങ്കിൽ ആക്ച്വലിന് എന്ത് കിട്ടുള്ളൂ? ഡിഡക്ഷൻ കിട്ടുള്ളൂ. സീലിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ആക്ച്വൽ വന്നാലും സീലിംഗിന്റെ മുകളിലേക്ക് പോകാൻ പോകുന്നില്ല. എങ്ങനെയൊക്കെ ചാടിയാലും ഇവിടെ ഇടിച്ച് നിൽക്കും. അതാണ് സീലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ടെക്നിക്കലി പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി വിച്ചവർ ലോവർ എന്ന് പറയുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റ് ഇതാണ്. നിങ്ങളൊരു ജനറൽ ഹെഡ് ഓവർ ഹെഡ് വല്ലതും ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രപ്പോർഷൻ നിങ്ങൾ നിങ്ങളുടെ ഇന്ത്യയിലുള്ള ബ്രാഞ്ചിന്റെ പെഡലിലേക്ക് നിങ്ങൾ ചാർജ് ചെയ്യാൻ പോവുകയാണെങ്കിൽ 44 സീലിംഗ് ലിമിറ്റ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആ ഒരു പോസ്റ്റിംഗ് ചെയ്യാൻ പാടുള്ളൂ. ഇനി എത്ര സീലിംഗ് ലിമിറ്റ്? 5% ഓഫ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. നിങ്ങളുടെ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിന് 5% അല്ലെങ്കിൽ ആക്ച്വൽ ഹെഡ് ഓഫീസ് എക്സ്പെൻഡിച്ചർ വിച്ചവർ ലോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു സംശയം, ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ വന്നു പോയതല്ലേ? ഈ വർഷം നഷ്ടമായിരുന്നു എന്ന് വിചാരിക്കുക. ഈ വർഷം ഈ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം നെഗറ്റീവ് ഫിഗർ ആയിരുന്നു എന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ വർഷം അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എന്താണ്? നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ കരയണ്ട. പകരം എന്താ സൊല്യൂഷൻ? ഇൻ കേസ് ഓഫ് ലോസ് കൺസിഡർ 5% ഓഫ് ആവറേജ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം ഇൻസ്റ്റെഡ് ഓഫ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. നഷ്ടമാണെങ്കിൽ നെഗറ്റീവ് ഫിഗർ ആണ് വരുന്നതെങ്കിൽ ഡോണ്ട് വറി, അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്താൽ മതി. When you compute the total income, you can take the last 3 years average adjusted total income in the case of loss. കറണ്ട് ഇയർ ലോസ് ആണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തെ എന്തെടുക്കുക? ആവറേജ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എടുക്കുക. എങ്ങനെ ആവറേജ് എടുക്കുന്നത്? കഴിഞ്ഞ വർഷത്തെയും അതിന്റെ മുമ്പിലത്തെ വർഷത്തെയും അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 3, യു വിൽ ഗെറ്റ് ദ ആവറേജ്. ബിസിനസ് തുടങ്ങിയിട്ട് ഇത് 3-ാം കൊല്ലം ആണെങ്കിലോ കഴിഞ്ഞ 2 കൊല്ലത്തെ ആവറേജ് എടുക്കുക. ബിസിനസ് തുടങ്ങിയിട്ട് ഇത് 2-ാം കൊല്ലം ആണെങ്കിലോ കഴിഞ്ഞ കൊല്ലത്തെ എടുക്കുക. അതിനെ ആവറേജ് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റും 1/1, വ്യത്യാസമൊന്നുമില്ല. ഇനിയിപ്പോ ബിസിനസ് തുടങ്ങിയിട്ട് ആദ്യത്തെ കൊല്ലമാണ്, നഷ്ടത്തിലാണ്, എടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ എടുക്കാൻ പാടില്ല. ദാറ്റ്സ് ഇറ്റ്. സോ ഹൗവർ where total income of the assessee is assessable only for last 2 or 1, then average of the 2 or 1 year shall be considered. Are you all with me? Simple section അല്ലേ 44C. ഹെഡ് ഓഫീസ് എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പ്രൊപ്പോർഷൻ ബ്രാഞ്ച് റിഡക്ഷൻ ക്ലെയിം ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ 44Cയിലെ സീലിംഗ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്ന എമൗണ്ടിനകത്ത് മാത്രമേ ആ റിഡക്ഷൻ കിട്ടുകയുള്ളൂ. സീലിംഗിനേക്കാളും മോഡിലാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ റിഡക്ഷൻ ഞങ്ങൾ തരില്ല. ഓക്കെ ആണോ? Hello my dear ones, this is CA Jose Kurian and this video is to inform you about how to purchase our recorded lectures and textbooks from the website. Very simple, you log on to www.cajosekurian.com and in the website you scroll down and you can see all our books. That is Handbook Multicolor for CA, CMA Final as well as for Inter. Then we have Workbook which contains past exam 30 plus question papers as well as RTPs. That is also for CA Final, CMA Final and CA as well as CMA Inter. Now for the recorded lectures, you go up, take the website, then click on the classroom. And in the classroom, you can scroll down and you can see all the courses that we are offering. Select your course, make payment, and the course is all yours. It is instant access. Now, what are the courses that we are offering? We are offering CA Final English as well as Malayalam, CMA Final English as well as Malayalam, CA Inter English as well as Malayalam. Now friends, what are you waiting for? Get your access today and unlock the pathway to your success. All the very best. Take care and bye-bye.